ആരംഭിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൺക്ലൂഷൻ ആണെന്ന് പറയാൻ പറ്റില്ല, ഇതൊരു തുടക്കമാണ്. ശരിക്കും ഈ ഒരു ട്രെയിനിങ് ഒരുപാട് ആൾക്കാരുടെ കോൺഫിഡൻസ് കൂട്ടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ, ഇതൊരു കരിയറായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് 100% വിശ്വാസമുണ്ട് ഇന്ന് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ഇന്ന് ഈ ഒരു കൺക്ലൂഷൻ ട്രെയിനിങ് പ്രോഗ്രാം കഴിയുന്നതോടെ നിങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം, നിങ്ങളുടെ എല്ലാം കോൺഫിഡൻസ് 10 മടങ്ങായിട്ട് കൂടും. അതിനൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ ഈ ബിസിനസ് കരിയറിൽ ഞാൻ തുടങ്ങിയ സമയത്ത് ഈ ബിസിനസ് എന്താകും, എങ്ങനെയൊക്കെ ചെയ്ത് വിജയിപ്പിക്കണം എന്നൊക്കെ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ട്രെയിനിങ് എടുക്കാൻ പോകുന്ന നമ്മുടെ ലീഡറിന്റെ ഒരുപാട് ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ട്രെയിനിങ്ങിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്: വളരുന്ന ലോകത്ത്, ഡെവലപ്പാകുന്ന രാജ്യങ്ങളിൽ ഡെവലപ്പാകുന്ന ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടാവും. ആ ഓപ്പർച്യൂണിറ്റിയിൽ മുഖ്യധാരയിൽ നിൽക്കാൻ ഒരു അവസരം കിട്ടിയാൽ പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളും വളരും. സോ ഞാനത് വിശ്വസിച്ചു. അതിന്റെ മുഖ്യധാരയിൽ നിൽക്കാൻ, റൈറ്റ് ടൈം റൈറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് ഡയറക്ട് സെല്ലിംഗ് വ്യവസായത്തിൽ വരാനും അതിന്റെ മുഖ്യധാരയിൽ നിൽക്കാനും, ആ ഇൻഡസ്ട്രി വളരുമ്പോൾ അതിൽ കയറി നിന്ന വ്യക്തികളെല്ലാം വളരുന്നത് പോലെ എനിക്കും വളരാൻ സാധിച്ചു. സോ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ശരിക്കും എന്നെ ഈ ബിസിനസ്സിൽ പിടിച്ചു നിർത്തിയത്. എനിക്ക് ഇന്ന് അദ്ദേഹത്തിനെ വെൽക്കം ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് ഞാൻ ജഗദീശ്വരനോട് നന്ദി പറയുന്നു. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സമൂഹത്തോടെ ആ മഹത് വ്യക്തിത്വത്തിനെ, ആ ലെജൻഡിനെ, ആ ഇതിഹാസത്തിനെ ഞാൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ITC പ്ലാറ്റിനം എക്സിക്യൂട്ടീവ് അനീഷ് സാറിനെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുന്നു. സർ, പ്ലീസ് വെൽക്കം. താങ്ക് യു നിതിൻ ബാബു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മള് നിതിൻ സാർ എന്നെ പരിചയപ്പെടുത്തി. എല്ലാവർക്കും കേൾക്കാനും കാണാനും കഴിയുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ക്ലിയർ ആണ്. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് നിതിൻ സാർ എന്നെ പരിചയപ്പെടുത്തി. പേര് അനീഷ് എന്നാണ്. ആലപ്പുഴയാണ് സ്വദേശം. കഴിഞ്ഞ 7 വർഷം അടുത്തായിട്ട് മൈ ലൈഫ് സ്റ്റൈൽ എന്ന നിങ്ങൾ എല്ലാവരും കടന്നു വന്ന ഈ ഒരു വ്യവസായത്തിന്റെ, ഈ ഒരു കമ്പനിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു. ആദ്യമായി തന്നെ വളരെ സ്നേഹപൂർവ്വം ഈ ഒരു കൺക്ലൂഷൻ പ്രോഗ്രാമിലേക്ക്, ഈ ഒരു അവസാന മീറ്റിംഗിലേക്ക്, സാധാരണ നമ്മളുടെ പ്രോഗ്രാമുകളെല്ലാം വരുന്നത്, മിക്കവാറും പ്രോഗ്രാമുകൾ ഒരു താഴത്തെ റാങ്കിൽ നിന്ന് ഏറ്റവും ചെറിയ റാങ്കിൽ നിന്ന് കയറി പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്നത്, അവസാനിപ്പിക്കുന്നത് ഏറ്റവും വലിയ റാങ്കുകാരനായിരിക്കും. ന്യായമായും നമ്മളുടെ ഈ പ്രോഗ്രാമും അങ്ങനെ ഏറ്റവും വലിയ റാങ്കായ റോയൽ ഡയമണ്ട് എക്സിക്യൂട്ടീവായ മുബീൻ സാറോട് കൂടി കഴിഞ്ഞ ആഴ്ച അവസാനിക്കേണ്ട പ്രോഗ്രാം ആയിരുന്നു. പക്ഷേ സാധാരണ പ്രോഗ്രാമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ധാരാളം ഗസ്റ്റുകളെ, അതിഥികളായിട്ടുള്ള ലീഡേഴ്സിനെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രോഗ്രാം ആയതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം ഉള്ളതുകൊണ്ടും ഇന്നത്തെ ഒരു ട്രെയിനിങ് സെഷനേക്കാൾ ഉപരി നമുക്ക് വേണ്ടി ഒരു പക്ഷേ ഞങ്ങളുടെ ഒന്നും നാവിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത വലിയ ഭാഗ്യം ചെയ്ത കുറെ ലീഡേഴ്സ്, അവരുടെ വാക്കുകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവസരം കിട്ടിയിട്ടുണ്ട്. ശരിക്കും കഴിഞ്ഞ ഒരു 9 ആഴ്ച, 10 ആഴ്ച എന്ന് പറയാം, ഒരാഴ്ച നമുക്ക് ചെന്നൈയിൽ ITC മീറ്റിംഗ് ആയതുകൊണ്ട് ഒരാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു. പോയിട്ട് ബാക്കിയുള്ള 9 ആഴ്ച നമുക്ക് 9 സെഷൻസ് നമ്മുടെ ലീഡേഴ്സ് തന്നു. അതിൽ എടുത്തു പറയത്തക്ക രീതിയിൽ ഓരോരുത്തരും ഒന്നിനൊന്നിന് മികച്ചു നിന്ന സെഷനാണ് നമുക്ക് തന്നത്. ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എന്നോട് പ്രധാനപ്പെട്ട കുറച്ച് ലീഡേഴ്സ് ചോദിച്ചിരുന്നു, സാറേ ഇങ്ങനെ 10 ആഴ്ച കൊണ്ട്, 2.5 മാസം കൊണ്ട് നടത്തേണ്ട കാര്യമുണ്ടോ? ഒരു 2 ആഴ്ച കൊണ്ട് ആഴ്ചയിൽ ഒരു 3-4 പ്രോഗ്രാം വെച്ച് നടത്തിയ പോരെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ മറുപടി, ശരിക്കും ഇതിൽ ഓരോ ലീഡേഴ്സും അവരുടെ ഹിസ്റ്റോറി ഉണ്ടാക്കിയിട്ടുള്ളത് 5, 6, 7 വർഷത്തെ അവരുടെ എഫർട്ട് കൊണ്ട്. ആ കിട്ടിയ കാര്യങ്ങൾ നമുക്ക് ഡൈജസ്റ്റ് ആവാൻ, നമുക്ക് ദഹിക്കാൻ തന്നെ മിനിമം ഒരാഴ്ച പിടിക്കും. നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അത് ഉച്ചയ്ക്ക് 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് ഡൈജസ്റ്റ് ആയി മാറി, അപ്പൊ ലഞ്ച് കഴിക്കാറായി എന്ന് പറഞ്ഞാൽ ഈ ലീഡേഴ്സിനെയൊക്കെ നമുക്ക്, നമ്മുടെ പുതിയ ആൾക്കാർക്കൊക്കെ ഡൈജസ്റ്റ് ആയി ഇവർ പറഞ്ഞ പല കാര്യങ്ങളും ഉൾക്കൊണ്ട് വരണമെങ്കിൽ തന്നെ ഒരാഴ്ച പിടിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിന് ഒരു 10 ആഴ്ചത്തെ ഒരു ലൈഫ് കൊടുത്തത്, അല്ലെ 10 ആഴ്ചത്തെ ഒരു നീളം കൊടുത്തത്. അങ്ങനെ എല്ലാ ലീഡേഴ്സും നമുക്ക് വേണ്ടി നമ്മുടെ GCI എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട്, അല്ലെ ഓർഗനൈസേഷനുമായിട്ട് നേരിട്ട് ബന്ധമില്ലാതിരുന്നിട്ട് കൂടി ഒരേ സഹപ്രവർത്തകർ എന്ന രീതിയിലും ഒരേ തൂവൽ പക്ഷികൾ എന്ന രീതിയിലും
ധാരാളം ലീഡേഴ്സ്, അത് മനോജ് സാറിൽ തുടങ്ങി സോമകുമാർ സാറും അതുപോലെ തന്നെ ഗ്രേറ്റ് ഡയമണ്ട് എക്സിക്യൂട്ടീവായ മോഹനൻ സാറ്, യമുന മാഡം, മുബീൻ സാറ്, ബെൽനി സാറ്, അനൂപ് സാറ്, ജയറോ സാറ്, നമ്മുടെ കമ്പനിയുടെ തന്നെ ഏറ്റവും അഭിമാനമായിട്ടുള്ള സലീൽ മാത്യു സാറ്, ഇങ്ങനെ ധാരാളം ലീഡേഴ്സ് അവരുടെ ഒരു പാർട്ട്, അവരുടെ ഒരു ഭാഗം, അവരുടെ ഒരു ലൈഫിന്റെ സ്റ്റോറി. ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് തന്നെ പറയുന്നത് ബി യുവർ ഓൺ സ്റ്റോറി ടെല്ലർ. നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു കഥ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ വലിയൊരു അച്ചീവർ ആകും, അല്ലെങ്കിൽ തിളങ്ങുന്ന ഒരു നക്ഷത്രമാകുന്നവർ. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കഥ ഉണ്ടാക്കാനായി നമ്മൾ ചിലപ്പോൾ 4, 5, 6 വർഷം പേ ചെയ്യേണ്ടി വരും, അല്ലെ 4, 5, 6 വർഷം ശരിക്കും പറഞ്ഞാൽ ഒരു കരിയർ ആയിട്ട്, ഒരു പ്രാണനായിട്ട് ഈ ബിസിനസ്സിനെ ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടി വരും. അപ്പൊ എനിക്ക് മുമ്പ് ഞാൻ പേര് സൂചിപ്പിച്ച ഇത്രയും ഒരു 9 ദിവസം നമ്മളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെയും മുന്നോട്ട് പോക്കിന്റെ ഒക്കെ വലിയ ചിന്തകൾ നമുക്ക് തന്ന ആ മഹാരഥന്മാർക്ക് എല്ലാവർക്കും നമ്മളുടെ GCI എന്ന ഓർഗനൈസേഷന്റെ പേരിലും ഇന്നിവിടെ കൂടിയിട്ടുള്ള നമ്മളുടെ ഫാമിലിയിലെ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെയും ലീഡേഴ്സിന്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി ഓരോ ആൾക്കാർക്കും ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്, അറിയിക്കുകയാണ്. അവരെല്ലാവരും തന്നെ തിരക്കുള്ള ആൾക്കാരായതുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിൽ അവർക്ക് ആർക്കും തന്നെ ന്യായമായും പങ്കെടുക്കാൻ കഴിഞ്ഞോളണമെന്നില്ല, അല്ലെ ന്യായമായും പങ്കെടുക്കാൻ കഴിയില്ല. അപ്പൊ അവരുടെ അസാന്നിധ്യത്തിലും ആ ആളുകൾക്ക് നിറഞ്ഞൊരു കൈയടി കൊടുക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാവണം. എല്ലാവരും നല്ലൊരു കൈയടി അവർക്ക് കൊടുക്കുക. അവര് നമ്മുടെ ഹൃദയം കൊണ്ടുള്ള കൈയടി അവിടെ കേൾക്കട്ടെ. കാര്യം ഞങ്ങൾക്ക് ആർക്കും കിട്ടാത്ത മഹാഭാഗ്യങ്ങളാണ് ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കിട്ടിയത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ബിസിനസ്സിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 1000 രൂപ മൈലേജ് സ്റ്റീലോട് കിട്ടിയ ആളെ എൻ്റെ ആലപ്പുഴ ജില്ലയിൽ എനിക്ക് കാണിച്ചു കൊടുക്കാനില്ലായിരുന്നു. കാര്യം ആ സമയത്താണ് ഈ ബിസിനസ്സിലേക്ക് ഞങ്ങൾ വരുന്നത്. എങ്ങനെ ഈ ബിസിനസ് ചെയ്യണം, എങ്ങനെ ഒരാളെ പ്രോസ്പെക്ട് ചെയ്യണം, എങ്ങനെ ഒരാളെ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ഒരാളോട് സംസാരിക്കണം, എന്തെല്ലാം പറയാൻ പാടില്ല, ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് വീണ് പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് വീഴുന്നതിന് മുമ്പേ നമ്മളെ ഇങ്ങനെ ഒരു കൈ തരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇന്ന് ഈ മീറ്റിംഗ് ധാരാളം വലിയ ലീഡേഴ്സ്, NTC-മാരായിട്ടുള്ള നമ്മുടെ ശ്രീധരൻ സാറും, മലബാറിൽ നിന്നുള്ള ശ്രീധരൻ സാറിനെ എനിക്ക് കാണാം, മിഥുൻ സാറിനെ കാണാം, ധനീഷ് മാധവൻ സാറിനെ കാണാം, നമ്മളുടെ ഗ്രേറ്റ് ചാൾ സാറിനെ കാണാം. ഇങ്ങനെ ധാരാളം ലീഡേഴ്സ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ആദ്യമായിട്ട് ഈ മീറ്റിംഗിൽ കയറിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഈ മീറ്റിംഗിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളും നിങ്ങളെ മാതിരി തുടക്ക സമയത്ത് വലിയ ആശങ്കകളും പ്രശ്നങ്ങളും ഒരു കരയ്ക്ക് എത്തുമോ എന്നുള്ള പ്രതീക്ഷയുമായിട്ട്, അല്ലെങ്കിൽ എന്നുള്ള സംശയവുമായിട്ട് പലപ്പോഴും മടിച്ചിരിക്കുകയും പുറകോട്ട് പോവുകയും ചില സമയങ്ങളിലൊക്കെ ആവേശത്തോടെ ഇറങ്ങി പ്രവർത്തിക്കുകയും പെട്ടെന്ന് ബാക്ക് അടിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ഏതോ നല്ല നിമിഷത്തിൽ ഈ ബിസിനസ് ക്രൈസിസിനിടയിലും പിടിച്ചു നിൽക്കാനും പ്രവർത്തിക്കാനുമുള്ള നല്ല തോന്നലുകൾ മനസ്സിൽ നിറച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഹിസ്റ്ററിയിലെ എൻ്റെ ഒരു കൺക്ലൂഡിങ് പാർട്ട്, അതിന്റെ ഇതൊരു വലിയ ട്രെയിനിങ് സെഷനായിട്ട് എടുക്കാൻ ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലും, പിന്നെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർ ലീഡർമാരെ കൊണ്ടും അവരുടെ കഥ പറയിച്ചിട്ട് നമ്മുടെ കഥ പറഞ്ഞില്ല എന്ന് വേണ്ട. നമ്മുടെ സ്റ്റോറി മിക്കവാറും എല്ലാ ആൾക്കാർക്കും, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്റ്റോറി മിക്കവാറും എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതാണ്. കാര്യം ഞാൻ കുറച്ചും കൂടെ മീറ്റിങ്ങുകളിലൊക്കെ സജീവമായി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എല്ലാ മീറ്റിങ്ങുകളിലും മിക്കവാറും പങ്കെടുക്കാറുണ്ട്. എല്ലാവർക്കും മിക്കവാറും എൻ്റെ അനുഭവങ്ങളൊക്കെ തന്നെ അറിയുകയും ചെയ്യും. എന്നിരുന്നാലും എനിക്ക് തോന്നുന്ന ഒരു 50% ആൾക്കാരെങ്കിലും, ഏകദേശം 10,000-2000-അടുത്ത ആൾക്കാർ യൂട്യൂബും സൂമുമായിട്ട് ഈ മീറ്റിംഗ് ഇന്ന് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പകുതിക്കടുത്ത ആൾക്കാരെങ്കിലും ന്യായമായും ഒരു പക്ഷേ എൻ്റെ എക്സ്പീരിയൻസുകൾ ആദ്യമായി കേൾക്കുകയോ എന്നെ ആദ്യമായി കാണുകയോ ചെയ്യുന്ന ആൾക്കാർ വരെ ഈ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ 1 man is equal to 1 ഇൻഡസ്ട്രി. ഈ ബിസിനസ്സിൽ ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ സത്യം, നിങ്ങളും പേനയും പേപ്പറും ഒക്കെ എടുത്ത് വീഡിയോ ഓൺ ചെയ്ത് സീരിയസ് ആയി ഞാനൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ഇരിക്കുന്നു എന്ന ചിന്താഗതിയിൽ ഇരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കേണ്ട ഒന്നാമത്തെ വാക്കാണ് 1 man is equal to 1 ഇൻഡസ്ട്രി. ഈ പണിക്ക് ഇറങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ്, ഒരു മനുഷ്യൻ ഒരു വ്യവസായ സ്ഥാപനത്തിന് തുല്യമാണ് എന്ന സത്യം ഈ ബിസിനസ് എന്നെ ആദ്യം പഠിപ്പിച്ച പാഠങ്ങളിലൊന്നാണ്. അങ്ങനെയുള്ള കുറച്ച് എക്സ്പീരിയൻസിലൂടെ കിട്ടിയ കാര്യങ്ങൾ. ഒരു പക്ഷെ എനിക്കൊരു അധ്യാപകനായി ജോലി കിട്ടിയാൽ ഞാൻ ആ അധ്യാപന ജോലി ചെയ്യേണ്ടി വരുന്നത് കുറെ ടെക്സ്റ്റ് ബുക്കുകൾ ഞാൻ പഠിച്ചിട്ട് ആ പഠിച്ചത് എൻ്റെ ഗ്രാജുവേഷന്റെ അല്ലെങ്കിൽ എൻ്റെ ഡിഗ്രിയുടെ എൻ്റെ യോഗ്യതയുടെ അകമ്പടിയോടുകൂടി പഠിച്ച കാര്യം കൺവിൻസിംഗ് ആയി അടുത്ത തലമുറയ്ക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്
എൻ്റെ അധ്യാപന ജോലിയുടെ റെസ്പോൺസിബിലിറ്റി. പക്ഷേ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഒരു വ്യക്തിയെ ടീച്ചറെന്നോ ഒരു വ്യക്തിയെ ലീഡറെന്നോ വിളിക്കുന്നതിനപ്പുറത്ത് ഞാൻ ഒരാളെ, ഒരു ലീഡറെ, ഒരു അച്ചീവറെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കോച്ച് എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യൻ ടീമിനെ രാഹുൽ ദ്രാവിഡ് കോച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ രവി ശാസ്ത്രി കോച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പരിശീലിച്ച് തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ പ്രാക്ടിക്കലായി ചെയ്ത് വിജയിപ്പിച്ച ആളുകൾക്ക് മാത്രമേ ഒരു കോച്ചായി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. നമുക്ക് ഒരിക്കലും ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ഒരു ക്രിക്കറ്റ് ടീമിന്റെയോ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടീമിന്റെയോ കോച്ചാകാൻ കഴിയില്ല. ഡയറക്റ്റ് സെല്ലിങ്ങിലും ഇതേപോലെ തന്നെ നിങ്ങൾക്കൊരു കോച്ച് ആവാൻ സാധിക്കണം. ഒരു കോച്ച് ആവാൻ നിങ്ങൾ സാധിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എത്രേ ഉള്ളൂ, ഈ ബിസിനസ് ചെയ്ത് പഠിക്കണം. മാർക്കറ്റിംഗ് തെരുവിൽ നിന്ന് തന്നെ പഠിക്കണം എന്ന് പറയുന്ന പോലെ ഇത് നമ്മൾ ഇരിക്കുന്നതും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതൊക്കെ ഇന്നത്തെ കോവിഡിന്റെ അനുഗ്രഹം കൊണ്ട്. കോവിഡിന്റെ അനുഗ്രഹം എന്ന വാക്കിനെ ഒരു പക്ഷെ ഞാൻ പറയുമ്പോൾ വിരോധാഭാസം നിങ്ങൾക്ക് എല്ലാം തോന്നിയേക്കാം. ഇയാൾ ഒരു മനസാക്ഷി ഇല്ലാത്തവനാണല്ലോ, ഈ ആഗോള മഹാമാരി ഇയാൾ അങ്ങനെ അങ്ങ് വിലയിരുത്തിയല്ലോ എന്ന് വിചാരിക്കണ്ട. കോവിഡ് എന്ന മഹാമാരി വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ലോകത്ത് ഇന്ന് കാണുന്ന പല രാജ്യങ്ങളിലും പല വ്യക്തികളും പല സമൂഹത്തിലെ പല മേഖലകൾക്കും ഉണ്ടായ ദുരന്തങ്ങൾ പോലെ തന്നെ പുതിയ പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷെ നിങ്ങളൊക്കെ ഇന്ന് വീട്ടിലിരുന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് കോവിഡ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാൻ ആദ്യത്തെ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത് ഈ ബിസിനസ് തുടങ്ങി 7 മാസം കഴിഞ്ഞ് ആലപ്പുഴയിൽ നിന്ന് ചെന്നൈ വരെ യാത്ര ചെയ്ത് കഷ്ടിച്ച് തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലി മാത്രം പോയിട്ട് 4-5 മണിക്കൂറിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തത് 2 ദിവസം എടുത്തിട്ട്. എന്നെ കേൾക്കുന്ന സ്നേഹം നിറഞ്ഞ ബഹുമാനരായ നിങ്ങൾക്ക് 2 MB പോലും ചെലവില്ലാതെ ഇന്ന് അന്ന് കേട്ടതിനേക്കാൾ എത്രയോ മനോഹരമായ ട്രെയിനിങ്ങുകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു, എത്രയോ വലിയ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞു. അപ്പം കോവിഡ് ഒരു സൈഡില് ലോകം മുഴുവൻ സംഹാര താണ്ഡവം ആടുകയും മറു സൈഡിൽ കുറെ ആൾക്കാർക്ക് ഇത് അവസരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അവസരങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനും കണ്ടെത്താനും നമുക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്തായാലും ഞാൻ എൻ്റെ ഒരു സ്റ്റോറി വളരെ ചുരുക്കി പറയാം. ഞാൻ ജനിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര നോർത്ത് പഞ്ചായത്തില് വളരെ ഒരു സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചു. വലിയ കുഴപ്പമില്ലാതെ ഞാൻ എൻ്റെ സ്ലൈഡുകളൊന്ന് ഷെയർ ചെയ്യാം. സ്ലൈഡ് ഷെയർ കാണാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാം സാറേ. വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തില് വളരെ പരിമിതമായ സൗകര്യങ്ങൾക്കിടയ്ക്ക് ജനിക്കാനും ആ രീതിയിൽ തുടർന്ന് വളർന്നു വരാനുമുള്ള അവസരം കിട്ടി. ഞാൻ ഈ ബിസിനസ്സിൽ വരുമെന്നും ഇതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നും ഒന്നും അന്ന് അറിയാത്തതുകൊണ്ട് ചെറുപ്പകാലത്തെ നല്ല ഫോട്ടോകളൊന്നും എടുത്തു വെക്കാൻ പറ്റിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു വെച്ചാൽ നാളെ മൈലേജ് സ്റ്റൈലിലും ഡയറക്ട് സെല്ലിങ്ങിലും അച്ചീവർ ആവാൻ കാണിക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ആകെ എനിക്ക് അവൈലബിൾ ആയ ഒരു ഫോട്ടോ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് വളരെ എനിക്ക് തോന്നുന്നു വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു ഫോട്ടോ. ഞാൻ ജനിച്ച് 18 വർഷം താമസിച്ച വീടാണ് നിങ്ങൾ കാണുന്നത്. ഈ വീട് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഈ വീടിന്റെ ഒരു 4-5 വർഷം മുമ്പ് ഞാൻ പോയി എടുത്ത ഫോട്ടോയാണിത്. അല്ലാതെ ഞാൻ താമസിച്ചപ്പോൾ ഈ വീട് ഇങ്ങനെ ആയിരുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ചത്. പഠിക്കാനൊന്നും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം തെറ്റില്ലാണ്ടൊക്കെ പോവായിരുന്നു. പക്ഷെ നന്നായി പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. മാതാപിതാക്കള് അവരുടെ കഴിവിന്റെ പരമാവധി എഫർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് മാക്സിമം മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കി. ഞാൻ എൻ്റെ ശരിയായ എക്സ്പീരിയൻസ്, പച്ചയായ എക്സ്പീരിയൻസ് പറഞ്ഞാൽ പണ്ട് സിബി മലയിൽ സാറിന്റെ ഒരു സിനിമ ഇറങ്ങിയത് ഞാൻ ഓർക്കുന്നുണ്ട്, ആകാശദൂത് എന്ന് പറഞ്ഞൊരു സിനിമ. ആ സിനിമ ആലപ്പുഴ വീരയ്യ തിയേറ്ററിൽ സിനിമ കാണാൻ കയറുമ്പോൾ ടിക്കറ്റ് കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു തൂവാലയും കൂടെ, ഒരു ടവലും കൂടെ കൊടുക്കുമായിരുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ ആ സിനിമ കാണുന്ന ആളുകൾ എല്ലാവരും തന്നെ വലിയ രീതിയിൽ കരഞ്ഞുകൊണ്ടാണ് തിയേറ്ററിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്ന സമയത്ത് അപ്പൊ ഒരു തൂവാല കൊടുത്ത് വിട്ടു എന്ന് പറഞ്ഞ പോലെ ശരിയായ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളിൽ പല ആൾക്കാർക്കും ഒരു പരിധി കൂടുതൽ അത് സങ്കടം ഉണ്ടാകാനും, എനിക്ക് മുമ്പ് പോയ ആൾക്കാരും എല്ലാവരും തന്നെ, എനിക്ക് മുമ്പ് സംസാരിച്ച മോഹൻ സാർ ആയാലും മനോജ് സാർ ആയാലും മുബിൻ സാർ ആയാലും മിക്കവാറും എല്ലാ ആൾക്കാരും തന്നെ വലിയ പ്രശ്നങ്ങളിലൂടെ തുടക്കകാലം പിന്നിട്ട ആൾക്കാരാണ്. അവരുടെയൊക്കെ ജീവിതത്തിന്റെ തുടക്ക കാലഘട്ടം വലിയ ക്രൈസിലൂടെയാണ് പോയത്. അതുകൊണ്ട് തന്നെ ഞാനും അത്തരത്തിൽ ഒരു പരിധി കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അതിന്റെ ഒരു യാഥാർത്ഥ്യം ഇതാണ്,
നമ്മുടെ ലൈഫിൽ ഒരു പരിധി കൂടുതൽ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിലേക്ക് വലിയ വിജയത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നുള്ളത് എൻ്റെ അനുഭവം പ്രകാരം എനിക്കറിയാം. എല്ലാ കാര്യങ്ങളും അറിയുന്നൊരു ആളെന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ വലിയ പ്രതിസന്ധിയിലൂടെ പോകുമ്പോഴേ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾക്കും നേടേണ്ട അവസരങ്ങൾക്കും ഒരു മധുരം കൂടും. എന്തായാലും ഞാനിങ്ങനെ ജനിച്ചു വളർന്നു കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മുമ്പോട്ട് പോയി. 10ാം ക്ലാസ് പരീക്ഷ 1998 പാസ്സായി. 98 എൻ്റെ SLC ബുക്കിന്റെ ഇതാണ്. ഫസ്റ്റ് ക്ലാസ്സിന് വളരെ കുറച്ച് മാർക്കോടുകൂടി മിസ്സായി. മാർക്ക് ലിസ്റ്റ് ഒക്കെ ഇപ്പുറത്തുണ്ട്, നിങ്ങൾക്ക് കാണാം. സാധാരണ ഇത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പോളിടെക്നിക്കലൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ കോഴ്സിന് ശേഷം, പുറത്തിറങ്ങിയതിന് ശേഷം, 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രോപ്പറായ ഒരു ഡയറക്ഷൻ, കൃത്യമായ ഒരു ദിശാബോധം തരാൻ കഴിയുന്ന രീതിയിലുള്ള ബന്ധുക്കളോ ഒരു പരിധി കൂടുതൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ ഒരു എല്ലായ്പ്പോഴും ഒരു സപ്പോർട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതുവരെ പഠിപ്പിച്ചത് തന്നെ വലിയ കാര്യം. ഇനി അങ്ങോട്ടും ആവുന്ന പോലെ പഠിപ്പിക്കാം. അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന മാതാപിതാക്കളെ കണ്ടോണ്ടാണ് ഓരോ ദിവസവും നമ്മൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ട്യൂഷന് പോലും എനിക്ക് 10ാം ക്ലാസ്സിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു വിഷയം മാത്രം, ഒരു കണക്ക് മാത്രം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സഹോദരി പറഞ്ഞു തരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു 4-5 മാസം ഒക്കെ കോഴ്സുകളൊക്കെ നോക്കി ഒന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു അമ്മാവൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾക്ക് വളരെ ചെറുപ്പത്തിലെ ജോലി ആവശ്യമുണ്ട്. സാധാരണ എല്ലാവരും പഠിക്കുന്ന പോലെ ദീർഘകാലം പഠിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നിനക്കില്ല. അതുകൊണ്ട് നീ ഒരു ജോലിക്ക് ശ്രമിക്കണം. അതിന് പറ്റുന്ന എന്തെങ്കിലും ടെക്നിക്കൽ കോഴ്സ് പോകണമെന്ന് പറഞ്ഞു. ഞാനൊരു ടെക്നിക്കൽ കോഴ്സ് പോയി. ഗവൺമെന്റ് ITIയിൽ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ടെക്നിക്കൽ കോഴ്സിന് പോയി. അവിടെ ചെന്നു, എല്ലാം കൊടുത്തു. ആദ്യം കിട്ടിയൊരു കോഴ്സ്, ശരിക്കും പറഞ്ഞാൽ ആ കോഴ്സ് കിട്ടിയപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടാൻ വലിയ പാടാണ്. കിട്ടുന്നതിനൊക്കെ തന്നെ പൊക്കോളം. അങ്ങനെ ആദ്യം കിട്ടിയ കോഴ്സ് എന്ന രീതിയിൽ മെക്കാനിക് ട്രാക്ടർ എന്ന ഒരു ട്രേഡ് എനിക്ക് കിട്ടി. എന്ന് പറഞ്ഞാൽ നമ്മൾ പാടത്ത് നില ഉഴുന്ന ട്രാക്ടറിന്റെ മെക്കാനിസം ആണ് കിട്ടിയത്. എന്തായാലും ആ കോഴ്സിൽ കയറി ഒരു 3-4 മാസം മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ്, പഠിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ITIയിൽ തന്നെ 2 തരം കോഴ്സുകളുണ്ട്. 2 തരം കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മെട്രിക് കോഴ്സും ഉണ്ട്, നോൺ മെട്രിക് കോഴ്സും ഉണ്ട്. ഈ മെട്രിക് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായവർക്ക് മാത്രമേ പറ്റൂ. നോൺ മെട്രിക് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പോകാത്തവർക്കും പറ്റും. ഇതാണ് ഞാൻ അവിടുന്ന് മനസ്സിലാക്കിയ കാര്യം. അപ്പൊ 3 മാസം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ കയറി ഇരുന്നേക്കുന്നത് 10ാം ക്ലാസ് പാസ്സാകാത്ത ആൾക്കാരുടെ കൂട്ടത്തിലുള്ള, അല്ലെ 10ാം ക്ലാസ് പാസ്സായവരൊക്കെ തന്നെയാണ് ഉള്ളതെങ്കിലും 10ാം ക്ലാസ് ഒരു യോഗ്യത അല്ലാത്ത കോഴ്സിലാണ് ഞാൻ ചെന്ന് കയറിയേക്കുന്നത്. ഇത് 3 മാസം കഴിഞ്ഞ് ഇനിയിപ്പോ തിരിച്ചു വരാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. ആ കോഴ്സ് എന്തായാലും പഠിച്ചു. 1.5 കൊല്ലം അതിന്റെ പുറകെ അങ്ങ് തള്ളി. 2 കൊല്ലം. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞിറങ്ങി. ഇനി അടുത്തത് വരുമാനമാണ്. അല്ലാണ്ട് അതിനടുത്തൊരു പഠനം ശരിക്കും പറഞ്ഞാൽ എൻ്റെ പാഠ്യപദ്ധതിയിൽ ഇല്ല. അടുത്ത എന്തെങ്കിലും പോണം. അത്യാവശ്യം നല്ല മാർക്കൊക്കെ, കുഴപ്പമില്ലാത്ത മാർക്കും കൂടി അത് പാസ്സായി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു സ്ഥാപനത്തില്, ഞാൻ ഇടയ്ക്ക് വീഡിയോ ഷെയർ ഒന്ന് ഓഫ് ചെയ്ത് ഓക്കെ. അങ്ങനെ ഇരിക്കെ ഒരു സ്ഥാപനത്തില് ഒരു അപ്രന്റീസ് ട്രെയിനി ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. ആ സ്ഥാപനത്തിന്റെ പേര് കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. ഈ സ്ഥാപനത്തിൽ അമ്പലപ്പുഴയിൽ ഇവർക്ക് പുതിയൊരു ഒരു ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഒരു ഓഫീസ് വരുന്നു. ആ ഓഫീസിൽ ട്രെയിനി ആയിട്ട് പോകാൻ അവസരം കിട്ടി. ട്രെയിനി ആയിട്ട് പോകാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ സ്റ്റൈഫൻഡ് ആണ് 2 വർഷത്തേക്ക്. ആദ്യ വർഷത്തെ സ്റ്റൈഫൻഡ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 960 രൂപ. ഒരു മാസം 960 രൂപയ്ക്ക് ഞാൻ ഒരു വർഷം അവിടെ ജോലി ചെയ്തു. അത്യാവശ്യം നല്ല അധ്വാനമുണ്ട്. എന്ന് വെച്ചാൽ ഈ ട്രാക്ടറും ടില്ലറും ഒക്കെ പണിയണം. സാധാരണ ആൾക്കാരെക്കാൾ വ്യത്യസ്തമായിട്ട് ഞങ്ങളിത് സർക്കാർ ഈ ചെങ്ങന്നൂർ കോളേജ് പഠിച്ചുകൊണ്ട് തന്നെ സ്കൂളിൽ അവിടുത്തെ പഠിച്ചുകൊണ്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നന്നായി പഠിക്കുന്ന കുട്ടികളൊക്കെ കുഴപ്പമില്ലാണ്ട് പോകും. പക്ഷെ അവിടെ വളരെ 10-20 വർഷം മുമ്പാണ് റാഗിങ്ങിനൊക്കെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. അവിടെ ആരോ റാഗ് ചെയ്ത് കൊല്ലുക വരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ചെന്ന വർഷം തന്നെ എന്നെ ഇവര് റാഗ് ചെയ്യാൻ നോക്കി. ഞാനിപ്പോ മദ്യമോ സിഗരറ്റോ ഒന്നും ഉപയോഗിക്കില്ല. പക്ഷെ ഞാൻ ചെന്ന പാടവൻ ഇവർ എന്നെ അങ്ങ് റാഗ് ചെയ്തു. ഇവരെന്നെ റാഗ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് അത് കഞ്ചാവാണെന്നാണ്. എന്നെ നിർബന്ധപൂർവ്വം ഒരു വലിപ്പിക്കാൻ നോക്കി. അപ്പം എന്റെ ദേഹത്തൊക്കെ കയറി ഇരുന്ന്, വലിയ പ്രായമുള്ള ചേട്ടന്മാരൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ മേളിലൊന്നും കയറി ഇരിക്കണ്ട, ഈ സാധനം വലിക്കാനാണെങ്കിൽ ഇനി തന്നാ മതി, ഞാൻ വലിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രാവശ്യം ഇത് വലിച്ചപ്പോ തന്നെ എന്റെ റിലേ ഫുള്ള് പോയി, ഒരു ബോധമില്ലാതായി. പക്ഷെ ഞാനൊന്നും വെളി കാണിച്ചില്ല. സ്ഥിരമായിട്ട് ഇത് വലിക്കുന്ന ആളെ പോലെ അങ്ങ് ഇരുന്നു. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പിറ്റേ ദിവസം തൊട്ട് എന്നെ കൂടെ കൂട്ടി. പിന്നീട് ഞാൻ പറഞ്ഞു, ഇന്ന് എനിക്ക് വേണ്ട, നാളെ മതി എന്ന് പറഞ്ഞ് ഈ സാധനം ഒന്നും ഉപയോഗിക്കാതെ ഒരു വിധത്തിലാണ് അവിടെ ആ ഒരു 2 കൊല്ലം കഴിച്ചു കൂട്ടിയത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു മോശം സാഹചര്യത്തിലൂടെ വന്നു. അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കി. ഈ ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിൽ ഇന്റർവ്യൂ കഴിഞ്ഞു. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതിൽ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടി. 960 രൂപ ശമ്പളം. 2000-2001 സമയത്ത്. അങ്ങനെ
960 രൂപ സാലറിയിൽ അവിടെ ജോലി കയറി. അവിടുത്തെ ചെങ്ങന്നൂർ പോയി വലിയ കാര്യമായിട്ട് മെക്കാനിക്സ് ഒന്നും പഠിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും ഏതെങ്കിലും ഒരു മെഷീൻ അഴിക്കുകയോ ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 3-4 ബോൾട്ടോ നട്ടോ ഒക്കെ മിച്ചം വരും. ഞങ്ങളൊരു 3-4 ആൾക്കാരുണ്ട് ട്രെയിനിങ്. അത് 2 പേര് ചെങ്ങന്നൂർ എന്നുള്ളതാണ്. ഞങ്ങൾ 2 പേരും ഇതുപോലെ തന്നെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് മിച്ചം വരും എന്നുള്ളതുകൊണ്ട് തന്നെ അവർ ഞങ്ങളെ വലുതായിട്ടുള്ള ജോലികളൊന്നും ഏൽപ്പിക്കണം. അങ്ങനെ ഇരിക്കെ കുറേശ്ശെ കാര്യങ്ങളൊക്കെ അവിടുന്ന് പഠിച്ച് പതുക്കെ ഒരു 2ാമത് വർഷത്തിലേക്ക് എത്തി. അപ്പൊ 2ാമത് വർഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ കോഴ്സ് തീരാറായി. എനിക്ക് ഭയമായി തുടങ്ങി. മാസം 1000 രൂപയാണെങ്കിലും ചെറിയ ഒരു വരുമാനം കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിന് വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ വരെ പോയി തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലിയും കഴിഞ്ഞ് മാസം ഒരു 10-600 രൂപ വരെയൊക്കെ കിട്ടും. ഇന്നത്തെ 2,10,000 ഒന്നും ഒരു വിലയൊന്നും അന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത. അപ്പൊ ഈ ചെറിയ വരുമാനത്തിൽ 2 കൊല്ലം ജീവിച്ചു. ഈ 2 വർഷം കൊണ്ട് 2ാമത് വർഷമായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആഗ്രഹം വന്നു സ്വാഭാവികമായിട്ട് എന്തെങ്കിലുമൊക്കെ പാർട്ട് ടൈം ആയിട്ട് പഠിക്കണം. അപ്പൊ ഇതിനിടയ്ക്ക് തന്നെ അതിന്റെ ട്രെയിനിങ്, അപ്രന്റീസ്ഷിപ്പിന്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ് കൂടാണ്ട് തന്നെ ആ ട്രെയിനിങ്ങിന്റെ ആ പീരീഡ് കഴിയാറായപ്പോഴത്തേക്കും ഞാൻ പോയി +1 ചേർന്നു. ശനിയും ഞായറും മാത്രം അതിന്റെ ക്ലാസ്സിന് പോകും. ശനിയും ഞായറും ക്ലാസ്സിന് പോയി. അങ്ങനെ +1 ഒരു വിധത്തിൽ എഴുതിയെടുത്തു. +1 എഴുതിയെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ രാവിലെ തൊട്ട് ഒരു 4-5 മണി വരെയൊക്കെ ഈ വർക്ക്ഷോപ്പിലാണ്. ഗ്രീസൊക്കെ പോരണ്ട് കൈയുമായിട്ടൊക്കെയാണ് പോകുന്നത് വൈകുന്നേരം. അങ്ങനെ പോയി ഒരു വിധത്തിൽ ഇത് എഴുതി പിടിപ്പിച്ച് ഒപ്പിച്ച് +1 കഴിഞ്ഞു, +2 കഴിഞ്ഞു. അപ്പം അത്രയൊക്കെ ആയി. എൻ്റെ കൂടെ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയ കുറെ ആൾക്കാരും ഒക്കെ അപ്പം +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ ചേർന്നിട്ടേ ഉള്ളൂ. ഞാനപ്പോൾ 2 വർഷം ജോലിയൊക്കെ ചെയ്തു. അവർ ഡിഗ്രിക്ക് പഠിക്കുന്നു, ഞാൻ 2 വർഷം ജോലിയൊക്കെ ചെയ്തു. കുറച്ചുകൂടെ ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്കായി. ജീവിതത്തിൽ പൈസയുടെ വിലയെക്കുറിച്ചൊക്കെ എനിക്ക് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ബോധ്യപ്പെട്ടു. പക്ഷെ പിന്നീട് മുമ്പോട്ട് പോലും വലിയ ബുദ്ധിമുട്ടായി. ഒരു ജോലിയെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചു. അപ്പം ശനി ഞായർ മാത്രം കോളേജ് പഠിക്കാൻ പോയാൽ മതി. ഓപ്പൺ സ്കൂളിന് കായംകുളത്തുള്ള ഒരു ടീച്ചർ, വളരെ നന്ദിപൂർവ്വം ഞാൻ അവരെ ഓർക്കുന്നു, മുബീന എന്നാണ് അവരുടെ പേര്. അവരെനിക്ക് ഞാൻ എന്റെ അവസ്ഥയൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അനീഷെ നോട്ടൊക്കെ ഞാൻ ഞായറാഴ്ച എടുത്ത് വെച്ചേക്കാം, ശനിയാഴ്ച വരണമെന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ടീച്ചർ അവരുടെ നന്ദിയും അവരുടെ സ്നേഹത്തിനും അല്ലെങ്കിൽ അവരുടെ ഒരു കരുതലിന് മുമ്പിൽ ഇന്നും ഞാൻ അവരെ ഓർക്കുന്നു. 20 വർഷങ്ങൾക്ക് ശേഷവും അവരങ്ങനെ ശരിക്കും ഒരു പേഴ്സണൽ കോച്ചിങ് തരുന്ന പോലെ അവർ ഞായറാഴ്ച ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഞാൻ എൻ്റെ വേറെ സുഹൃത്തുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വിജയിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട +2 പാസ്സായതിൽ അവർക്ക് വലിയ റോളുണ്ട്. അങ്ങനെ അതിനുശേഷം ഒരു ഇന്റർവ്യൂ, എന്തെങ്കിലും ഒരു ജോലി വേണം. അങ്ങനെ ഇരിക്കുക ഒരു പത്രത്തിൽ നോക്കുമ്പോഴത്തേക്കും ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞൊരു കൊറിയർ കമ്പനിയിൽ കൊച്ചിയിൽ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചേക്കും. കൊറിയർ ബോയ് ആയിട്ട് പോകാൻ, കൊറിയർ കൊണ്ട് കൊടുക്കാൻ. ഇപ്പം മിന്ത്രയിലും നമ്മുടെ ആമസോൺകാരനൊക്കെ വരുന്ന പോലെ കൊറിയർ കൊണ്ട് കൊടുക്കാൻ. അതെങ്കിൽ അത് വളരെ ചെറിയ ശമ്പളമാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ആലപ്പുഴയിൽ നിന്ന് ദീർഘദൂരം ട്രെയിൻ കയറി കൊച്ചിക്ക് പോയി. അതുവരെ ഞാൻ ആലപ്പുഴയിൽ നിന്ന് ചെറിയ ദൂരമൊക്കെ ട്രെയിനിൽ കയറി പോയിട്ടുള്ളൂ. അങ്ങനെ കൊച്ചിക്ക് ട്രെയിനിൽ കയറി പോയി. കൊച്ചിയിൽ പോയി ഈ ഇന്റർവ്യൂ കഴിഞ്ഞു. അപ്പൊ ഇന്റർവ്യൂവിന് ഞാൻ ചെന്ന് എൻ്റെ ഡ്രസ് കോഡും ഒക്കെ വളരെ മോശമാണ്. നല്ല പാൻറ്റോ നല്ല ഷൂസോ ഇന്നത്തെ കണക്കത്തെ ലൂയിസ് ഫിലിപ്പിന്റെ അകമ്പടി ഒന്നും വന്നില്ല. ആകെ ഉള്ളത് തേച്ച് മിനുക്കി ഉള്ളതൊക്കെ ഒപ്പിച്ചിട്ട് പോയേക്കുക. അങ്ങനെ ചെന്ന് ആ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴേക്കും ആ ഇന്റർവ്യൂ ചെയ്ത ആള് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എല്ലാം നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങാറായപ്പോഴത്തേക്കും എനിക്കൊരു ഒരു ആദ്യം വെപ്രാളമൊക്കെ ഉണ്ടല്ലോ. ഞാൻ ചോദിച്ചു, സാറേ ജോലി കിട്ടാൻ വല്ല സാധ്യതയുണ്ടാ? അപ്പൊ പുള്ളി പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് വലിയ ഉറപ്പില്ല, നിന്റെ ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ട് സെലക്ട് ചെയ്യുമെന്ന് ഉറപ്പില്ല, എന്തായാലും ഞാൻ വിളിക്കാം, നീ വിളിക്കേ എന്നൊക്കെ പറഞ്ഞു. അത് മൊബൈൽ ഫോണൊന്നും ഇല്ല. അങ്ങനെ ഞാൻ ഉറപ്പിച്ചു, കിട്ടുമായിരിക്കും, ഇങ്ങനൊരു കാരണം തോന്നിയാൽ ജോലി തരുമായിരിക്കും, എന്താണ് കൊറിയർ കൊണ്ട് കൊടുക്കാനാ എന്നൊക്കെ വിചാരിച്ച് നാട്ടിൽ വന്നു. 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞിട്ട് വിളിയൊന്നും ഇല്ല. 5ാമത്തെ ദിവസം ഞാൻ വീണ്ടും വിളിച്ച് ഞാൻ ഇദ്ദേഹത്തെ തന്നെ ലൈനിൽ കിട്ടി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അന്നേ പറഞ്ഞില്ലേ നിനക്ക് ഞങ്ങളുടെ കമ്പനിയിൽ ആ ജോലിക്ക് പറ്റിയ ഒരു ലുക്ക് ഇല്ല എന്ന് പറഞ്ഞു. സത്യമാണ്. അന്ന് എന്റെ കവളുകളൊക്കെ ഇങ്ങനെ ഒട്ടി വല്ലാത്ത ഒരു രൂപമാണ്. അയാളെ തെറ്റു പറയാൻ പറ്റില്ല. മാനുഫാക്ചറിങ് ഡിഫക്ട് എന്ന് പറയുന്ന കണക്ക് എനിക്ക് എന്നെ തന്നെ കണ്ണാടി നോക്കുമ്പോഴത്തേക്കും അത്ര ഇഷ്ടപ്പെടാത്തൊരു കാലോ. അങ്ങനെ അപ്പൊ മാനസികമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങ് ഡൗൺ ആയി. അതായത് ഒരു കൊറിയർ കൊണ്ട് കൊടുക്കാൻ പോലും കഴിവില്ലാത്തവനായി ഞാൻ അതപ്പതിച്ചല്ലോ ദൈവമേ എന്ന് ആലോചിച്ച് സത്യം പറഞ്ഞാൽ 2-3 ദിവസത്തേക്ക് ഞാൻ ആകെ അങ്ങ് തകർന്നു. എന്റെ വീടിന്റെ തൊട്ടടുത്ത് നല്ലൊരു ലൈബ്രറി ഉണ്ട്, കേരളത്തിലെ ഏറ്റവും മികച്ച ലൈബ്രറി ആയിട്ട് 1949 ലൈബ്രറി. ആ ലൈബ്രറി പോയി ഞാൻ കുറെ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച് വായിച്ചു. വേറെ പണിക്കൊന്നും പോകത്തില്ല, ആകെ ക്രിക്കറ്റ് കളിക്കാൻ പോകും. അല്ലാണ്ട് വേറെ പണി എന്ന് പറഞ്ഞ ബുക്കൊക്കെ വായിച്ച് എം മുകുന്ദന്റെയും മാക്സിം ഗോർക്കിയുടെ പരിഭാഷയൊക്കെ വായിച്ച് ആകെ ടെൻഷൻ അടിച്ച് അന്തർമുഖനായിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്നൊരു 3-4 മാസം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഞാനും എന്റെ സുഹൃത്തുക്കളോ സഹോദരനൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ബിസിനസ്സുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അതൊക്കെ നഷ്ടത്തിൽ കലാശിച്ചു, എല്ലാം പോയി. അങ്ങനെ പതുക്കെ ഇത് കഴിയുമ്പോഴത്തേക്കും എന്നോട് ഒരാൾ പറഞ്ഞു,
ഈ സഹകരണ ബാങ്കിൽ സെക്രട്ടറി ആകാനായിട്ട് ഒരു കോഴ്സ് ഉണ്ട്, അല്ലെ സഹകരണ ബാങ്കിൽ ജോലിക്ക് വേണ്ടി JDC HDC എന്നൊക്കെ പറയും, ചേർത്തല ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, നീ അയക്കാൻ പറയും. അപ്പൊ അങ്ങോട്ടെങ്കിൽ അങ്ങോട്ട് 3 മണിക്കൂറോ 4 മണിക്കൂറോ അങ്ങോട്ട് ക്ലാസ് ഉള്ളൂ എന്ന് പറയും. അപ്പം അവിടെ പോയി ടീച്ചറിനെ സോപ്പിട്ട് ക്ലാസ്സിൽ പോയില്ലെങ്കിലും പഠിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ നേരെ അവിടെ ചെന്നു, സംഭവം എല്ലാം കൊടുത്തു, കറക്റ്റായിട്ട് കിട്ടി. അതായത് 1-1.5 വർഷത്തെ കോഴ്സേ ഉള്ളായിരുന്നു. അങ്ങനെ അതും കിട്ടി. അപ്പൊ ചുരുക്കി പറഞ്ഞാല് 2004, 2005 ഒക്കെ ആയപ്പോഴേക്കും ഞാൻ നോക്കിയപ്പം പരസ്പരം ഒരു ബന്ധവും ഇല്ലാത്ത കുറെ കോഴ്സുകൾ ഞാൻ പഠിച്ചു. ട്രാക്ടർ നന്നാക്കാൻ പഠിച്ചു, +2 പഠിച്ചു, പിന്നെ സഹകരണ ബാങ്കിൽ പോകാൻ പഠിച്ചു. ജോലി നോക്കി കൊറിയർ കമ്പനി ജോലിക്ക് പോയി നടക്കത്തില്ലെന്ന് അറിഞ്ഞു. കുറെ ബിസിനസ്സും കിട്ടി, അതൊക്കെ തുടങ്ങി, എല്ലാം പൊട്ടി. നേരത്തെ കാണിച്ച വീടും വിറ്റ് വാടക വീട്ടിൽ പോയി തകർന്ന തരിപ്പണമായി, ഒന്നിനും കൊള്ളാത്തവരുന്ന് മുദ്ര കുത്തി. മരണ വീട്ടിൽ ചെന്നാൽ പോലും ആളുകൾ വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരവസ്ഥ. കല്യാണ വീട്ടിലൊക്കെ പിന്നെ അറിയാലോ. ഈ ഒരു മാനസികാവസ്ഥയിലോട്ട് ആകെ തകർന്ന തരിപ്പണമായി നിൽക്കുകയാണ്. ചുറ്റുമുള്ള ആൾക്കാർ, നമ്മൾ ഈ ശുഭിത യൗവനം എന്നൊക്കെ പറയുന്നത്, ചുറ്റുമുള്ള ആൾക്കാരെ കാണുന്ന കലിപ്പ, കാശുള്ള ബന്ധുക്കളെ, അത്യാവശ്യം സ്ഥിതിയുള്ള സുഹൃത്തുക്കളൊക്കെ കാണുന്നതൊക്കെ നമുക്ക് എന്തോ അപകർഷതാബോധത്തിന്റെ ഉത്തുംഗ ശൃംഗത്ത് കയറിയിരിക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കാൻ തോന്നുമ്പോഴേക്കും, അത് ചെറിയ പ്രായമാണെങ്കിൽ പോലും നമ്മളോടൊപ്പം പഠിച്ച ഒരു കൂട്ടുകാരൊക്കെ നല്ല ബൈക്ക് വാങ്ങിച്ച് ഓടിച്ചുകൊണ്ട് നടക്കുന്നു, നല്ല ഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്നു, നല്ല ഷൂസ് ഇട്ടുകൊണ്ട് പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് തോന്നുകയും, വീട്ടിലേക്ക് നോക്കുമ്പോൾ കഠിനമായി അധ്വാനിക്കുകയും തങ്ങളുടെ കഴിവിന്റെ പരമാവധി നോക്കിയിട്ടും എന്താ പറയണ്ട, കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കഷ്ടപ്പെടുന്ന കുടുംബവും കൂടെ കാണുമ്പോഴേക്കും ഒന്നും പറ്റാത്ത ദൈവത്തോട് പറയും, ദൈവം വല്ലാത്തൊരു പ്രൊഡക്ഷൻ തന്നെ ആയിപ്പോയി, വളരെ മോശം പ്രൊഡക്ഷൻ ആയിപ്പോയി എന്ന് സ്വയം പരിതപിക്കുന്ന ഒരു സമയം. അങ്ങനെയാണ് 2004, ശരിക്കും 2004 കഴിഞ്ഞു 2005 തുടക്കത്തിൽ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ JDC പഠിച്ചതിന്റെ ഒരു സർട്ടിഫിക്കറ്റ്. ഇതെല്ലാം കഴിഞ്ഞു. 2004 കഴിഞ്ഞ് 2005 കാലം എത്തിയപ്പോഴേക്കും ശരിക്കും ഞാനും എന്റെ സഹോദരനും കൂടെ ചെറിയ ഫാർമ ഡിസ്ട്രിബ്യൂഷനൊക്കെ 10-25,000 രൂപ കടം വാങ്ങിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ച് ഫാർമ ആയുർവേദ പ്രൊഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് ഉള്ള ഡോക്ടർമാരെല്ലാം പോയി കണ്ട്, അവിടെയും ആൾക്കാർ കളിയാക്കി ന്യായമായിട്ട്, എന്താണ് ലാടവൈദ്യന്മാർ വന്നു, ചേട്ടനും അനിയനും ലാടപ്പണിയും കൊണ്ട് ഇറങ്ങി എന്നൊക്കെയാ പറയുക. എന്തായാലും ആവശ്യക്കാരന് ഔചിത്യം ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു നാണം ഇല്ലാണ്ട് ഇഷ്ടംപോലെ ആൾക്കാരെ പോയി കണ്ടു. അങ്ങനെ ആ മേഖലയിൽ പതുക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയി വന്നപ്പോഴാണ് ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ ബിസിനസിനെ കുറിച്ച് ആദ്യമായി കേൾക്കുന്നത്. എന്നെ ആദ്യമായിട്ടൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ മീറ്റിംഗ് ഒരാൾ പങ്കെടുപ്പിക്കുകയും പതുക്കെ ഈ ബിസിനസ് എപ്പോഴോ എന്റെ മനസ്സിൽ ഞാൻ അറിയാണ്ട് പതിയുകയും ചെയ്തു. എന്നാൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഈ ഒരു കമ്പനി, ഈ ഒരു പ്രൊഡക്റ്റ് ഇത്ര അനുകൂലമായ സാഹചര്യങ്ങളൊന്നുമല്ല. ഇതേ സമയത്ത് തന്നെ ഞങ്ങൾ ഇവിടെ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ ബന്ധപ്പെട്ട് ഇത്തരം ബിസിനസ്സുകളൊക്കെ പക്ക ഇല്ലീഗലാണെന്നും തെറ്റാണെന്നും പ്രചരിപ്പിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായി സത്യം ബോധ്യപ്പെട്ടപ്പോഴേക്കും ഞാൻ പതുക്കെ ഈ ബിസിനസിന്റെ ആളായിട്ട് മാറി. അങ്ങനെ ഈ ബിസിനസ് ഏറ്റെടുക്കുകയും ഡയറക്ട് സെല്ലിംഗ് എന്ന ബിസിനസ് എന്നെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ഡയറക്ട് സെല്ലിംഗ് വഴി ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് കയറി ശരിക്കും പറഞ്ഞാല് ആ ഒരു തുടക്കത്തെ ഒരു 4-5 വർഷം വീട്ടിൽ കയറാതെ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്യുകയും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുകയും ഒന്നൊന്നായിട്ട് നേടുകയൊക്കെ ചെയ്തു. അങ്ങനെ വന്ന് 2010-11 കാലഘട്ടമായപ്പോഴേക്കും ഡയറക്ട് സെല്ലിംഗ് രംഗത്ത് തട്ടിപ്പ് കമ്പനികൾ ധാരാളം കടന്നു വരികയും കേരള സർക്കാർ ഇവിടുത്തെ മുഴുവൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെയും പ്രവർത്തനം നിർത്തിവെപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി വീണ്ടും ഞങ്ങളുടെ കാര്യം കട്ടപ്പോയായി. എന്ന് വെച്ചാൽ വരുമാനമൊക്കെ നഷ്ടപ്പെട്ട് ആകെ പ്രതിസന്ധിയിലേക്ക് പോകുന്നൊരു അവസരമാണ്. അങ്ങനെ മറ്റ് ട്രഡീഷണൽ ബിസിനസ്സുകൾ, അതായത് ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് കേൾക്കുന്ന ആൾക്കാരെല്ലാം കേൾക്കുക, ഞാൻ റെസ്റ്റോറന്റ് ബിസിനസ് ചെയ്തു, ട്രേഡിംഗ് കമ്പനി നടത്തി, ഇതൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പം ഈ ഡയറക്ട് സെല്ലിംഗ് മേഖല ഏകദേശം മൊത്തം കുളമായതിനു ശേഷം, ഇനി മുമ്പോട്ട് പോകാൻ കഴിയാത്ത ശേഷം, ഒരു സൈഡില് ഞങ്ങൾ ഇതിന്റെ നിയമനിർമ്മാണത്തിന്, അതായത് ഞങ്ങൾ ഇത്രയും കാലം ചെയ്ത ബിസിനസ് ശരിയായ ഒരു ബിസിനസ് ആണെന്ന് അറ്റ്ലീസ്റ്റ് നമ്മുടെ കുടുംബക്കാരെങ്കിലും ബോധിപ്പിക്കണം എന്നൊരു വാശി ഉള്ളതുകൊണ്ട് ഒരു സൈഡ് ഞങ്ങൾ ഇതിന് നിയമനിർമ്മാണത്തിന് വേണ്ടി ശക്തമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പൊ മൈലേജ് സ്റ്റൈൽ എന്ന് പറഞ്ഞ കമ്പനി ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയിട്ടില്ല. 2014 ഞാൻ മൈലേജ് സ്റ്റൈലിൽ വരുന്നത്. 2012, 2013 ഒക്കെ ഒരു സൈഡിൽ ഞങ്ങൾ കാറ്ററിംഗിന്റെ വർക്കും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും ഒക്കെ ഓടിക്കുകയും മറു സൈഡിൽ ഡയറക്ട് സെല്ലിങ്ങിന് ഈ സംസ്ഥാനത്ത് നിയമം ഉണ്ടാക്കാൻ, കാര്യം എനിക്കറിയാം ഞാൻ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കൊറിയർ ബോയ് ആകാൻ പോലും കഴിയാത്ത സ്ഥലത്തു നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ തന്ന ഒരു ഇൻഡസ്ട്രിയാണ്, എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയും, നിനക്ക് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ് എന്നെ ഞാൻ വിചാരിക്കുന്ന ഉയരങ്ങളിൽ എത്തിക്കും എന്ന ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് പതിയെ ഞാൻ എത്തുകയും ഈ ബിസിനസ് ശരിയാക്കാൻ എന്നാലാവുന്നത് ഞാൻ ചെയ്യുമെന്ന് തീരുമാനിക്കുകയും കൂട്ടത്തോടെ ഞങ്ങൾ ധാരാളം ആൾക്കാർ, നമ്മുടെ മലബാറിൽ നിന്നൊക്കെയാണ് ബെല്ലി സാർ അടക്കമുള്ള ആൾക്കാർ ആ സമയത്ത് വളരെ ശക്തമായി മുമ്പിൽ നിന്ന ആൾക്കാർ. ഞങ്ങൾ വാഹന പ്രചരണ ജാഥയും മറ്റ് പല സമരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഡൽഹിയിലും
ഇങ്ങ് തിരുവനന്തപുരത്തൊക്കെയാണ് 8-10 ദിവസം പലപ്പോഴും നിരാഹാരം വരെ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാട് ആ സമയത്തുണ്ടായി. എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ഇത്തരം കുറെ സമര സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് ഗവൺമെന്റ് ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി പ്രത്യേക നിയമം പിന്നീട് ഉണ്ടാക്കുകയും ഇന്ന് കാണുന്ന ലെവലിലേക്ക് ഈ ബിസിനസ് മാറുകയും ചെയ്തു. അങ്ങനെ 2014 ആയപ്പോഴേക്കും ഞാൻ മൈ ലൈഫ് സ്റ്റൈൽ വന്നു. വരാൻ കാരണം വേറൊന്നുമല്ല, ഞാൻ എപ്പോഴും മീറ്റിംഗ് പറയുന്ന കണക്ക് തന്നെ എന്റെ റെസ്റ്റോറന്റ് പൂട്ടി, എന്റെ ട്രേഡിംഗ് കമ്പനി പൂട്ടി, ഇനി എന്തെങ്കിലും ഒരു ഈ സാധനം ശരിയാക്കി എടുത്തിട്ട് വേണം. നമ്മൾ പറയും ഈ ബൈക്കൊക്കെ കംപ്ലൈന്റ് ആയി കിടക്കുമ്പോൾ ഈ ബൈക്ക് റെഡിയാക്കി എടുത്തിട്ട് വേണം ഇതേ കയറി കാശ്മീർ ടൂർ പോകാൻ എന്ന് പറഞ്ഞ കണക്ക് ഡയറക്ട് സെല്ലിംഗ് ഇവിടെ കൂപ്പൂത്തി കിടക്കുക. ഇതിനെ ശരിയാക്കി എടുക്കണം. എന്നിട്ട് വേണം ഒരു പക്ഷേ നിങ്ങളൊക്കെ ഇപ്പൊ ഏറ്റവും പാടെന്ന് വിചാരിക്കുന്ന ഈ ടീം ഡെവലപ്മെന്റും മറ്റു പരിപാടികളും എല്ലാം നടത്തി ഈ ബിസിനസ്സിനെ ശരിയാവണ്ണം ചെയ്യാനായിട്ട്. അങ്ങനെ ആദ്യം ഇതിന് നിയമപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മുമ്പ് നിൽക്കുകയും വളരെ ശക്തമായി പ്രവർത്തിക്കുകയും അങ്ങ് കാസർഗോഡ് തൊട്ട് പാറശാല വരെയൊക്കെ 25-30 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിന്നുള്ള യാത്രയാണ്. ഓരോ സ്ഥലത്തും ഓരോ ജംഗ്ഷനിലും ഇങ്ങനെ കവലപ്രസംഗമൊക്കെ നടത്തി. അന്ന് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും പുള്ളിക്ക് എഗൈൻസ്റ്റ് ആയിട്ടായിരുന്നു ആ സമയത്ത്. രാഷ്ട്രീയമോ മറ്റു കാരണങ്ങളോ ഒന്നുമല്ല. ഈ ബിസിനസ്സിന് ഒരു നിയമം ഉണ്ടാക്കണം, അതിന് സർക്കാർ ഇടപെടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അങ്ങനെ കൃത്യമായ കുറെ പ്രവർത്തനങ്ങളുടെ, ഒത്തിരി ആൾക്കാരുടെ പ്രവർത്തനങ്ങളുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായി സർക്കാർ ഈ ബിസിനസ്സിന്, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിന് ഇന്ന് കാണുന്ന രൂപത്തിലേക്കുള്ള നിയമനിർമ്മാണങ്ങളുടെ തുടക്കമായി. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരുപോലെ വന്നു. പിന്നീട് ഞാൻ പഠിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത്, ഡയറക്ട് സെല്ലിംഗ് ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങളിൽ കത്തിപ്പടർന്നിട്ടുണ്ടോ ആ രാജ്യങ്ങളിലെല്ലാം ചുരുങ്ങിയ 2-3 വർഷം ഇതുപോലെ ഈ ബിസിനസ് ഒന്നും അല്ലാണ്ടായി കിടന്നിട്ടുണ്ട്. പിന്നീടാണ് ശക്തമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവുകയും ഇന്ന് കാണുന്ന രീതിയിലേക്ക് ലോക രാജ്യങ്ങളിൽ പല രാജ്യങ്ങളെ സമ്പന്നമാക്കുന്നതിൽ വലിയ കോൺട്രിബ്യൂഷൻ ഈ മേഖല കൊടുത്തു. അങ്ങനെ ഞങ്ങളും ബിസിനസ്സിലേക്ക് ശക്തമായിട്ട് ആക്റ്റീവായിട്ട് ഇറങ്ങി. ഇത് 2014 സമയങ്ങളിലാണ്. ഈ ബിസിനസ് ഞാൻ തുടങ്ങുമ്പോൾ ഉള്ള സമയത്തുള്ള ഫോട്ടോയാണ്. അന്നും കേരളത്തിൽ ഈ ബിസിനസ്സിന് പ്രത്യേക നിയമമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലാണ് പോയി ആദ്യം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. തമിഴ്നാടെന്ന് പറയുമെങ്കിലും കേരളത്തിന്റെ ബോർഡാണ്. നാഗർകോവിൽ, മാർത്താണ്ഡം, തക്കല തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ആകെ 16 പ്രൊഡക്റ്റ് അന്ന് മൈ ലൈഫ് സ്റ്റൈലിലുള്ളൂ. ഈ പ്രൊഡക്റ്റുകൾ കൊണ്ട് റീറ്റെയിൽ ചെയ്യും. ഒരു പരിചയം ഇല്ലാത്തടത്ത് കൊണ്ട് റീറ്റെയിൽ ചെയ്യും. വളരെ ചങ്കൂറ്റത്തോടെ ധൈര്യത്തോടെ അറിയാവുന്ന തമിഴ് വെച്ചിട്ട് അങ്ങ് കാച്ചും. അങ്ങനെ ഈ പ്രൊഡക്റ്റുകൾ പതുക്കെ റീറ്റെയിൽ ചെയ്യും. നിങ്ങൾ ആ ഫോട്ടോയുടെ പുറകെ കാണുന്നത് കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ കാണാം. വളരെ പരിതാപകരമായ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോയി പയ്യെ കുറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ വന്നു. നിങ്ങൾ ഇവിടെ കാണുന്ന തെക്കൻ കേരളത്തിൽ നടന്ന ആദ്യത്തെ ഒരു സ്റ്റാർ ആൻഡ് അബൂ ടീമിന്റെ മീറ്റിംഗ് 2016 2017 ആ ഒരു സമയമാണ്. 2017 ആയിട്ടും ഇന്നത്തെ പല NTC-മാരെയും മിഥുൻ കുമാറിനെയും അതുപോലെ തന്നെ RTC ലീഡേഴ്സ് അച്ചുവിനെയും ഇവിടെ കാണുന്ന ഒരു വലിയ തല നമ്മുടെ ഒരു CTC ലീഡറാണ് ഏറ്റവും പുറകെ കാണുന്നത്, ശരൺകുമാർ. അങ്ങനെ തെക്കൻ കേരളത്തിൽ ഈ ഒരു ടീം വളരെ ശക്തമായി നിതിൻ ബാബു സാർ അടക്കമുള്ള ആൾക്കാരുടെ ടീം ഡെവലപ്പ് ചെയ്യുകയും വടക്കൻ കേരളത്തിൽ ബെല്ലി സാറിന്റെയും ശൈലേഷ് സാറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു വലിയ ടീം അവിടെയും ഡെവലപ്പായി. കേരളത്തിന് പുറത്തും അതിശക്തമായി ബിസിനസ് കയറി തുടങ്ങി. നിങ്ങളോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ മൈ ലൈഫ് സ്റ്റൈലിന്റെ പ്രൊഡക്റ്റോ ബാക്കി കാര്യങ്ങളോ എല്ലാം പഠിച്ചു. ആ കൂട്ടത്തിൽ ഇച്ചിരി സമയം എടുത്ത് ആദ്യം പഠിക്കേണ്ടത് ഇതിന്റെ കോമ്പൻസേഷൻ പ്ലാനാണ്. ഈ കമ്പനി എങ്ങനെ ആഴ്ചയെ വരുമാനം തരുന്നു? ഒരു പേനയും പേപ്പറും എടുത്ത് വേണ്ടി വന്നാൽ 1-2 മണിക്കൂർ ഇരുന്നിട്ടായാലും ശരി ആ കോമ്പൻസേഷൻ പ്ലാൻ ഒന്ന് പഠിക്കണം. എന്റെ ഉറക്കം കളഞ്ഞതും സകല പ്രതിസന്ധികളെയും തട്ടിത്തെറിപ്പിച്ച് ഈ ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു രൂഢമൂലമായ തീരുമാനം ഞാൻ എടുക്കാനുള്ള കാരണമൊക്കെ ഈ കോമ്പൻസേഷൻ പ്ലാൻ എനിക്ക് മനസ്സിലായി. നന്ദന സിനിമയിൽ നവ്യ നായർ പറയുന്ന പോലെ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞാണ് ഈ കോമ്പൻസേഷൻ പ്ലാൻ പ്രകാരം എന്റെ ലൈഫ് രക്ഷപ്പെടുമെന്നുള്ള സത്യം എനിക്ക് ബോധ്യപ്പെട്ടു. ആ ഒരു കാര്യം ബോധ്യപ്പെട്ടതിന് ശേഷം അതെനിക്ക് വേറെ മറ്റാൾക്കാരുടെ സപ്പോർട്ടോ അകമ്പടിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു സത്യം നമുക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ അങ്ങ് ഇറങ്ങി നിൽക്കുക എന്നുള്ളതാണ്. ഇതിലൂടെ എനിക്കൊരു ലൈഫ് കിട്ടും. ഈ പറഞ്ഞ സീലിംഗ് ഇൻകം ഒക്കെ എപ്പോഴും അല്ല 2020 എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചാണ് 2014, 2015, 2016 ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് 2015 ഒരു ദിവസം ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, ഇങ്ങനെ പോയാൽ 2020 ആകുമ്പോഴേക്കും നമ്മുടെ 30 ലക്ഷം രൂപയുടെ കടം തീരും. പുള്ളിക്കാരി ചിരിച്ചു. കാര്യം കഴിഞ്ഞ 6 വർഷമായിട്ട് 2009 എന്റെ കല്യാണം, 6 കൊല്ലമായി ഇവരിത് കേൾക്കുന്നത്. ഇപ്പൊ തീരും നാളെ തീരും എന്നൊക്കെ പറഞ്ഞു. ഉട്ടോപ്യൻ ആശയങ്ങളുടെ ഉപജ്ഞാതാവായിട്ടാണ് ഇവരെന്നെ വിലയിരുത്തിയിരുന്നത്. പിന്നെ എന്തുകൊണ്ടോ അവരുടെ വലിയ മനസ്സുകൊണ്ട് കുറ്റപ്പെടുത്തുകയോ പുറത്തു പറയുകയോ ചെയ്തിട്ടില്ല. അപ്പൊ അവരിങ്ങനെ ചിരിച്ചു. എത്ര കേട്ടു, മറ്റേ ഇതിലും വലുത് ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ് എന്ന് വിയറ്റ്നാം കോളനി പറയുന്ന പോലെ അവരിങ്ങനെ ചിരിച്ചു. ഇതിലും വലുത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാനിത് കേട്ടു, ഇത് ബോധ്യപ്പെട്ടു, ഇറങ്ങി പ്രവർത്തിച്ചു. കുറെ ആൾക്കാർ നോ പറഞ്ഞു. നോ പറഞ്ഞവരുടെ കണക്കൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. യെസ് പറഞ്ഞത് തന്നെ കുറെ ആൾക്കാർ യെസ് പറഞ്ഞു. യെസ് പറഞ്ഞവരെ കൂടെ കൂട്ടി. ഒരു കാര്യം ഉറപ്പാണ്, യെസ് പറഞ്ഞവന്റെ 10 ഇരട്ടി ആൾക്കാർ നോ പറഞ്ഞിട്ടുണ്ട്.
നമുക്ക് എസ് വേണ്ടതുകൊണ്ട് നമ്മൾ എസ് മാത്രം ഫോക്കസ് ചെയ്തു. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഉച്ചയ്ക്ക് നിങ്ങൾ ലഞ്ചിന് മീൻ കൂട്ടി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് വേണ്ടത് മീനിന്റെ മുള്ളല്ല, അതിനകത്ത് മാംസമാണ്. നമ്മൾ ആ മുള്ളു മാറ്റി വെക്കും, മാംസം എടുത്ത് കഴിക്കും. ശരിയാണോ അല്ലയോ? ഇതേപോലെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ്. ഞാൻ അടുക്കളയിൽ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി കേട്ടോ. നമുക്ക് എന്ത് വേണമെന്നുള്ളതാണ് പ്രധാനം. നിങ്ങൾ മുള്ളാണോ കഴിക്കേണ്ടത് അതോ മാംസമാണോ കഴിക്കേണ്ടത്, നമ്മൾ ഡിസൈഡ് ചെയ്താൽ മതി. എന്തും ഈ ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ് പോകുന്നത്. എനിക്ക് വേണ്ടത് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറായി. എനിക്ക് വേണ്ട ആളുകളെ പതുക്കെ 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 എനിക്ക് കിട്ടി. 100 കണക്കിന് ആൾക്കാരോട് പ്ലാൻ പറഞ്ഞു. ഉച്ചയെ കഴിയുമ്പോഴത്തേക്കും കിളി കരയുന്ന പോലെ, ശബ്ദമില്ല. 5ഉം 6ഉം പ്ലാൻ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് തീരും. രാവിലെ 6 മണിക്ക് തുടങ്ങുന്നു. ഒരു 2 മണി 3 ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ കമ്പനിയുടെ പേര് എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഗാംഭീര്യത്തോടെ ഈ കമ്പനിയുടെ പേര് മൈലേജ് എന്നും പറയാൻ കാണൂല. എത്രയോ വീടുകളിൽ പോയിരുന്ന് പ്ലാൻ പറഞ്ഞ് വീഡിയോ ഒക്കെ ഇട്ട് കാണിക്കും ആൾക്കാർ. സാറേ ഇത് ഞങ്ങളുടെ കമ്പനിയുടെ ആ പ്രൊഡക്റ്റ് ലോഞ്ചാണ്, ഇത് DB അനന്തനാരായണാണെന്ന് പറഞ്ഞ് വീഡിയോ കാണിക്കും. ഉറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്ത് വെക്കും. ഒരു 5 മിനിറ്റ് അവരിരുന്ന് വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അവർ വിളിച്ചു പറയും, ഏത് മീറ്റിംഗ് കേൾക്കുന്ന ഗസ്റ്റ് വിളിച്ചു പറയും, സാറേ പരിപാടി കഴിഞ്ഞു, ബാക്കി പറയാം എന്ന് പറയാൻ. നമുക്ക് അത്രയും ക്ഷീണമാണ്. അതായത് അങ്ങേ എക്സൈറ്റ്മെന്റിന്റെ അങ്ങേ അറ്റമാണ്. ഒരു പക്ഷെ ഇപ്പൊ എനിക്ക് അത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കില്ല. കാര്യം എന്റെ ആദ്യത്തെ ആവശ്യം അതുപോലായിരുന്നു, എന്റെ അത്യാവശ്യം അതുപോലായിരുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുക, ദൈവം നമ്മളെ പല മീറ്റിങ്ങിലും പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയാണ്. ദൈവം നമ്മളെ ചിലപ്പം ഈ ഓണാട്ടുകര ഭാഗത്തൊക്കെ, കായംകുളം അതുപോലെ തന്നെ മാവേലിക്കര ഭാഗത്തൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഈ ഭാഗത്ത് മണ്ണ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് അതുള്ളത്. ഈ കുളം വെട്ടുന്നത് നമ്മൾ മണ്ണെണ്ണയൊക്കെ ഒഴിക്കുന്ന ചോർപ്പ് പോലെ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ചരിച്ചു വിട്ടു കുളം, ഇങ്ങനെ റൗണ്ടില് കുളം വിട്ടു. ആ കുളത്തിന്റെ സൈഡിൽ കൂടെ ഒരാൾക്ക് നടന്നു പോകാൻ പറ്റത്തില്ല. നടന്നു പോയാൽ ഉറപ്പാണ് ഇയാൾ വെള്ളത്തിൽ വീഴും. ശരിയല്ലേ ഉണ്ണികൃഷ്ണ സാറേ? ഉണ്ണികൃഷ്ണ സാറ് അടൂരുകാരനാണ്. അടൂരൊക്കെ അതുപോലത്തെ ചെറിയ കുളങ്ങളുണ്ട്. നടന്നു പോയാൽ വെള്ളത്തിൽ വീഴും, ബാലൻസ് തെറ്റും. അതിനെന്തോ ഒരു പേര് ഞാൻ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, അത് മറന്നുപോയി. അപ്പോ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, ഓടുക. ഓടിക്കഴിഞ്ഞാൽ ബാലൻസ് തെറ്റാതെ കുളത്തിന്റെ സൈഡിൽ കിടന്ന് എത്ര വേണേ ഓടാം. നടന്ന ബാലൻസ് തെറ്റി വീഴും. ദൈവം നമ്മളെ അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തും. ചിലപ്പോൾ നമ്മുടെ 25 വയസ്സിലായിരിക്കും, ചിലപ്പോൾ 35 വയസ്സിലായിരിക്കും, ചിലപ്പോൾ 45 വയസ്സിലായിരിക്കും. അവനവന്റെ ഭാഗ്യം പോലെ ചിലപ്പോൾ 55 വയസ്സിലായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. നിന്നാൽ നിങ്ങൾ ഉരുട്ടി വീഴും. ഓടിയാലേ പറ്റുള്ളൂ എന്നുള്ള സമയമുണ്ട്. ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഒരു പക്ഷെ ഇത്രായിരം ആൾക്കാരിൽ എത്ര പേര് അങ്ങനെ ഓടേണ്ടവരുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഓടേണ്ടവരാണ്, നിന്ന കുളത്ത് വീഴുവാൻ. അതുകൊണ്ട് ഓടറാ ഓട്ടവാ. വേറെ ഒരു ഈഗോ ഇല്ല, കോംപ്ലക്സ് ഇല്ല, ടെൻഷൻ ഇല്ല, നെഗറ്റീവ് ഇല്ല, പോസിറ്റീവ് ഇല്ല, അല്ലെങ്കിൽ അനാവശ്യമായ ചിന്തകളൊന്നുമില്ല. ഒരൊറ്റ ഓട്ടവാ. എനിക്കൊരു സത്യം മനസ്സിലായിട്ടുണ്ട്. ചെറിയ പ്രായത്തിലെ ദൈവത്തിനോട് കടപ്പെട്ടിരിക്കുന്നവനാ. കാര്യം എന്താ? നിനക്ക് നീ മാത്രമേ ഉള്ളൂ, നിന്റെ തീരുമാനം, നിന്റെ ജീവിതം എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി. ആ സത്യം ബോധ്യപ്പെട്ടതിന് ശേഷം പിന്നൊറ്റ കാര്യമുള്ളൂ, അതിനോട് നീതി പുലർത്തുക. എനിക്ക് നിങ്ങളോടും പറയാനുള്ള അതേ ഉള്ളൂ. ഒരു കാര്യം ബോധ്യപ്പെട്ട പിന്നെ നീതി പുലർത്തുക. അതാണ് അടുത്ത പോയിന്റ്. അങ്ങനെ ഇറങ്ങി അങ്ങ് ഓടി. ഇതിന്റെ ചുറ്റും ഓടി 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 കുറെ കഴിഞ്ഞപ്പോഴേക്കും ആ കുളത്തിന്റെ സൈഡ് നിന്നിട്ടാണോ അതോ നമ്മൾ ഓടി മേളിൽ കയറിയിട്ടാണോ അറിയത്തില്ല, നമ്മുടെ ലൈഫ് പതുക്കെ അങ്ങ് സെറ്റായി. 2014 ആ ഓട്ടം കഴിഞ്ഞ് 2015 2016 ഒക്കെ ആയപ്പോഴേക്കും ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ബിസിനസ് പോയി. ഞാൻ കൂടുതലും കേരളവും തമിഴ്നാടും പരമാവധി ബാംഗ്ലൂർ വരെയൊക്കെയാണ്, അല്ല കർണാടക വരെയാണ് ഞാൻ ഈ ടീം ഡെവലപ്മെന്റ് ഒക്കെ പോകുന്നത്. വല്ലപ്പോഴും വർഷത്തിൽ 1-2 പ്രാവശ്യം ഡൽഹിക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എന്റെ സഹോദരൻ ഒരു വർഷത്തിന്റെ നല്ല സമയവും കേരളത്തിന് വെളിയിൽ പോയി ഭാഷയൊന്നും അറിയാത്തടത്ത് പല സ്ഥലത്തും ആസാമിലും തേജ്പൂരിലും അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് അതിന്, വേറെ ഒന്നിനുമില്ല. ഞങ്ങളുടെയൊക്കെ പിള്ളേരുടെ പേര് ടീച്ചറിനൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിനൊക്കെ ആ ടൈമിങ്ങിനാണ് വരുന്നത്. വിളിക്കുമ്പോൾ എവിടെയോ ഫോളോ അപ്പ് ഇരിക്കുമെന്നാ പറയുന്നത്. ആ ടൈമിങ്ങിന് വരുക. വീട്ടിലെ കാരണവന്മാരൊക്കെ അങ്ങ് ചൂടാവുക. നിങ്ങൾ സമയത്ത് എവിടെ പോയി കിടക്കുകയാണ്, കൊച്ചിന് പേരിടാറായില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പൊ അത്ര പ്രാധാന്യം, ഫസ്റ്റ് പ്രിഫറൻസ് ഈ ബിസിനസ്സിന് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉള്ളിൽ തട്ടി പറയുന്നത് കേട്ടോ, വെറുതെ നിങ്ങളെ സന്തോഷിപ്പിക്കാനോ സീരിയസ് ആക്കാനോ. ഇത് ചെയ്തവന് കിട്ടും, അല്ല കിട്ടൂല എന്നുള്ളൂ. അല്ലാണ്ട് കൃത്രിമമായൊരു മോട്ടിവേഷനും ഞാൻ തയ്യാറല്ല. അപ്പോ അങ്ങനെ ഒരു എഫർട്ട് 2014 2015 2016 ഒരു 16 മണിക്കൂർ വരെയൊക്കെ അങ്ങ് ഓടി അങ്ങ് പ്രവർത്തിച്ചു. അതിന്റെ ഫലം കൃത്യമായി കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളെക്കാൾ ആവശ്യക്കാരായ, ഞാൻ നേരത്തെ പേര് പറഞ്ഞ ലീഡേഴ്സിനെ പോലെ ഇഷ്ടംപോലെ ആൾക്കാർ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും നമ്മുടെ ഓർഗ് 1-ലും 2-ലും അവരുടെ ബിസിനസ് എന്ന രീതിയിൽ തന്നെ ഏറ്റെടുത്തുകൊണ്ട് കയറിയിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വെച്ചടി കയറ്റമായിരുന്നു. ഇത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ, നമ്മളിപ്പോ ഹൗസ് വിസിറ്റ് എന്നൊക്കെ പറയുന്ന കണക്ക് ഒരു ഓഫീസ് വിസിറ്റ് ഞങ്ങൾ നടത്തിയത് 2014 2015 നമ്മുടെ ചാൾസാറ്
തെക്കൻ കേരളത്തിൽ ഞങ്ങൾ ആദ്യം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. ഞാൻ ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും അതായത് നമ്മൾ ഒരു അച്ചീവ്മെന്റും ഇല്ലാതെ 1000 രൂപ പോലും കിട്ടാത്ത സമയത്ത് ചെന്ന് പറഞ്ഞപ്പോൾ അനീഷ് അനുഭവം അല്ലേ ഇരിക്കട്ടെ 10,000 എന്ന് പറഞ്ഞ് ആദ്യം പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഞങ്ങളുടെ പേയ്മെന്റ് തന്ന ആൾക്കാർ ഒരാളാണ്. അന്നതിന് ശേഷം സാർ അന്ന് കായംകുളത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സാറ് കായംകുളത്ത് റെയിൽവേക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്ന വകുപ്പിന്റെ സ്പെഷ്യൽ തഹസീൽദാരായിരുന്നു. അപ്പൊ സാറിന് കുറച്ച് സമയമൊക്കെ ഉണ്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ. പക്ഷെ നിർഭാഗ്യവശാൽ ബിസിനസ് തുടങ്ങി എനിക്ക് തോന്നുന്നു 1-2 ആഴ്ചക്കുള്ളിൽ സാറിന് കോതമംഗലം തഹസീൽദാരായിട്ട് സ്ഥലമാറ്റം കിട്ടുകയും സാർ ഇവിടുന്ന് പോവുകയും ചെയ്തു. ഞങ്ങളപ്പം പൂത്താൻകെട്ട് അണക്കെട്ടിന്റെ മേളിൽ നിൽക്കുക എന്ന് വെച്ചാൽ കോതമംഗലത്ത് പാർട്ട് ടൈം ആണ്, സാർ അവിടെ സ്ഥിര താമസം. പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് സാറിനെ അവിടെ, അതായത് ഞങ്ങളൊക്കെ പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടെന്ന് വളരെ കുറവാണ്. കോതമംഗലത്ത് ഇരുന്ന ആൾ ഒരാൾ പോസിറ്റീവ് പറയുന്നുണ്ട്. അതുകൊണ്ട് സാറിനെ ഓഫീസിൽ പോയി കണ്ട് അവിടെ ഇരുന്ന് സാറിന് ചെറിയ ചിരി ഇരിക്കുന്നുണ്ട്. ചിലർക്ക് കണ്ടാൽ ഒരു വളിച്ച ചിരിയാ. കാര്യം എന്താ, ഓഫീസിൽ നിന്ന് വട്ടം പിടിച്ചോണ്ട് വന്നേക്കുക, ഉച്ചയ്ക്ക് രാവിലോട്ട് ഇരിക്കുക. അപ്പൊ സാറ് തോന്നുക ഇവരുടെ കൂടെ ചെന്നില്ല എങ്ങനെ ശരിയാവുക, നാട്ടിൽ നിന്ന് ഇവിടം വരെ വന്നല്ലേ. അങ്ങനെ സാറ് ഞങ്ങളോട് വന്ന് അണക്കെട്ടൊക്കെ കണ്ട് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ടാണ് പിരിഞ്ഞത്. അതായത് ഒരാളെ സീരിയസ് ആക്കാനുള്ള, അതായത് 2018 ശേഷം എന്റെ NDC എന്റെ സീലിംഗ് അച്ചീവറും ഈ ടീമിൽ ഏറ്റവും വലിയ ലീഡറായിട്ട് വളരാൻ പോകുന്ന ഒരാളെ 2015 നമ്മൾ പോയി ഹൗസ് വിസിറ്റ് നടത്തിയെ കുറിച്ചാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, നമ്മൾ ഇന്ന് എടുക്കുന്ന എഫർട്ട് പലതും ചൈനീസ് ബാമ്പ് കണക്കാണ്. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇതിന്റെ ഫലം വരുന്നത്. ആ അർത്ഥത്തിൽ അങ്ങനെ ഒത്തിരി വർക്കുകൾ തുടക്കത്തിൽ വളരെ കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരുടെ സപ്പോർട്ടും കരുതലും കരുണയൊക്കെ ആ സമയത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചലപതി സാറ്, ബോബി സാറ്, ഇപ്പൊ എല്ലാം നന്നായി പോകുന്നു, എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്. 10-30 ഫ്രാഞ്ചൈസി ഉണ്ട്, എല്ലാ സംവിധാനം ഉണ്ട്. ഈ സമയമൊന്നും അല്ലാത്ത വളരെ മോശം സമയം, ഒരു ഫ്രാഞ്ചൈസി പോലും ഈ കേരളത്തിൽ ഇല്ലാത്ത സമയം, ആ സമയത്ത് ഇവരൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് കയ്യും കണക്കുമില്ല. വളരെ കരുതലോടെ വേണ്ട എല്ലാ, ഇന്ന് ശരിയാ എന്താ പറയാ, വിളിച്ചു ചോദിക്കും സാറേ കൊച്ചി ഓഫീസ് എന്നാ വരുന്നേ, ഇപ്പൊ വരും സാറേ എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ചോദിക്കും സാറേ ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ, ഉടനെ വരും സാറേ, പിന്നെയും പറയും. അപ്പൊ എന്തുകൊണ്ടോ ദൈവാനുഗ്രഹം പോലെ, ഒരു പക്ഷേ മറ്റുള്ള ആൾക്കാരാണ് അങ്ങനെ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് വേറെ അങ്ങ് പോകാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇവർ പറയുന്നതൊക്കെ ഞാനങ്ങ് വിശ്വസിക്കും, ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കും. ഇപ്പൊ വരും എന്ന് പറഞ്ഞാൽ വരും സാറേ, വരട്ടെ. ഈ ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അങ്ങനെ 2014 തൊട്ട് വന്ന് 2015 മുഴുവൻ വന്നു, 2014 മുഴുവൻ പോയി, 15 മുഴുവൻ പോയി, 16 ആദ്യത്തെ സ്റ്റോർ വരുന്നത്. ഒരു സ്റ്റോറുമായിട്ട് ഏതാണ്ട് 1 കൊല്ലത്തോളം മൈലേജ് എസ്റ്റേറ്റ് കേരളത്തിൽ പ്രവർത്തിച്ചു. ആ ഒരു സമയത്തിന് ശേഷമാണ് പതുക്കെ പല സ്റ്റോറുകൾ വന്നു. ഇത് നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൈലാസ് സാർ ഇതുപോലെ തന്നെ വലിയ കടപ്പാടുള്ള ഒരു വ്യക്തിയാണ്. വലിയ കടപ്പാടെന്ന് പറഞ്ഞാൽ തീർത്താ തീരാത്ത, നമ്മൾ എഫേർട്ട് എടുത്തിട്ടും നമ്മൾ കഷ്ടപ്പെട്ടിട്ടും ഒക്കെയാണ് ഈ കമ്പനി നമുക്ക് കാശ് കിട്ടുന്നത്, യാതൊരു സംശയമില്ല. നമ്മൾ ബിസിനസ് വോളിയം കൊടുക്കുന്നതുകൊണ്ടാണ് എല്ലാ കമ്പനികളെയും പോലെ തന്നെ ഈ കമ്പനിയും കാശ് തരുന്നത്. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഒരു കോർപ്പറേറ്റ് കമ്പനി എന്നതിനപ്പുറത്തോട്ട് ഹൃദയം കൊണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതെനിക്ക് മനസ്സിലായ സന്ദർഭങ്ങൾ ഇഷ്ടം പോലെ. അത് പുതിയ ഡിസ്ട്രിബ്യൂട്ടർമാർ കൂടുതൽ ഉള്ളതുകൊണ്ട് ഞാൻ അത് പറഞ്ഞ് സമയം കളയുന്നില്ല. ലീഡേഴ്സിന്റെ മീറ്റിങ്ങിലൊക്കെ ഞങ്ങളത് പറയാറുണ്ട്. ഒത്തിരി അനുഭവങ്ങളുണ്ട്. ആ തരത്തിൽ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മാനേജ്മെന്റ്. ഇപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ ഋഷഭ് ചന്ദൻ, മീൻസ് നെക്സ്റ്റ് ജനറേഷൻ മാനേജ്മെന്റ് വക്താക്കളാണ്. ഇതെല്ലാം നമ്മുടെ ജീവിക്കുന്ന ദൈവം പ്രവീൺ സാർ. ഇദ്ദേഹത്തിന്റെയൊക്കെ ഒരു വിഷൻ, 2 വാക്ക് മതി നമുക്ക് 2 വർഷം ഓടാൻ. അങ്ങനെ ഓടിയിട്ടുണ്ട് ഞങ്ങൾ ആ 2 വാക്കിന്റെ ബലത്തിൽ. അങ്ങനെ ചില ആളുകൾ കുറച്ച് പറഞ്ഞാൽ മതി, ആ പറയുന്നത് നമുക്ക് ലൈഫ് ടൈം മുഴുവൻ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇത് ഇത്തവണ ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ ITC മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോയാണ്. ഇങ്ങനെ ഒത്തിരി ആളുകളുടെ കൃത്യമായ ഇടപെടൽ, ഇൻഫ്ലുവൻസ്, സ്വാധീനം എന്ന് പറയും. സ്വാധീനം, നമ്മൾ സ്വാധീനം ഉണ്ടാക്കുന്നത് അവരറിഞ്ഞുകൊണ്ട് പോലുമല്ല. അവരൊരു കാര്യം ചെയ്യുന്നു, നമുക്ക് അതിലൊരു സ്വാധീനം ഉണ്ടാകുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. അങ്ങനെ ഇവരുടെയൊക്കെ കരുതലും സപ്പോർട്ടും, നമ്മളോടൊപ്പം വന്ന 100 കണക്കിന് 1000 കണക്കിന് ലീഡേഴ്സ് ഇത് അവരുടെ ബിസിനസ്സായി കണ്ട് ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് തുടക്കം തൊട്ട് ഇങ്ങോട്ട് ഒത്തിരി പറഞ്ഞ സമയമൊന്നും കളയുന്നില്ല. ഒരു KSRTC സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റ് പാസഞ്ചർ ഓർഡിനറി ബസ്സും ഒക്കെ മാത്രം കയറി നടന്ന് ബൈക്കിലും എൻ്റെ ഒരു പഴയ കാറും ഒക്കെ മാത്രമായിട്ട് ബിസിനസ് ചെയ്തെടുത്തുനിന്ന് 2017 അവസാനമായപ്പോൾ തന്നെ 10-60 ലക്ഷം രൂപയ്ക്ക് പുറത്തു വില വരുന്ന BMW മാറി. ഏതാണ്ട് 10,000-ഓളം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിലാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതിനും ഒരു 4 വർഷം മുമ്പ് 10 പേര് കൂടുന്ന ഒരു മരണ വീട്ടിലോ കല്യാണ വീട്ടിലോ പോലും ഞാൻ പോവാറില്ലായിരുന്നു. പോയാൽ ചോദിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ ഹോട്ടൽ കൂട്ടി, എന്തുകൊണ്ട് നിനക്ക് അങ്ങനെ പറ്റി, എന്തുകൊണ്ട് നിനക്ക് ഇങ്ങനെ പറ്റി, ഇങ്ങനെ 100 കൂട്ടം അഭ്യുദയകാംക്ഷികളെ കൊണ്ട് പൊറുതി മുട്ടിയിട്ട് ഞാൻ പുറത്തോട്ട് പോലും ഇറങ്ങാതിരുന്ന സമയങ്ങളുണ്ട്. വളരെ അന്തർമുഖനായി. ഒരുപക്ഷെ ഒരു 2 കൊല്ലം കൂടെ അങ്ങനെ പോയിരുന്ന വല്ല അസുഖം വന്നു പോയാൽ. അവിടെയാണ് നമ്മൾ ദൈവത്തിന്റെ കളി എന്ന് പറയുന്നത്.
അപ്പൊ അങ്ങനെ ആളുകളെ ഫേസ് ചെയ്യാൻ മടിച്ചെടുത്തു 10,000 ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുക. ആ തരത്തിലോട്ട് മാനസികമായി ഈ ബിസിനസ് നമ്മളെ ഉയർത്തി. വളരെ ചെറിയ, ഞാൻ ആദ്യം കാണിച്ച വീട്ടിൽ നിന്ന് ഏകദേശം 5000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട്, അതിന്റെ പണി ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഏറിയ ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം കൊണ്ട് അത് തീരും. കൂടാതെ 4-5 വീടുകൾ ചെറുതും വലുതുമായിട്ടൊക്കെ ഈ ബിസിനസ് വഴി വാങ്ങാൻ കഴിഞ്ഞു. വലിയ മാറ്റങ്ങൾ ലൈഫിൽ വന്നു. ആദ്യം തുടങ്ങിയ ഡിസ്ട്രിബ്യൂഷിപ്പ് തന്നെ ഏകദേശം 71 കോടിക്ക് മേളിൽ, 72 കോടിയോളം, ഇച്ചിരി പഴയ കണക്കാണ്, 72 കോടി ഓർഗനൈസേഷൻ 1-ലും 240 കോടി ഓർഗനൈസേഷൻ 2-ലും വന്നു. 72 കോടി എന്ന് പറഞ്ഞാൽ മാച്ചിങ് ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ 12% നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര രൂപ ഇൻകം കിട്ടിക്കാണും. 2,10,000 ഒക്കെ കഴിഞ്ഞ് അധികം പോകുന്നത് കുറച്ചാലും ഒരു പകുതി കൂട്ടിയാൽ തന്നെയും എന്തുമാത്രം ബിസിനസ് വരും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതൊരു ഡിസ്ട്രിബ്യൂഷിപ്പ് ആണെങ്കിൽ രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷിപ്പിൽ ഏകദേശം 31 കോടിക്ക് മുകളിൽ മാച്ച് ആയിട്ടുണ്ട്. രണ്ടും കൂടെ കൂട്ടിയാൽ ഒരു 100 കോടി മാച്ചിങ് ബിസിനസ് കൂടി. 100 കോടിയുടെ 12% നമ്മൾ കൂട്ടുക. അതിൽ എത്ര കുറച്ചാലും നമുക്കറിയാം ഈ ഒരു തരത്തിലോട്ട് ഒരു വരുമാനം ഈ ബിസിനസ്സിൽ കൂടെ, എന്താ പറയണ്ടേ, മലയാളത്തിൽ പറഞ്ഞ അനിർഗള നിർഗള ഒഴുകുക വരിക എന്നൊക്കെ പറയും. എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേറെ ആരെ വിശ്വസിക്കുന്നതിനെക്കാട്ടിലും ഈ കമ്പനിയും ഇവിടുത്തെ വരുമാനങ്ങളെയും കണ്ടുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. എന്ന് വെച്ചാൽ ബുധനാഴ്ച എന്ന് വെച്ചാൽ സമയം ഉണ്ടെങ്കിൽ 3:30 ആകുമ്പോഴേക്കും ബാലൻസ് പോലും നോക്കണ്ട, ആ എമൗണ്ട് വന്ന് കയറിയിരിക്കും. ഈ രീതിയിലോട്ട് ഒരു ബിലീഫ് സിസ്റ്റം ഈ കമ്പനിയുമായിട്ട് ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് നമുക്കൊരാൾക്ക് മാത്രം ഉണ്ടായതാണെങ്കിൽ നമ്മളോടൊപ്പം വന്ന എത്രയോ ആളുകൾക്ക് കൃത്യമായി ഈ വരുമാനത്തിന്റെ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കി 4-5 വർഷം ഇറങ്ങി നിൽക്കുന്നവരുടെ ജീവിതത്തിൽ അവരെടുത്ത ഏറ്റവും നല്ല തീരുമാനം എന്ന് അവർക്ക് അവരുടെ ശിഷ്ടകാലത്ത് തോന്നുന്ന ഒരു തീരുമാനമാണ് ഈ ഇൻഡസ്ട്രിയെ സീരിയസ് ആയിട്ട് എടുക്കുക എന്നുള്ളത്. ഇങ്ങനെ ഒത്തിരി മാറ്റം വന്നു. 2 ഡിസ്ട്രിബ്യൂഷിപ്പ്, ആദ്യം എടുത്ത ഡിസ്ട്രിബ്യൂഷിപ്പും രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷിപ്പും റെഗുലറായി കഴിഞ്ഞ 2-2.5 വർഷമായിട്ട്, അതിൽ ആ കോവിഡിന്റെ ഫസ്റ്റ് ലോക്ക്ഡൌൺ വന്ന സമയത്ത് ഒരു 6-7 ആഴ്ച സീലിംഗ് പോയ ഒഴിച്ചാൽ പിന്നീട് ഇങ്ങോട്ട് റെഗുലറായി ഈ ഒരു ഇൻകം വരികയും നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത മാറ്റങ്ങൾ ഉണ്ടാകുകയും ശരാശരി ഏറ്റവും കുറഞ്ഞത് ഒരു 60-70 ലക്ഷം, ഇതിപ്പോ ഈ കഴിഞ്ഞ ഈ ജൂൺ മാസത്തിന്റെ അവസാനത്തെ ആഴ്ചയിൽ ഓർഗനൈസേഷൻ 1-ൽ 7 ദിവസം കൊണ്ട് വന്നത് 86 ലക്ഷം, ഓർഗനൈസേഷൻ 2-ൽ വന്നത് 1,92 ലക്ഷം. ഈ ബി വി കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട്, 25,000 രൂപയുടെ റീപർച്ചേസ് ഉണ്ട് നാഗർകോവിൽ പോകായിരുന്നു എന്ന് വിചാരിച്ച് 25,000 തികയാൻ വേണ്ടി 2 ആഴ്ചത്തെ എന്താ പറയണ്ട സെയിൽസ് ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാര്യം പോയിട്ട് വരണേ ഒരു 1000 രൂപയാവും. അവിടെ വരെ പോകുന്നല്ലേ, ഒരു ദിവസം അവിടെ നിന്ന് വർക്ക് ചെയ്തിട്ട് വരത്തുള്ളൂ. അപ്പൊ ഒരു 1000 രൂപയാവും. എന്നാൽ ഒരു 25,000 രൂപ തികഞ്ഞിരുന്നെങ്കിൽ, ഒരു 25,000 രൂപയുടെ ബിസിനസ് ടോട്ടൽ തികഞ്ഞിരുന്നെങ്കിൽ നാഗർകോവിൽ പോയി പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് വരാമായിരുന്നു എന്ന് വിചാരിച്ച് ഞാൻ 1-2 ആഴ്ച വെയിറ്റ് ചെയ്തിട്ടുണ്ട്. 2014-ലും 2015-ന്റെ തുടക്കം വരെ. ആ സ്ഥാനത്ത് നിന്നാണ് ഒരാഴ്ച 2.5 കോടി ബി വി, 3 കോടി ബി വി ഒക്കെ വരുന്ന അവസ്ഥയിലേക്ക് ഈ ബിസിനസ് വളർന്നത്. ഇതെങ്ങനെ വളർന്നു എന്ന് ചോദിച്ചാൽ, തുടക്കത്തിലൊക്കെ നമ്മൾ വളർത്താൻ കുറെ പണിയെടുത്തിട്ടുണ്ട്. പിന്നീട് ഇത് വളരുന്ന ഈ ബിസിനസിന്റെ സ്വഭാവം. പിന്നെ നമ്മൾ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ തളിച്ചു കൊടുത്താൽ മതി. തളിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ ചീരയൊക്കെ തെങ്ങും തടത്തി വെച്ച് കഴിഞ്ഞാൽ ആ ചെറുതായി പൊങ്ങി വരുന്നവരെ അതിന്റെ മുകളിൽ ഒരു ഓലയൊക്കെ ഇട്ട് നമ്മളൊരു സൂര്യപ്രകാശമൊക്കെ ഒരു പരിധി കൂടുതൽ അടിക്കാതിരിക്കാനും കോഴിയൊന്നും കൊണ്ടുപോകാതിരിക്കാനും നോക്കണം. ഒരു ഇത്തിരി പൊങ്ങിയാൽ പിന്നെ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മതി, ഇത് വളർന്നു വന്നു. ഇന്ന് ഈ മീറ്റിംഗ് ഇരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഒരു 3-4 കൊല്ലം ഈ ബിസിനസ് ചെയ്ത് കുറെ ടീമൊക്കെ ആയി കഴിഞ്ഞാൽ ഇതുകൂട്ട് തന്നെ ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി, ബിസിനസ് സ്മൂത്ത് ആയി പോകും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കും. ഒത്തിരി മുബിൻ സാർ നേരത്തെ പറഞ്ഞാൽ, മുബിൻ സാർ കുറെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയെങ്കിൽ എനിക്ക് അത്ര ഒന്നും പറ്റിയില്ല. എന്നാലും ഒരു 6-7-8 രാജ്യങ്ങളിൽ, ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ മിക്കവാറും രാജ്യങ്ങളെല്ലാം, മലേഷ്യയും തായ്ലൻഡും സിംഗപ്പൂരും ദുബായും ഒക്കെ പോകാൻ കഴിയുന്ന, ശ്രീലങ്കയും ഒക്കെ പോകാൻ കഴിയുന്ന ഒരു അവസരം ഈ ബിസിനസ് കൂടെ കിട്ടി. അതിൽ കുടുംബമായിട്ട് പോകാനുള്ള അവസരവും, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2 ബിൽഡിങ്ങുകളും, ടിൻഡവറും, മലേഷ്യയിലൊക്കെ എനിക്ക് തോന്നുന്നു 3-4 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ്. നമ്മൾ എവിടുന്ന് തുടങ്ങിയത് എവിടുന്നാണ്? ഒരു നല്ല സൈക്കിൾ വാങ്ങാൻ പോലും പറ്റാത്ത സാമ്പത്തിക ചുറ്റുപാടിൽ നിന്ന് ജീവിതത്തിൽ എന്തെങ്കിലും ആകുമെന്ന് വിചാരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞു 2002-ലും 2003-ലും ഒക്കെ വൈകുന്നേരം 1/2 മണിക്കൂർ ഞാൻ ചെലവാക്കുന്നത് എൻ്റെ ഈ വിരലിൽ നഖത്തിനിടയ്ക്കുള്ള ഗ്രീസ് കഴുകിക്കളയാനാണ്. ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിൽ വർക്ക് ചെയ്തത്. അവിടെ വല്ലപ്പോഴൊക്കെ വരത്തുള്ളൂ, വല്ലപ്പോഴൊക്കെ വല്ല വണ്ടിയൊക്കെ സർവീസിന് വരത്തുള്ളൂ. വന്നാലും അവിടുത്തെ പ്രധാന എന്താ പറയണ്ടേ പണിക്കാര് ഞങ്ങളൊക്കെ തന്നെ. ഞങ്ങൾ പണിത് ശരിയാക്കി എടുക്കും. പലതും സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കാം. മൈലേജ് പോലെ തന്നെ.
അപ്പൊ ആ സമയമൊക്കെ ഞങ്ങൾ അങ്ങനെ ചെലവാക്കിയിട്ടുണ്ട്, അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഒരു ബന്ധവും ഇല്ലാത്ത തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയിൽ കൂടെ നമ്മളെ ഈ ബിസിനസ് ഉയർത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഏറ്റവും ചുരുക്കി നിങ്ങളോട് ഒന്ന് വിവരിച്ചതാണ്. പറയാനാണ് ഇഷ്ടംപോലെ പറയാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ലൈഫിലും നിങ്ങൾ ഒരു കാര്യം ആദ്യം വിശ്വസിക്കുക. നമ്മളുടെ മനുഷ്യർക്കുള്ള, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, എനിക്കുള്ള കുഴപ്പമെന്ന് പറയാം. നിങ്ങളുടെ കാര്യം ഞാൻ പറയാൻ ആളല്ല. എനിക്കുള്ള കുഴപ്പം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പൊ അതെനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ പൊതുവെ അങ്ങ് ധരിക്കും, ദൈവമേ ഇതിന്റെ ഏറ്റവും മോശം സൃഷ്ടിയാണ് ഞാൻ, ഈ പ്രശ്നം മുഴുവൻ എനിക്ക് മാത്രമേ ഉള്ളൂ, ഞാനാണ് എല്ലാ പ്രശ്നങ്ങൾക്കും, എനിക്ക് എൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങ് തീരുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളുക, അത് ആയിരിക്കുന്ന അവസ്ഥയാണ്, ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഇതിൽ നിന്ന് മറികടക്കാൻ, ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ, ബോധ്യപ്പെട്ട കാര്യം സ്വന്തം കണ്ണിന് ബോധ്യപ്പെട്ടാൽ പിന്നെ മൂന്നാമതൊരാളുടെ അഭിപ്രായം എടുക്കാൻ നിൽക്കാതിരിക്കുക. ബോധ്യപ്പെട്ടതിന്റെ പുറകെ മരിച്ച് പണിയെടുക്കുക എന്നുള്ള. ചിലപ്പോൾ നമുക്ക് തെറ്റുപറ്റും, വീഴും, ആൾക്കാർ കളിയാക്കും, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് ഒരിടത്ത് ഇരുന്ന് ഒരു വീഴ്ചയും പറ്റാതെ ഒരു പ്രശ്നം ഉണ്ടാകാതെ സക്സസ് ആയ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. മൈ ലൈഫ് സ്റ്റൈൽ പോലൊരു ബിസിനസ്സും ഒരു കമ്പനിയും, അതായത് ഇപ്പൊ ശരാശരി ഒരു മാസം 25 ലക്ഷമോ മുബിൻ സാറിനെ കിട്ടുന്ന കണക്ക് ഒരു മാസം 60 ലക്ഷമോ ഒക്കെ സമ്പാദിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ എടുക്കുന്ന പെയിൻ, ആ ബിസിനസ്സുകാരൻ എടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്, ആ ബിസിനസ്സുകാരൻ മാനേജ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അയാൾക്കുണ്ടാകുന്ന തലവേദനകൾ, അതുമായിട്ട് നോക്കിയാൽ അതിന്റെ 1000-1 ഈ ബിസിനസ്സിന് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ 10,000 രൂപ മുടക്കി തുടങ്ങിയ ഒരു ബിസിനസ് കൂടെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് എല്ലാ 7 ദിവസം കൂടുമ്പോഴും 2,10,000 കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിന്റെ യാഥാർത്ഥ്യം ഒരുപക്ഷെ എനിക്ക് ഇത് അനുഭവവേദ്യമാകുന്ന പോലെ നിങ്ങൾക്ക് ആയിക്കൊള്ളണമെന്നില്ല. കാര്യം എന്റെ അക്കൗണ്ടിൽ വരുന്ന പോലെ ഒരു സുഖം നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നാലേ കിട്ടുള്ളൂ. ശരിയാണോ അല്ലയോ? ബിന്ദു മാഡം കേൾക്കുന്നുണ്ടോ? ബിന്ദു മാഡത്തിന്റെ അക്കൗണ്ടിൽ എല്ലാ ബുധനാഴ്ചയും 2,10,000 ഇങ്ങനെ വന്നാൽ ഞാൻ ഈ പറഞ്ഞ ഭാഷ ബിന്ദു മാഡത്തിന് പെട്ടെന്ന് മനസ്സിലാവും. സുബ്രഹ്മണ്യ സാർ മലപ്പുറത്ത് ഇരുന്ന് കേൾക്കുന്നുണ്ട്. സുബ്രഹ്മണ്യ സാറിന്റെ അക്കൗണ്ടിൽ എല്ലാ ആഴ്ചയും 2,10,000 വന്നാൽ അനീഷ് സാർ പറഞ്ഞ കാര്യം കറക്റ്റ് എന്ന് പറയും, വരുന്നത് വരെ. പക്ഷെ സത്യം എന്താണ്? ഇത് വരും എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനു വേണ്ടി സ്വയം സമർപ്പിതനായിട്ട് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് സ്വന്തം നിലയ്ക്ക് പറ്റിക്കാണ്ട് ഇറങ്ങി നമ്മളൊരു പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ ഇത് വരും. അതെങ്ങനെ വേണം, എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള തിയറി ആയിട്ടും പ്രാക്ടിക്കലായിട്ടും കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ബാക്കിയുള്ളതൊക്കെ അനുഭവിച്ച് തന്നെ പഠിക്കണം. ക്ലിയർ? ബാക്കിയുള്ളതൊക്കെ എങ്ങനെ പഠിക്കണം? അനുഭവിച്ച് തന്നെ പഠിക്കണം. ഇപ്പൊ ചിലർക്ക് കേൾക്കുമ്പോൾ ഇത് തോന്നും, എടാ ഇങ്ങനെയാണോ കുഴപ്പം? അനുഭവിച്ച് തന്നെ പഠിക്കേണ്ട കാര്യം അനുഭവിച്ചല്ലേ പഠിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് എന്തേലും പറ്റുമോ? ചില കാര്യങ്ങളൊക്കെ, അതായത് കുറച്ച് പേരൊക്കെ ഒന്ന് കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും നമ്മളിങ്ങനെ പോകുമ്പം വല്ലാണ്ട് നമ്മളെ താത്തിക്കെട്ടുകയും, എന്റെ ഉണ്ണികൃഷ്ണൻ സാറേ പട്ടാളത്തിലെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു, പെൻഷനൊക്കെ ഇല്ലേ, അതും വാങ്ങിച്ചോണ്ടിരുന്നാൽ മതിയല്ലോ, ഈ ആളെ പിടിക്കുന്ന പണിയുടെ പുറകെ ഇറങ്ങണോ എന്ന് ഉണ്ണികൃഷ്ണൻ സാറിനോട് ചോദിക്കും. ഉണ്ണികൃഷ്ണൻ സാറ് പട്ടാളത്തിൽ നിന്ന് ഇറങ്ങിയ ആളാ. ഇതേ ചോദ്യം ചാൾ സാറോട് ചോദിച്ചിട്ടുണ്ട്. എന്റെ ചാൾ സാറേ ഡെപ്യൂട്ടി കളക്ടറായിട്ടൊക്കെ റിട്ടയർഡ് ആയതല്ലേ, ഈ പണിക്ക് ഇറങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? കണ്ട വീട് കയറി ഇരുന്ന് വർത്താനം പറയേണ്ട കാര്യമുണ്ടോ? രാജീവ് സാറോട് ചോദിച്ചാണ്, നമ്മുടെ വക്കീൽ രാജീവ് സാറിനോട്, എന്റെ സാറേ 3-4 ബാങ്കിന്റെ ലീഗൽ അഡ്വൈസർ അല്ലേ, പേപ്പർ നോക്കി കൊടുത്ത അത്യാവശ്യം കാശ് കിട്ടുമല്ലോ, ഈ ആളെ പിടിക്കുന്ന പണിക്ക് കിടക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ആ കേൾക്കുന്ന മാത്രമേ ചെറിയൊരു അസ്വസ്ഥതയൊക്കെ തോന്നൂല്ലയോ? അത് എപ്പോ മാറുമെന്ന് ചോദിച്ചാൽ ഒരു 3-4 കൊല്ലം കഴിഞ്ഞ് രാജീവ് സാറിന്റെയോ അല്ലെങ്കിൽ ചാൾ സാറിന്റെയോ ഒക്കെ ബെൻസിന്റെ പുറകിൽ സാർ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഉറങ്ങുമ്പോ ഈ നല്ല ലെതറിന്റെ ഒരു മണമൊക്കെ കിട്ടും. ബെൻസിനൊക്കെ ഉണ്ടത്, പ്രീമിയം കാരനേ ഉള്ളൂ, എല്ലാത്തിനും അത്ര വലിയ സുഖമൊന്നും കാണത്തില്ല. ആ നല്ല ലെതറിന്റെ മണമൊക്കെ ഒന്ന് കിട്ടുമ്പോ ഇങ്ങനെ കിടന്നുകൊണ്ട് ആലോചിക്കും, അന്ന് എന്നെ അങ്ങനെ കളിയാക്കിയ പൊട്ടൻ ഇപ്പൊ എവിടാണോ എന്തോ എന്ന് നമ്മൾ ചിരിച്ചുകൊണ്ട് ആലോചിക്കും. ഒരു ഘട്ടം കഴിഞ്ഞ് അവൻ നന്ദിയും പറയും. ഞാനിപ്പോ അങ്ങനെ, കാര്യം അവൻ അന്ന് അങ്ങനെ ചോദിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് അന്ന് ഇങ്ങനെ ചെയ്യാനുള്ള ആവേശം ഉണ്ടാവത്തില്ലല്ലോ. യെസ് ഓർ നോ? അവൻ അങ്ങനെ അന്ന് ചോദിച്ചില്ലായിരുന്നെങ്കിൽ, ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. അരുൺ കാന്ത്, അല്ലെങ്കിൽ ഞാൻ വീഡിയോ കാണുന്നവരുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ, എനിക്ക് ഒരു സ്ക്രീൻ 25 പേരെ കാണാം, അവരുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ അരുൺ കാന്തിനോട് പറയാണ്, അരുൺ കാന്തെ നീ മൈലേജ് സ്റ്റൈൽ തുടങ്ങിയല്ലോ, ഇന്ന് 10,000 രൂപ എന്നെ സ്റ്റാർട്ട് ചെയ്ത്. ഉടനെ അടുത്ത വീട്ടിൽ ചേച്ചി വന്നു, അരുൺ കാന്ത എന്നെയും കൂടെ സ്റ്റാർട്ട് ചെയ്യിച്ചോളൂ. അരുൺ കാന്തിന്റെ ബന്ധുക്കൾ എല്ലാവരും വീടിന്റെ വാർക്കൊന്ന് നിൽക്കുക, 10,000 വെച്ചിട്ട് നീ തുടങ്ങിക്കോളൂ. അശോകൻ കുറ്റൂർ സാറ്, അശോകൻ സാറിനെങ്കിലും വരികയാണ്, അശോക നിങ്ങളെല്ലാം നീ മൈലേജ് സ്റ്റൈൽ തുടങ്ങി ഇപ്പൊ സീലിംഗ് അടിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും കാശ് കൊടുത്ത് തന്നാൽ വല്ല സുഖവും കാണുമോ? ഹലോ, വല്ല രക്ഷയും കാണുമോ? ഒരു സുഖവും കാണത്തില്ല, നടക്കുന്ന കാര്യമല്ലത്. അപ്പൊ കുറച്ച് നോയൊക്കെ കേട്ട് ഒന്ന് നാണമൊക്കെ കെട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി ആളുകളൊക്കെ വല്ലാണ്ടൊന്ന് കളിയാക്കി അപ്പോഴൊക്കെ കിട്ടുന്ന ഒരു സുഖം ഒന്ന് വേറെ.
ഞാൻ ഈ തുടക്ക സമയത്ത് മീറ്റിങ്ങിലൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ 2015 അന്ന് അറബിക്കഥ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തൊരു പാട്ടുണ്ട്. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേട്ട് എന്ന് പറഞ്ഞൊരു പാട്ട്. അതാണ് എന്റെ റിംഗ് ടോൺ. ഞാനപ്പോ ഈ ഫോൺ ഇങ്ങനെ മീറ്റിങ്ങിന് ഹോം മീറ്റിംഗ് ആയിരിക്കും ചിലപ്പോൾ. ഹോം മീറ്റിങ്ങിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ഫോൺ പതുക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ എഴുതിയേക്കുന്നത് യൂണിയൻ ബാങ്കിന്റെ മാനേജരാണ് വിളിക്കുന്നത്. എന്റെ വീടിന്റെ ആധാരം അയാളൊക്കെ ഇരിക്കുക. ഇയാൾ ജപ്തി ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനപ്പോ ഇങ്ങനെ ഫോൺ നോക്കുമ്പോൾ അപ്പൊ കേൾക്കുന്നവർക്ക് തോന്നി ഇയാൾക്ക് എന്ത് പറ്റി, നല്ല ഫ്ലോയിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ആളാ. പക്ഷെ ഈ ഫോൺ കോൾ വന്നേ പിന്നെ ആകെ ഡിസ്റ്റർബ് ആയി, മൊത്തം റിലേയും പോയി. അപ്പൊ എനിക്കിത് മനസ്സിലായി, ഈ കോള് അതാണ് സ്ഥിരമായിട്ട് വരുമല്ലോ. കാശ് കൊടുക്കാതെ ഞങ്ങൾ തമാശക്ക് പറയും, കൊടുക്കാനുള്ള എനിക്ക് ഒരു ടെൻഷനും ഇല്ല, കിട്ടാനുള്ള ടെൻഷൻ കണ്ടാത്തൊന്നും ലോകം അവസാനിക്കാൻ പോകാതെ. അവന് ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ കിട്ടാനുള്ളതിന്. അപ്പൊ ഇയാൾ എങ്ങ് വല്ലാണ്ട് വിളിക്കുമ്പോൾ ഞാൻ പിന്നെ ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചു. ഹോം മീറ്റിംഗ് എടുക്കുന്നതിന് മുമ്പ് ഫോൺ അങ്ങ് കമഴ്ത്തി വെക്കും. പിന്നെ ശല്യമൊന്നുമില്ല, ആരാന്ന് കാണത്തുമില്ല, ബെല്ലടിക്കും, അവിടെ ഇരിക്കും. നമ്മുടെ മീറ്റിംഗ് നന്നായി നടക്കുകയും ചെയ്യും, വേറെ ശല്യമൊന്നുമില്ല. മറിച്ച് ഞാൻ ആ ഫോൺ കണ്ട് പേടിച്ച് ടെൻഷൻ അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ ആ മീറ്റിംഗും കുളമാവും, ഞാൻ എന്റെ ലോൺ തീരത്തുമില്ല, ഞാൻ ഇതിനകത്ത് പുറത്തെടുക്കത്തുമില്ല. നിങ്ങൾക്കൊക്കെ പരീക്ഷിക്കാം കേട്ടോ. കടമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പവഴിയാണ് ഈ പറഞ്ഞത്, ഫോൺ കമഴ്ത്തി വെച്ച് ശീലിക്കുക. അല്ലാണ്ട് നമ്മൾ കുഴപ്പക്കാരായിട്ടൊന്നുമില്ല, കൊടുക്കാനില്ല, പിന്നെ എന്താ ചെയ്യുക. അപ്പൊ ആ മാനേജർ കണ്ട് പലപ്പോഴും ഞാൻ ഫോൺ എടുക്കുമ്പോൾ പറയും, അനീഷേ മോനെ നീ തിരിച്ചു വരുന്നത് നോക്കി ഞങ്ങൾ കാത്തിരിക്കുവാടാ, നീ ഈ പാട്ടിട്ടിട്ട് എത്ര നല്ല പാട്ടാ, പക്ഷെ നീ തിരിച്ചു ഒരിക്കലെങ്കിലും ഒന്ന് വിളിക്കുമെങ്കിലും വേണ്ടെന്ന് ചോദിക്കും. നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു, കൊല്ലത്തുകാരൻ, ഒരു പിള്ള സാർ. പുള്ളി എന്നെ പിന്നെ ഇങ്ങനെ വിളിക്കുക, വളരെ സ്നേഹത്തോടെ കളിയാക്കും. എന്ന് വെച്ചാ അനിയ ചെറുപ്പക്കാരാ, ആരാ നിന്നെ പഠിപ്പിച്ചത് ലോൺ എടുത്താൽ തിരിച്ചടക്കേണ്ടതെന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചു കളയും. അയാൾ ഒരു അടി തന്നിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അതുപോലെ ചോദിക്കുന്ന അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അധിക്ഷേപിക്കുമോ, വളരെ സോഫ്റ്റ് ആയിട്ട്. അപ്പൊ ഇതൊക്കെ ലൈഫിൽ നമുക്ക് നല്ല മൂർച്ച കൂട്ടാൻ പറ്റിയ എക്സ്പീരിയൻസുകളാണ്. എക്സ്പീരിയൻസ് ഇഷ്ടം പോലെ ഉണ്ട്, ഈ ഹിസ്റ്ററി ഒന്നും തീരത്തില്ല അത് പറഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ അതൊക്കെ അവിടെ നിർത്തിയിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോകാം. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് പറയുന്നിരിക്കട്ടെ, അല്ല എന്നോട് നിങ്ങൾ ചിന്തിക്കുന്നിരിക്കട്ടെ, നിങ്ങൾ സ്വയം ചിന്തിക്കരുത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടി നിങ്ങളുടെ മേളിൽ വലിയ പർവ്വതം പോലെ വരുമ്പോൾ നിങ്ങൾ ഒരിക്കൽ പോലും ആലോചിക്കരുത്, ദൈവമേ എനിക്ക് മാത്രമാണ് ഈ പ്രശ്നം. നിങ്ങൾക്ക് മുമ്പേ കടന്നുപോയവരെല്ലാം പ്രശ്നങ്ങളുടെ തീച്ചൂടെ തന്നെ കിടന്ന് വെന്ത് ഉരുകി വെണ്ണീറായി പോയ കുറെ ആൾക്കാരുണ്ട്. അതിനകത്തുനിന്ന് വളരെ ചെറിയ അംശം, ഏതെങ്കിലും ഒരു അവയവം കൊണ്ടായിരിക്കും ബാക്കിയുള്ളവർ പുറത്ത് കിടന്ന് ലൈഫ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതെല്ലാം ടെമ്പററിയാണ്. പക്ഷെ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിലോ അത് സക്സസ് ഫോർ എവർ എന്ന് പറഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ നിങ്ങളെ ആ പരിഹാരം, നിങ്ങൾ ഏതിന് ഫുഡ് കൊടുക്കുന്നു, ഏതിന് നിങ്ങൾ തീറ്റ കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ടെൻഷനാണോ നിങ്ങൾ തീറ്റ കൊടുക്കുന്നത്, പരിഹാരത്തിനാണോ തീറ്റ കൊടുക്കുന്നുള്ളതാണ് പ്രധാനം. ഞാൻ ആദ്യം കൊടുത്തോണ്ടിരുന്നത് ടെൻഷനാ. അപ്പോഴത്തേക്കും ടെൻഷൻ വലുതെ വന്നു. പിന്നീട് ഞാൻ മനസ്സിലായി അവനെ പട്ടിണി കിട്ട് കൊന്നാലേ മറ്റവന് തീറ്റ കൊടുത്താലേ ഞാൻ രക്ഷപ്പെടുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ അവനെ ഞാൻ പട്ടിണി കിട്ട് കൊന്നു, ഇപ്പുറത്ത് ഞാൻ തീറ്റ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പുറത്ത് തീറ്റ കൊടുത്ത് റെഡിയാക്കുക. ഇനി ഒരു 2-3 പോയിന്റ് ഉണ്ട്. ഒന്ന്, ഈ ബിസിനസ്സിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ അതിന്റെ ഒരു പെർഫെക്ഷൻ കുറച്ചും കൂടെ വരുത്തിയാൽ കുറച്ചും കൂടെ റിസൾട്ട് വരുന്ന 2-3 പോയിന്റ് അത് ഞാനൊന്ന് സൂചിപ്പിക്കാം. അതിൽ ഒന്നാമത്തതാണ് ത്രിരത്ന. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരാൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 രത്നങ്ങൾ. ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആണെങ്കിലും 1 മാസം ആയാലും നിങ്ങൾ TC ആയിക്കോട്ടെ, ATC ആയിക്കോട്ടെ, ഏത് റാങ്ക് കൂടെ ആയിക്കോട്ടെ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ, നിങ്ങളുടെ ടീമിൽ ഇത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. 3ഉം എളുപ്പമുള്ള കാര്യങ്ങളാണ്, നിത്യേന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. റിക്രൂട്ട്മെന്റ് പുതിയൊരു വ്യക്തിയെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. ഈ ബിസിനസിന്റെ 3 സ്റ്റാൻഡേർഡ് നമുക്ക് പറയാം. ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് ഒരാളെ സ്പോൺസർ ചെയ്യുക, അതാണ് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയ വാക്ക്. രണ്ടാമത്തത് ഒരാളെ റിക്രൂട്ട് ചെയ്യുക. മൂന്നാമത്തത് ഒരാളെ ജോയിൻ ചെയ്യിക്കുക. ഇത് 3 നിലയ്ക്ക് ABC എന്ന് പറഞ്ഞിരിക്കും. കൂടുതൽ ആൾക്കാരും റിക്രൂട്ട് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഏറ്റവും നാലാമത്തത് ഏറ്റവും മോശമായിട്ടുള്ളത്, ഒരിക്കലും പറയാൻ കൊള്ളാത്തതുമായ ഒരു വാക്കാണ് ഒരാളെ ബിസിനസ്സിലേക്ക് ചേർക്കുക. ഏറ്റവും വലിയ റോങ് വാക്ക്. നിങ്ങളിൽ ആരെങ്കിലും പുതിയ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇത് ഇന്ന് രാത്രി കൊണ്ട് അത് അവസാനിപ്പിച്ചു. ഈ ബിസിനസ് നമ്മൾ പറയാൻ പാടില്ലാത്ത വാക്കാണ്. നിങ്ങൾക്ക് പറയാം സ്പോൺസർ ചെയ്തെന്ന് പറയാം, അതാണ് ഏറ്റവും ഉത്തമമായ വാക്ക്. 2 റിക്രൂട്ട് ചെയ്തെന്ന് പറയാം, 3 ജോയിൻ ചെയ്തെന്ന് പറയാം. പക്ഷെ 4ാമത്തെ വാക്ക് അത് വല്ല ചിട്ടിയിലോ എന്തെങ്കിലും സമ്മാന പദ്ധതികളിലോ സ്കൂളിലോ കോളേജിലോ ഒക്കെയാണ് ആൾക്കാരെ ചേർക്കുക. പലരും ലീഡർഷിപ്പിലോട്ട് കയറി കഴിഞ്ഞും ആ തെറ്റ് ആവർത്തിക്കുന്നുണ്ട്. ഈ ഹിസ്റ്ററി മൂലം നിങ്ങൾ ആ തെറ്റ് ഇവിടെ അവസാനിപ്പിക്കാൻ തയ്യാറാകുക, ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയേക്കുക. ആ ഒരു എന്താ പറയണ്ടേ ചുമട്, ആ ഒരു മിസ്റ്റേക്കോട് ഉപേക്ഷിക്കുക. നമ്മൾ ഒരാളെ റിക്രൂട്ട് ചെയ്യുക. ഈ ബിസിനസ്സിൽ ഒരാൾ വിജയിക്കാൻ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതാണ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് തന്നെ ഏറ്റവും, ഇത് എല്ലാ കാലത്തും ചെയ്യേണ്ട കേട്ടോ. നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എന്ത്
സങ്കടം ഈ ബിസിനസ്സിൽ വന്നാലും അപ്പൊ ഒന്ന് റിക്രൂട്ട് ചെയ്തേക്കണം. ഇപ്പൊ ചില ആൾക്കാരുണ്ട് സിഗരറ്റ് വലിക്കുന്നവർ. എന്തെങ്കിലും സങ്കടം വന്നാൽ അപ്പൊ സിഗരറ്റ് വലിക്കും, എന്തെങ്കിലും സന്തോഷം വന്നാൽ അപ്പൊ സിഗരറ്റ് വലിക്കും, സങ്കടം വന്നാൽ അപ്പം മദ്യപിക്കും എന്ന് പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ എന്തെങ്കിലും സങ്കടം വന്നാൽ അപ്പൊ തന്നെ പുതിയ ആരെങ്കിലും റിക്രൂട്ട് ചെയ്തേക്കും. പതിവ് കൂടുതൽ എന്തെങ്കിലും സന്തോഷം വന്നാൽ അപ്പൊ തന്നെ പുതിയ ആൾക്കാർ റിക്രൂട്ട് ചെയ്തേക്കും. അതായത് ഈ ബിസിനസ്സിൽ എല്ലാ കാലത്തും ഇങ്ങനെ കറങ്ങി ചെയ്യേണ്ട ഒരു കാര്യം, എത്ര പ്രായം കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന, ചെയ്താൽ ഗുണമുള്ള, ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് റിക്രൂട്ട്മെന്റ്. ഒരു മടി കൂടാതെ റിക്രൂട്ട് ചെയ്യണം. റിക്രൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോട് പറയാം. ഒന്ന്, റൈറ്റ് സെലക്ഷൻ. ആരെങ്കിലും റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കരുത്. നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള, ഞാൻ ഉദാഹരണം പറയുന്നത് എപ്പോഴും തേന്മാകുമ്പത്തെ സിനിമയുടെ ക്ലൈമാക്സ് ആണ്. തേന്മാകുമ്പത്തെ സിനിമയുടെ ക്ലൈമാക്സിൽ KPSC എഴുതിയടക്കൽ നെടുമുടി വേണു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനോടൊപ്പം അല്ല, എന്നെ സ്നേഹിക്കുന്ന പെണ്ണിനോടൊപ്പമാണ് ജീവിക്കേണ്ടതെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് വിചാരിക്കുന്ന ഒരുത്തനെയല്ല ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്യേണ്ടത്. നിങ്ങൾ 2 ദിവസം കണ്ടില്ല എങ്കിൽ നീ എന്ത് പറ്റി, നീ വിളിക്കുന്നില്ലോ എന്ന് വിളിച്ചു ചോദിക്കുന്ന, നിങ്ങൾ ആശുപത്രി കിടന്നാൽ ഏറ്റവും ആദ്യം അവിടെ ഓടി വരുന്ന കാണാൻ, നിങ്ങളുടെ വീട്ടിൽ വന്ന അടുക്കള വരെയോ നിങ്ങളുടെ വീട്ടിൽ വന്ന ബെഡ്റൂം വരെയോ സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ സുഹൃത്തുക്കളുണ്ടല്ലോ, അതാണ് ശരിയായ സെലക്ഷൻ. അവർ MBA റാങ്ക് വാങ്ങിച്ചവരാണോന്നില്ല, അവർക്ക് വലിയ പൊക്കവും പേഴ്സണാലിറ്റിയും കാണാൻ ഗ്ലാമറും അവർക്ക് മാർക്കറ്റിംഗ് മുൻപരിചയം വേണമെന്നില്ല. അവർ സാധാരണ റബ്ബർ വെട്ടുന്ന തൊഴിലാളിയായിരിക്കാം. അവർ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ പ്ലംബറോ വീട്ടമ്മയോ ആര് വേണേ ആയിക്കോട്ടെ, നിങ്ങളുടെ സെലക്ഷന് അവരുടെ പ്രൊഫഷൻ ഒരു തടസ്സമാകാൻ പാടില്ല. പകരം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അതിന്റെ മൂല കാരണം, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാന വസ്തുത. റൈറ്റ് സെലക്ഷൻ. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. നിങ്ങൾ ഒരാളെ ലിസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ ആലോചിക്കണം, ഇവൻ ഞാൻ വയ്യാണ്ട് കിടന്നാ വരൂ ആശുപത്രി ഒന്ന് ആലോചിക്കണം, ഇവൻ എന്റെ വീട്ടിൽ വന്ന് അടുക്കള വരൂ, അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ളവരെ വേണം ആദ്യം കൊണ്ടുവരാൻ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പതുക്കെ വേറെ ആൾക്കാരെ കൊണ്ടുവരും. അടുത്തത് റൈറ്റ് അപ്രോച്ച്. ശരിയായ സ്ഥലത്ത് പറയണം. ഫോണിൽ വിളിച്ച് കഥ പറയരുത്. ഇങ്ങനൊരു ബിസിനസ് ഉണ്ട്, അടിപൊളിയാണ്, 2,10,000 കിട്ടുന്നത് എനിക്ക് ഉറപ്പാണ്, എനിക്ക് കിട്ടുന്ന ആൾക്കാരെ നേരിട്ടറിയാം, നീയും തുടങ്ങണം. ഇങ്ങനെ ദയവ് ചെയ്ത് ഫോണിൽ കൂടെ കഥ പറയാൻ നിൽക്കരുത്. ബസ് സ്റ്റോപ്പിലോ മറ്റ് തിരക്കുള്ളിടത്തോ നല്ല കച്ചവടം നടക്കുന്ന കടയിലോ കയറിയിരുന്ന് റൈറ്റ് അപ്രോച്ച് നടത്താൻ ശ്രമിക്കണ്ട, നടക്കില്ല. സമാധാനമായി 3/4 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ കിട്ടുന്ന ഒരു അന്തരീക്ഷത്തിൽ ഒരാളെ ഇരുത്തിയിട്ടേ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ നോക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഭൂമി ഉരുണ്ടാകാൻ തെളിയിച്ചു എന്ന് പറഞ്ഞ കണക്ക് ഒരു പ്രാവശ്യം കറങ്ങി ഈ ചെയ്തതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി വീണ്ടും ശരി ചെയ്യേണ്ടി വരും. 3, റൈറ്റ് ക്ലോസിംഗ്. നിങ്ങൾ ഒരാളെ ആരെ കൊണ്ടുവച്ച് ബിസിനസ് പ്ലാൻ കൊടുത്താലും, മെഴ്സിഡീസിന്റെ GLS എന്ന് പറഞ്ഞ 1,20,00,000 രൂപയുടെ കാറിൽ മുബീൻ സാറ് വന്ന് സന്തോഷ് സാറിന്റെ അമ്മാവന്റെ മോൻ ഒരു പ്ലാൻ കൊടുത്തു. സന്തോഷ് സാറിന്റെ അമ്മാവന്റെ മോൻ മുബീൻ സാർ വന്നിട്ട് 60 ലക്ഷം രൂപയുടെ മന്ത്ലിങ്ക് ഒക്കെ കാണിച്ച്, ബെൻസ് ഒക്കെ കാണിച്ച്, അച്ചീവ്മെന്റ് ഒക്കെ കാണിച്ച്, വമ്പൻ സംഭവമാണ്, ഇത്രയും വലിയ ഓപ്പർച്യൂണിറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. സന്തോഷ് സാർ എന്ന് പറഞ്ഞാൽ എന്റെ വീടിനടുത്തുള്ള ആലപ്പുഴ സ്വദേശിയായ ISRTC ലീഡറെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഫോട്ടോ എനിക്ക് കാണാം, അതുകൊണ്ടാണ് പറഞ്ഞു. അപ്പൊ മുബീൻ സാറാ വന്നത്. സംഭവമാണ്. ഈ മുബീൻ സാറ് പ്ലാൻ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോ സന്തോഷ് സാറ് അപ്പൊ ശരിടാ ശക്തമായിട്ട് ചെയ്യുക കേട്ടോ എന്നും പറഞ്ഞ് സന്തോഷ് സാറ് മുബീൻ സാറിനോട് ഇറങ്ങി പോന്നു. ഇയാള് ബിസിനസ് തുടങ്ങുമോ? അയാൾ തുടങ്ങില്ല. മുബീൻ സാർ അല്ല, സാക്ഷാൽ പ്രവീൺ സാർ വന്നാലും അയാൾ ബിസിനസ് തുടങ്ങില്ല. ആ ആള് 15,000, 20,000, 30,000 എടുത്ത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അയാളുടെ കൂടെ കളിച്ചു വളർന്ന, അയാളുടെ അമ്മാവന്റെ മകനായ, അയാളുടെ ആത്മാർത്ഥ സുഹൃത്തായ, അയാളുടെ ഏറ്റവും അടുത്ത അയൽക്കാരനായ സന്തോഷ് എന്ന വ്യക്തി ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഒരു കോൺഫിഡൻസ് അങ്ങോട്ട് ഷെയർ ചെയ്യണം. ആ കോൺഫിഡൻസിലെ ആ ബിസിനസ് ക്ലോസ് ആവുള്ളൂ. അല്ലാണ്ട് മുബീൻ മുഹമ്മദ് വന്നാലും അനീഷ് വന്നാലും പ്രവീൺ ചന്ദൻ വന്നാൽ പോലും കച്ചവടം ക്ലോസ് ആവും. ബിസിനസ് ക്ലോസ് ചെയ്യണോ, മീറ്റിംഗ് കേൾപ്പിക്കുന്ന ആളാണ് അവിടുത്തെ മാസ്റ്റർ. അല്ലാതെ ഒരു വലിയ ലീഡറുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം യു ആർ ദ മാസ്റ്റർ. നിങ്ങളുടെ കോൺഫിഡൻസ് ഷെയറിംഗ് ആണ് അവിടുത്തെ സെയിൽസ് ആയി മാറുന്നത്. റൈറ്റ് ക്ലോസിംഗ്. അപ്പം ആരെങ്കിലും നിങ്ങൾ ബിസിനസ്സിൽ കൊണ്ടുവരാൻ ഇരുന്നുണ്ടെങ്കിൽ ഉദ്ദേശിച്ചോ, പലരുടെ മനസ്സൊരു ചിന്തയാണ്, സാറ് വന്നാൽ നടക്കും, സാറ് പുലിയാണ്, സാറ് പുള്ളിപ്പുലിയാണ്, സാറ് വന്നാൽ അതെല്ലാം നടക്കുമെന്ന് വിചാരിക്കും. സാറ് വന്നാൽ പ്ലാൻ ഒരെണ്ണം പറയാൻ പറ്റും, അതിനപ്പുറത്ത് സാറ് വന്ന ഒന്നും നടക്കില്ല. അതുകൊണ്ട് സെയിൽ ക്ലോസ് ചെയ്യുന്നത്, മീറ്റിംഗ് കേൾപ്പിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടറുടെ ബലമാണ് സെയിൽസ് ക്ലോസിങ്ങിന് സഹായിക്കുന്നത്. അപ്പൊ റിക്രൂട്ട്മെന്റ് സ്ഥിരമായി ചെയ്യണം. ഞാനും എന്റെ സഹോദരനും ഈ ബിസിനസ്സിൽ എത്രയോ ആൾക്കാരെ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പലരും ബിസിനസ് സ്പോൺസർ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ സ്പോൺസർ ചെയ്യുമ്പോൾ അവർക്കൊരു മടിയാണ്. ഞാൻ പറഞ്ഞ അവൻ കേൾക്കുമോ, ഇവൻ തുടങ്ങുമോ, ഇവൻ ശരിയാവുമോ, ഇവൻ സക്സസ് ആവുമോ, ഇവൻ ഈ ബിസിനസ് സക്സസ് ആയില്ല ഇവൻ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഇങ്ങനെയൊക്കെ ആലോചിക്കും. പക്ഷെ ഞങ്ങൾ ബിസിനസ്സിലേക്ക് ആൾക്കാരെ സ്പോൺസർ ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ആ ആൾക്കൊരു അവസരം കൊടുക്കുന്ന ആത്മാഭിമാനത്തോടു കൂടിയാണ് ഒരാൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്തിരുന്നത്.
അങ്ങനെ ഓപ്പർച്യൂണിറ്റി മാസങ്ങളോളം പുറകെ നടന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിച്ചു. ബെല്ലി സാർ എത്രയോ മാസം, എനിക്ക് 1 വർഷത്തിലേറെ 2 വർഷത്തിലേറെ ബെല്ലി സാറിനെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് ബെല്ലി സാർ തുടങ്ങിയത്. ശരൺ ബിസിനസ് തുടങ്ങിയത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ശരൺ ബിസിനസ്സിലേക്ക് വന്നത്, ശരणे ഞാൻ വിളിക്കുമ്പോൾ ശരണിനോട് പറഞ്ഞത്, സാറേ ഞാനപ്പം 6 മാസം കൂടിയിട്ട് എൻ്റെ വൈഫിന്റെ വീട്ടിൽ പോയി നിൽക്കുക തൃശ്ശൂർ. 2 ദിവസത്തേക്കാണ് നിൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോയേക്കോ. അവിടെ ചെന്നിട്ട് നമുക്ക് ഇരിപ്പുറയ്ക്കുന്നുണ്ടോ, നമുക്ക് ആകെ ടെൻഷനാണ്. ഈ മനസ്സ് മുഴുവൻ ഈ വട്ടം വരച്ചോണ്ടിരിക്കുക. അപ്പൊ ഈ വൈഫിന്റെ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചു, ആരെ കൊണ്ടുവരും. അങ്ങനെ ഇരിക്കെ നോക്കുമ്പോൾ ഫോൺ നോക്കുമ്പോൾ ശരണിന്റെ നമ്പർ നേരെ എടുത്ത് വിളിച്ചു ശരണിനെ. അപ്പൊ ശരൺ പറഞ്ഞു, സാറേ വരുന്നെങ്കിൽ ഇന്ന് വരണം, ഇന്ന് കാണണം. ഞാനും പല ബിസിനസ്സുകൾ പൊട്ടി ആകെ പ്രശ്നത്തിൽ നിൽക്കുക, വരികയാണെങ്കിൽ ഇന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ശരൺ ആകെ കുഴപ്പത്തില്ല. എന്നെ പോലെ തന്നെ 10-20 ലക്ഷം രൂപ കടമുള്ള അച്ചീവ്മെന്റ് ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ ശരൺ പ്രശ്നത്തിലാണ്. ഇന്ന് വരണമെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ പോയില്ലേ പ്രശ്നമാവുമെന്നറിയാം. ഞാൻ അങ്ങനെ വൈഫിനോട് പറഞ്ഞു, നമുക്ക് നാളത്തെ പോക്ക് ഇന്ന് പോയാലെന്ന് ചോദിച്ചു. ന്യായമായും 6 മാസമായിട്ട് തിരിച്ച് വീട്ടിൽ പോകാത്ത ഭാര്യ, ഒരിക്കൽ പോലും വീട്ടിൽ പോകാത്ത ഭാര്യ ചെന്ന പാടെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഇരുന്നു, 3 മണിക്കാണ് ചോദിക്കുന്നത്. അവര് ന്യായമായും ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എന്റെ വൈഫും അതുപോലെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പിറുപിറുത്ത് ബഹളം വെക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി എന്റെ തിരിച്ചു പോക്ക് നടക്കില്ല. അപ്പം ഒരു കരുണയില്ലാത്തവനായി, ഒരു മനസാക്ഷി ഇല്ലാത്തവനായി ഞാൻ ആ നിമിഷം മാറുകയും ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, നീ സ്ഥിരമായി ഇവിടെ നിൽക്കുന്നോ എന്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു. അതിന്റെ മുമ്പിൽ ശപിച്ചുകൊണ്ട് പുള്ളിക്കാരി വണ്ടിക്കകത്ത് കയറി മിണ്ടാണ്ടിരുന്നു. തൃശ്ശൂരിൽ നിന്ന് മിണ്ടാണ്ടായിട്ട് ആലപ്പുഴ എത്തിയിട്ട് പോലും മിണ്ടിയില്ല. അതിനിടയ്ക്ക് ഞാൻ എരമല്ലൂര് നമ്മുടെ സുമി മാഡത്തിന് സുമി മാഡവും ശരൺ സാറും കൂടെ അന്നൊരു ഒരു സ്റ്റിച്ചിങ് സെന്റർ നടത്തി. ആ സ്റ്റിച്ചിങ് സെന്ററിന്റെ അവിടെ വണ്ടി കൊണ്ടിട്ടു, ഇവരെ അവിടെ ഇരുത്തി, എന്റെ മകളും ഉണ്ട്. എന്നിട്ട് 1 മണിക്കൂർ എടുത്ത് ഞാൻ അവരോട് ഈ ബിസിനസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അങ്ങനെ എല്ലാം പറഞ്ഞു ശരൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ശരൺ കമ്പനിയുടെ CTC കഴിഞ്ഞ് ITCയിലേക്ക് പോകുന്നു. ഇന്ന് BMW അച്ചീവർ. അന്ന് 25 ലക്ഷം രൂപയുടെ കഥ ശരണിന്റെ എന്ന് കേട്ടിട്ട് ആ ബിസിനസ് ക്ലോസ് ചെയ്യാതെ, അതിനുള്ള തന്റെ ഇടവോ വിൽപ്പവറോ ആർജവോ കാണിക്കാതെ ഞാൻ തിരിച്ചു വന്നിരുന്നുവെങ്കിൽ, അതിനു പകരം ഭാര്യയെ പിണക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരു ദിവസം കൂടെ അവിടെ നിന്ന് ശരണിനെ പിന്നെ കാണാമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ, ഇന്ന് ശരണിന്റെ വീട്ടിൽ ഒരു BMW ഉണ്ട്. ഇന്ന് ശരൺ വഴി എനിക്കുണ്ടായ ബിസിനസ്സും അതുവഴി എനിക്കുണ്ടായ അച്ചീവ്മെന്റിനും ശരൺ ഉണ്ടായ അച്ചീവ്മെന്റിനും ശരണുമായിട്ട് അന്ന് ഈ ബിസിനസ് അസോസിയേറ്റ് ചെയ്തിട്ടില്ലാത്ത സുമി മാഡത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റവും അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിലെ വലിയ മാറ്റത്തിന് കാരണം എന്റെ ആ ഒരു തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളതും, ഓരോ ആളുകളും അവരുടെ ജീവിതത്തിലേക്ക് പുതിയ ആളുകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് അവസരം കിട്ടും. ആ സമയത്തെ നമ്മുടെ കോൺഫിഡൻസ് ലെവലിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ എത്ര തന്റെ ഇടത്തോടെ ആൾക്കാരെ വിളിക്കുന്നു, അവർ അത്രയും ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ്സിലേക്ക് വരും. നമ്മൾ ആ തന്റെ ഇടമായിട്ട് ആൾക്കാരോട് ബിസിനസിനെ കുറിച്ച് ഷെയർ ചെയ്യാൻ പറ്റണം. അതിനെയാണ് റിക്രൂട്ട്മെന്റ് എഫക്റ്റീവ് ആക്കണം എന്ന് പറയുന്നത്. അതിനൊരു മടി നമ്മൾ വിചാരിക്കാൻ പാടില്ല. അങ്ങനെ എത്രയോ ആൾക്കാരെ ഞങ്ങൾ ബിസിനസ് സ്പോൺസർ ചെയ്തു. പേരെടുത്ത് പറഞ്ഞാൽ അതിനകത്ത് ബെല്ലി സാർ തൊട്ട് ശരൺ തൊട്ട് നിതിൻ ബാബു അടക്കം ഞങ്ങൾ എല്ലാവരും കൂടെ, നിതിൻ ബാബു അടക്കം ഞങ്ങൾ പോയി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ചാൾസ് സാർ അടക്കം പോയി സ്റ്റാർട്ട് ചെയ്ത ആളാണ് മിഥുൻ വി കുമാർ. ആ മിഥുനുമായിട്ട് പോയി സ്റ്റാർട്ട് ചെയ്ത ആളാണ് ജോസഫ് ആന്റണി സാർ, രാജേഷ് സാറ്, കണ്ണൻ സാറ്. ഇവരൊക്കെ ലീഡേഴ്സ് ആയിട്ട് മാറിയില്ലേ? ഇങ്ങനെ എനിക്ക് തോന്നുന്നു 100-150 ആൾക്കാരെ ഞാൻ ബിസിനസ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതിലേതാണ്ട് 50-ലേറെ ആൾക്കാർ ചുരുങ്ങിയത് STC തൊട്ട് മേപ്പോട്ടുള്ള റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അതായി തീരും. നിങ്ങൾ മടിച്ച് ആൾക്കാരെ റിക്രൂട്ട് ചെയ്താൽ നമ്മുടെ ബിസിനസ്സും മുടന്നി മുമ്പോട്ട് പോകും. നമ്മൾ ഇടിച്ചിടിച്ച് കയറിയാൽ ബിസിനസ് വളരെ പെട്ടെന്ന് വളരുകയും ചെയ്യും. അപ്പം നല്ല ഫയറോട് കൂടി നല്ല ബലം കൊടുത്ത് സെയിൽ ക്ലോസ് ചെയ്യാൻ കഴിയുന്ന ആർജവമുള്ള ആൾക്കാരായിട്ട് എന്നെ കേൾക്കുന്ന പുതിയ ആൾക്കാർ മാറണം. നിങ്ങൾക്ക് ഈ കാര്യം ബോധ്യപ്പെട്ടാൽ, നിങ്ങൾക്ക് അവസാനത്തെ സംശയവും നിങ്ങളുടെ പ്രോപ്പർ ലീഡേഴ്സ് വഴി ചോദിച്ചാൽ, അനീഷ് സാർ ഇത്രയും ഇൻകം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ GSTയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ, അദ്ദേഹത്തിന്റെ TDS സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ, ഇത് ഉള്ളതാണോ? നിങ്ങളുടെ അവസാനത്തെ സംശയവും നിങ്ങളുടെ ലീഡേഴ്സ് വഴി ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് രേഖകളും തരാം. പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ, കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ ഒരു തീരുമാനം എടുത്ത് ഇറങ്ങി ഒരു ചെയ്തങ്ങയാണ്. പിന്നെ രണ്ടറ്റം ഇല്ല. ഒരറ്റത്തുനിന്ന് ഒരു പോക്കങ്ങ് പോയി കഴിഞ്ഞാൽ അങ്ങ് ഹനുമാന്റെ കണക്ക് ഇത് പോയി കഴിഞ്ഞാൽ കത്തിച്ചിട്ടേ വരാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ ചെയ്ത് അറ്റം കണ്ടിട്ടേ വരാവുള്ളൂ. അങ്ങനെ ഒരു തീരുമാനമാണ് ഇവിടെ ഏറ്റവും പ്രധാനം. നമുക്ക് കിട്ടുന്ന ലൈഫ് ചെറുതൊന്നും അല്ല. ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി പറയുന്നില്ല. പ്രത്യേകിച്ച് ഒരു കോവിഡ് സിറ്റുവേഷൻ ഒക്കെ ആയതുകൊണ്ട് പലരും പല പ്രതിസന്ധി നിൽക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ കിട്ടി ഇങ്ങനെ കിട്ടി അതിന്റെ സൗഭാഗ്യങ്ങളെ കുറിച്ച് ഒത്തിരി ഞാൻ പറയുന്നത് അത്ര നന്നാവില്ല എന്നുള്ളതുകൊണ്ടും, എനിക്ക് മുമ്പുള്ള ആഴ്ചകളിൽ കടന്നുപോയ ആൾക്കാരൊക്കെ അവരുടെ അച്ചീവ്മെന്റുകൾ ആവോളം പറഞ്ഞുകൊണ്ടും ഈ 2,14,000 വെച്ച് എല്ലാ ബുധനാഴ്ചയും കിട്ടിയാൽ എന്തൊക്കെ സന്തോഷമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് അധികം പറയുന്നില്ല.
പക്ഷെ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു ലൈഫ് സ്റ്റൈല് നിങ്ങൾക്ക് കിട്ടും. പണം എല്ലാത്തിനും മേളിലാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷെ പണം കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൽ പണം കൊണ്ട് നടക്കാത്ത കാര്യങ്ങളുടെ പേരിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നാണം കെട്ടുന്നത്. ആ അവസ്ഥയ്ക്ക് ഒരു പെർമനന്റ് സൊല്യൂഷൻ ആണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പം ത്രിരത്നയിലെ ഒന്നാമത്തെ രത്നം കഴിഞ്ഞു റിക്രൂട്ട്മെന്റ്. ഇത് മടി കൂടാതെ റിപ്പീറ്റ് ചെയ്യണം. ഞാൻ 2019-ലും 2020-ലും ഒക്കെ ആൾക്കാരെ ബിസിനസ് സ്പോൺസർ ചെയ്യുന്നുണ്ട്. 2021 സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അവിടെ ITC ആണെന്നോ അല്ല ഡയമണ്ട് ആണെന്നോ അല്ലെങ്കിൽ ഇന്ന റാങ്ക് ആണെന്നൊന്നും ഇല്ല. ഇത് നമുക്കറിയാവുന്ന പണി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ രത്നമാണ് റീറ്റെയിലിംഗ്. ഈ റീറ്റെയിലിംഗിന്റെ പ്രത്യേകത ഇത് ഡെയിലി പ്രാക്ടീസ് ആക്കി മാറ്റണം. ഡെയിലി ഒരു 1000 രൂപയെങ്കിലും റീറ്റെയിൽ ചെയ്ത് ഉണ്ടാക്കിയില്ല ഉറക്കം വരാത്ത ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. അത്ര എളുപ്പമൊന്നുമല്ല, ചെയ്ത് ശീലിച്ചാൽ എളുപ്പമാവും. 2, റീറ്റെയിൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ ഡേറ്റ കീപ്പ് ചെയ്ത് വെക്കണം. 3, നമ്മളോടൊപ്പം തുടങ്ങുന്ന ഓരോ ആളുകളുടെയും സ്റ്റോക്ക് തീരുന്നതനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. മീൻസ് അവരെ കൊണ്ട് കൃത്യമായി റീപർച്ചേസ് ചെയ്ത് കൊണ്ടുപോകണം. പ്രൊഡക്റ്റ് തീർന്ന ഡിസ്ട്രിബ്യൂട്ടർമാർ ഈ ബിസിനസ്സിൽ അത്ര നല്ല ലക്ഷണമല്ല. വാസ്തുശാസ്ത്ര പ്രകാരം പറയും, പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റു പോയിക്കൊണ്ടിരുന്നാൽ അത് അത്ര നല്ല ലക്ഷണമല്ല എന്ന് പറയും. എന്ന് വെച്ചാൽ വീട്ടിലെ ലീക്ക് ഉണ്ടെങ്കിൽ അത്ര നല്ലതല്ല എന്ന് പറയും. അതുപോലെ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ വീട്ടിൽ പ്രൊഡക്റ്റ് ഒന്നും അവശേഷിക്കുന്നില്ലെങ്കിൽ അത് അത്ര നല്ല ലക്ഷണമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ അവർ ഈ ബിസിനസ്സിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ വീട്ടിൽ ഉൽപ്പന്നങ്ങൾ ഇല്ലാത്ത അവസ്ഥയെ നിങ്ങൾ ഭയപ്പെടുക, അത് അത്ര നല്ല അവസ്ഥയല്ല. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് റീടെൻഷൻ. 3 കാര്യങ്ങൾ അതിൻ്റെ അകത്ത്. 3ഉം ഓരോ മണിക്കൂറിന്റെ സെഷനാണ് സാധാരണ. അതായത് ഈ 2 ഡേ ട്രെയിനിങ്ങിലൊക്കെ ഓരോ മണിക്കൂറിന്റെ സെഷൻ വെച്ചെടുക്കുന്ന 3 പോയിന്റ്. അടുത്തത് 1 കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. നിങ്ങൾ വീട്ടമ്മ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, വക്കീലായിക്കോട്ടെ, കൃഷിക്കാരനായിക്കോട്ടെ, പ്ലംബർ ആയിക്കോട്ടെ, ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു ദിവസം ഒരു വീട്ടമ്മ 5 പേരെ വിളിക്കാറുള്ളൂ. ഭാര്യ, ഭർത്താവ്, മക്കൾ, അല്ലെങ്കിൽ അവരുടെ അമ്മ. 5 കോള് നിൽക്കും, അല്ലെ 6 കോളിൽ ഒരു വീട്ടമ്മയുടെ കോള് 90% തീരും. പക്ഷെ ഈ ബിസിനസ് തുടങ്ങി നിങ്ങളോടൊപ്പം 100 കണക്കിന് ആൾക്കാർ വന്നാൽ 6 കോളിന് പകരം മിനിമം 60 കോള് വിളിക്കേണ്ടി വരും. കമ്മ്യൂണിക്കേഷൻ ഇതിന്റെ ബ്ലഡ് ആണ്. അത് നിരന്തരമായി വിളിക്കുക, മടി കൂടാതെ വിളിക്കുക. 2, റിലേഷൻഷിപ്പ്, നല്ല ബന്ധം, ആരോഗ്യകരമായ ബന്ധം ആൾക്കാരോട് ഉണ്ടാക്കണം. നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. മീൻസ് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക, ലാസ്റ്റ് റിസോർട്ട്, അവസാന അഭയകേന്ദ്രമാണ് നമ്മളൊരു തോന്നൽ അവർക്ക് വരണം. ആത്മാർത്ഥമായിട്ട് അതിന് മറുപടി കൊടുക്കാൻ കഴിയണം. 3ാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കണ്ടിന്യൂറ്റി, സ്ഥിരത ഉണ്ടാവണം. ചിലരൊക്കെ ഇങ്ങനെ ആവേശത്തിൽ വരും, ഒരു ജയത്ത് ചെയ്യും, എന്നിട്ട് അങ്ങ് ഡൗൺ ആവും. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് വീണ്ടും വരും, ഒരാവേശത്തിന് ചെയ്യും, പിന്നെ അങ്ങ് പോകും. ഇതങ്ങനല്ല, ഇത് തുടർച്ചയായി ചെയ്യേണ്ട ഒരു പണിയാണ്. ഞാനത് പണ്ടുകാലം തൊട്ടേ പറയുന്ന ഉദാഹരണം കള്ള് ചെത്തുന്നതിനെ കുറിച്ചാണ്. തെങ്ങിന്റെ മുകളിൽ കയറി കള്ള് ചെത്തുന്നത്, ഞാൻ കള്ള് കുടിക്കത്തില്ലെങ്കിലും കള്ള് ചെത്തുന്നത് കണ്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കള്ള് ചെത്താൻ വേണ്ടി തെങ്ങിന് മുകളിൽ കയറിയിട്ട് ഒരു എല്ലുമുട്ടി നടക്കുന്ന ഒരു സാധനമുണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ ടക്ക് 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 ഇങ്ങനെ താളത്തിൽ ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് ഇങ്ങനെ കൊട്ടുമ്പോൾ ഏറ്റവും ബോട്ടത്തിലുള്ള കള്ള് മുകളിൽ കൂടെ കയറി ആ ഒരു കുടത്തിനകത്തോട്ട് സേവ് ചെയ്യപ്പെടുകയാണ്. അതിന് പകരം ഇയാൾ 5 മിനിറ്റ് കള്ളി എത്തിയിട്ട് താഴെ ഇറങ്ങി ഒരു സോഡാ സർവത്തൊക്കെ കുടിച്ച് ഒരു സിഗരറ്റൊക്കെ വലിച്ചിട്ട് പിന്നെ മേളിൽ കയറി, പിന്നെ ഒരു 5 മിനിറ്റ് കെട്ടി, പിന്നെ ഇങ്ങനെ ആണെങ്കിൽ ഇയാൾക്ക് മേളോട്ടും താഴോട്ടും കയറാനും ഇറങ്ങാനും മാത്രമേ നേരം കാണത്തുള്ളൂ. ഒരു സാധാരണ സ്കൂൾ വിദ്യാഭ്യാസം പോലും ഒരു പക്ഷേ ഇല്ലാത്ത ഒരു സാധാരണക്കാരനായ കള്ളിയെത്തുകാരന് പോലും അറിയാം കണ്ടിന്യൂറ്റിയുടെ പ്രാധാന്യം. അങ്ങനെയെങ്കിൽ 2,10,000 രൂപ ആഴ്ച കിട്ടുന്ന ബിസിനസ്സിന് കണ്ടിന്യൂറ്റി വേണോ വേണ്ടയോ നിങ്ങൾ തന്നെ ആലോചിക്കും. ഈ 3 രത്നങ്ങള് നിങ്ങളുടെ ടീമിലും നിങ്ങളും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. നിങ്ങളുടെ ഇൻകത്തിലും റിസൾട്ടിലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് ചെക്ക് ചെയ്യണം. ഞാൻ റിക്രൂട്ട് ചെയ്തിട്ട് എത്ര കാലമായി, ഞാൻ ഈ ബിസിനസ്സിലേക്ക് പുതിയൊരാളെ കൊണ്ടുവന്നിട്ട് 3 മാസമായോ, 2 മാസമായോ, 6 മാസമായോ, 1 മാസമായോ, ഞാൻ അപ്രോച്ച് പോലും ചെയ്യുന്നില്ലല്ലോ. സോ ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ? ബിസിനസിന്റെ സിസ്റ്റം പ്രകാരം ഞാൻ എന്തോ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ റീറ്റെയിൽ ചെയ്യുന്നുണ്ടോ, എന്റെ ടീം റീറ്റെയിൽ ചെയ്യുന്നുണ്ടോ, എന്റെ ടീമിൽ 50 ആൾക്കാർ ആക്റ്റീവ് ആയിട്ടുണ്ട്, ഈ 50 ആൾക്കാരും റീപർച്ചേസ് ചെയ്യാറുണ്ടോ, ഇവർ പ്രൊഡക്റ്റ് ചാമ്പിനകത്ത് പങ്കെടുക്കുന്നുണ്ടോ, നമ്മളിത് പരിശോധിക്കണം. ചിലപ്പോൾ നമ്മുടെ അപ്ലൈൻ ഇത് പരിശോധിക്കുന്നുണ്ടാവും, അത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ ഓർഗനൈസേഷൻ നമ്മൾ പരിശോധിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. 3ാമത്താണ് റീടെൻഷൻ. നല്ല കമ്മ്യൂണിക്കേഷൻ ഞാൻ ആൾക്കാരുമായിട്ട് വെക്കുന്നുണ്ടോ, ഞാൻ നന്നായി ബന്ധം സൂക്ഷിക്കാറുണ്ടോ, വിളിച്ചാൽ തെളിച്ചു വിളിക്കാറുണ്ടോ, തിരിച്ചു വിളിക്കുന്ന ആളാണോ ഞാൻ, കണ്ടിന്യൂറ്റി ഉണ്ടോ, ഇതൊക്കെ വളരെ പ്രധാനമാണ്. അപ്പൊ 3 രത്നം പറഞ്ഞ പോലെ തന്നെ 3 ദോഷവും കൂടെ ഉണ്ട്. നല്ലത് മാത്രം പോരല്ലോ ഈ ലോകത്ത്, നല്ലതും ചീത്തയും കൂടെ സമ്മിശ്രമായിട്ട് വരുമ്പോഴല്ലേ ഒരു സുഖമുള്ളൂ. 3 ദോഷമുണ്ട് നമുക്കല്ല, ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാവർക്കും 3 ദോഷം കാണും. അതിൽ എന്തെങ്കിലുമൊക്കെ കാണും. അതിൽ 1ാമത്തെ ദോഷമാണ് ഈഗോ. ഈ ബിസിനസ്സിൽ വമ്പൻ കഴിവുള്ള ആളുകൾ വന്നിട്ട് ഒന്നും ആകാതെ പോകുന്നതിന്റെ കാരണം ഒരു നല്ല ശതമാനം ആൾക്കാർ അങ്ങനെ പോകാറുണ്ട് കേട്ടോ.
എനിക്ക് നേരിട്ടറിയാം. വലിയ അറിവുള്ള വലിയ കഴിവുള്ള ആളുകൾ പോലും വന്നിട്ട് ഈ ബിസിനസ്സിൽ വിജയിക്കാതെ പോകുന്നതിന്റെ ഒരു കാരണം അവർക്ക് പോലും മനസ്സിലാകാത്ത ഒരു ഈഗോ ഉണ്ട്. ഒരു പക്ഷേ എനിക്ക് പോലും മനസ്സിലാകാത്ത പല ഈഗോസും എനിക്ക് ഉണ്ടാവും എന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പം ഈഗോ ഒരു വലിയ കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ എല്ലാ കുഴപ്പത്തിന്റെയും തുടക്കം അതാ. ആ ഈഗോ ഉദാഹരണം ഞാൻ പറയാം. ഞാനൊരു പ്രൊഫസറാണ്, കോളേജ് പ്രൊഫസറാണ്. എന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിച്ചത് എന്റെ ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ എന്നെ ബിസിനസ് കൊണ്ടുവന്നു. ഞാൻ ബിസിനസ് കൺസെപ്റ്റിലൊക്കെ ആകർഷകനായി ബിസിനസ് തുടങ്ങി. എന്റെ മകനോ എന്റെ സഹോദരനോ എന്നോട് ചോദിച്ചു, നീ ആരുടെ ബിസിനസ് ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന ആളുടെ കൂടാണ്. അയാൾ എന്റെ സ്റ്റുഡന്റ് അല്ലേ? ഞാൻ പറഞ്ഞ നാണമില്ലേ അയാൾ താഴെ വർക്ക് ചെയ്യാൻ? നീ ചെയ്ത എന്റെ ബിസിനസിന്റെ ഗുണം അയാൾക്കല്ലേ കിട്ടുക? ഒരു ചോദ്യം അയാള്. അവിടെ എന്റെ ഈഗോ ആണെന്ന് മീൻസ് ഞാൻ പതുക്കെ എന്റെ മനസ്സിൽ ഉള്ള അനാവശ്യമായ ചിന്തകൾ ഉണ്ടായി തുടങ്ങും. സോ ഒരു കാരണവശാലും ഈഗോ നമ്മളെ നശിപ്പിക്കുകയുള്ളൂ. ഈഗോയും ലെസ് ഈഗോ മോർ ഏണിങ്സ് എന്ന് പറഞ്ഞു. നമ്മളെ കുറിച്ച് അമിതമായി ചിന്തിക്കാതെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ആശയത്തെക്കുറിച്ചും നമ്മൾ വഴി വെളിച്ചം കിട്ടുന്ന ആൾക്കാരെ കുറിച്ചും ചിന്തിച്ച് മുമ്പോട്ട് പോവുക. ഈഗോ കുറച്ചാൽ ഏണിങ്സ് കൂടും. ഈഗോയും പൈസയും കൂടെ ഒരു പോക്കറ്റിൽ കിടക്കില്ല, രണ്ടിലൊന്നേ കിടക്കുള്ളൂ. സോ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു ഈഗോ ഇല്ലാത്ത ആൾക്കാരെ നമുക്ക് പോകാൻ കഴിയണം. പണ്ട് ഒരാള് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇങ്ങനെ തപസ് ചെയ്യുന്ന പോലെ തപസ് ചെയ്തു, ദൈവമേ എനിക്ക് കുറെ നേട്ടങ്ങൾ തരണം, എനിക്കൊരു വലിയ ഉടനെ കുറെ ആയി കഴിയുമ്പോൾ ദൈവം ഇങ്ങനെ പ്രസാദിച്ചു. ദൈവം ചോദിച്ചു, നിനക്ക് എന്ത് വേണം? എനിക്കൊരു വലിയ ബംഗ്ലാവ് വേണം. അപ്പൊ ദൈവം ഇങ്ങനെ ബംഗ്ലാവ്, എന്നാ ശരി തഥാസ്തു, ഉള്ളതുപോലെ ആട്ടെ, ബംഗ്ലാവ് തരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അതുപോലെ എനിക്ക് വലിയൊരു കാറ് വേണം, എനിക്ക് വലിയ ആഡംബരങ്ങൾ വേണം, എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം. അതായത് ദൈവം പെട്ടെന്ന് ഒറ്റ വാർത്ത ദൈവത്തിന് മനസ്സിലായി, ഇപ്പം വല്ലാത്തൊരു അത്യാഗ്രഹിയാണ്. അപ്പൊ ദൈവം പറഞ്ഞു, നിനക്ക് നീ പറഞ്ഞ എല്ലാം തരാം. കാര്യം ഈ വരം കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പണി. വരം തരാതിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നീ ചോദിച്ച എല്ലാ വരവും നിനക്ക് തരാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നിനക്ക് തരുന്നതിന്റെ നേരെ ഇരട്ടി നിന്റെ ഓപ്പോസിറ്റ് വീട്ടിലെ ചേട്ടനും കൊടുക്കുന്നു. അപ്പൊ ഇവ പറഞ്ഞു, ഓ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഉടനെ ദൈവം പറഞ്ഞു, നിനക്കെന്നാ വലിയ ബംഗ്ലാവ് തരട്ടെ? ഉടനെ ഇയാൾ പറഞ്ഞു, ഓക്കെ വലിയ ബംഗ്ലാവ് ആയിക്കോട്ടെ. ഇയാൾ എന്ന് വൈഫിനോട് പറഞ്ഞു, നമുക്ക് വലിയ ബംഗ്ലാവ് തരാൻ പോട്ടോ. ഉടനെ അപ്പൊ വൈഫ് ചോദിച്ചാ, കൊള്ളല്ലോ, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, അപ്പുറത്തെ വീട്ടിലെ രാജന് നമ്മുടെ കണക്കത്തെ 2 ബംഗ്ലാവ് ഇട്ട്. അപ്പം വൈഫ് ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ചു, അയ്യോ അത് ശരിയാവുന്നില്ല, നമ്മൾ ഇത്രയും വലിയ ബംഗ്ലാവ് വെച്ച് കഴിയുമ്പോൾ ഇതുപോലത്തെ 2 അവന് കിട്ടിയാൽ അതെങ്ങനെ ശരിയാവുന്നത്? അത് വേണ്ട. അപ്പം ദൈവം ഒരു തിരുത്തുണ്ട്, ദൈവമേ വലിയ ബംഗ്ലാവ് എനിക്ക് വേണ്ട. അത് കഴിഞ്ഞു ഇയാൾ പറഞ്ഞു, എനിക്ക് വലിയ കാറ് മതി. അപ്പൊ വലിയ കാറ് ദൈവം പറഞ്ഞു തന്നേക്കാം, പക്ഷെ രാജന് 2 കൊടുക്കട്ടോ. രാജന് 2 കൊടുക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഇയാൾക്ക് വീണ്ടും ടെൻഷനായി. അവസാനം ആലോചിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യ ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തു. ഭാര്യ പറഞ്ഞു, ദൈവമേ എന്റെ ഭർത്താവിന്റെ ഒരു കണ്ണ് നീ അങ്ങ് എടുത്തു, അങ്ങനെയാണെ അപ്പുറത്തെ രാജൻ 2 പോവുമല്ലോ, 2 കണ്ണും അടിച്ച് പോവുമല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതായത് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ നാട്ടിൽ 1000 പേർക്ക് നമ്മളെ കൊണ്ട് നേട്ടം ഉണ്ടായാലും നമുക്ക് കിട്ടുന്നതിൽ സന്തോഷിക്കാൻ പഠിക്കുക. അല്ലാണ്ട് ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് നേട്ടം ഉണ്ടാകുക അല്ല മറ്റുള്ളവർക്ക് നഷ്ടം ഉണ്ടാകുക നമുക്ക് നേട്ടം ഉണ്ടാകുക എന്ന ചിന്തയെ പോരുത്. എല്ലാവരും രക്ഷപ്പെട്ടാലേ ഈ ബിസിനസ് നമ്മളും രക്ഷപ്പെടുള്ളൂ. ഇതിന്റെ ഒരു കോമ്പൻസേഷൻ പ്ലാന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഒന്നാമത്തെ വിഷമാണ് ഈഗോ. ഇത് അറിയാതെ പോലും അതായത് ദുർബല നിമിഷത്തിൽ പോലും നമ്മളെ പിടിക്കാണ്ട് നമ്മൾ നോക്കണം. രണ്ടാമത്തെ വിഷമാണ് കമ്പാരിസൺ. കമ്പയർ ചെയ്യുക. ഇപ്പൊ ഈ മീറ്റിംഗ് ഒത്തിരി സ്റ്റാർ റൂബി ലീഡേഴ്സ് കേൾക്കുന്നുണ്ട്. ഈ സ്റ്റാർ റൂബി ലീഡേഴ്സ് ഒക്കെ സ്റ്റാർ ആവുന്നവരെ കുഴപ്പമൊന്നുമില്ല, റൂബി ആവുന്നവരെ കുഴപ്പമില്ല. ഇച്ചിരി മേലോട്ടോ റാങ്ക് ഒക്കെ പോകുമ്പോഴത്തേക്ക് ഇവര് പറയും, മറ്റേ ആള് 3 മാസം കൊണ്ട് സ്റ്റാർ ആയി, ഞാൻ 6 മാസം എടുത്തിട്ട് സ്റ്റാർ ആയത്. മറ്റേ ആള് 6 മാസം കൊണ്ട് DTC ആയി, ഞാൻ 6 മാസമായിട്ടും സ്റ്റാർ ആയുള്ളൂ. അപ്പൊ എന്നെ കൊണ്ട് ശരിയാകത്തില്ല, ഞാനൊരു പരാജയമാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഐ ആം എ ഫെയിലിയർ, ഞാൻ ഒരു പരാജയമാണ്. അതിന് പകരം ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റണം. അയാൾ 6 മാസം കൊണ്ടായി, എങ്ങനെയൊന്ന് പഠിച്ചിട്ട് ഞാനും വേഗത്തിലാവാം. അല്ലാണ്ട് മറ്റേ ആളുടെ അപ്പോൾ എനിക്ക് എത്താൻ പറ്റിയില്ലോ എന്ന് ആലോചിച്ച് നിരാശ കൊള്ളേണ്ട ഒരു കാര്യമില്ല. ലോകത്തെ ഓരോ മനുഷ്യനും അവൻ്റെതായ ഒരു യുണീക്നെസ് ഉണ്ട്, അവൻ്റെതായ ഒരു വൈശിഷ്ട്യം അല്ലെങ്കിൽ ഒരു വിശിഷ്ടതയുണ്ട്. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഓരോരുത്തർക്കും അവരുടേതായ റോളുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്യുന്ന റോള് ഒരിക്കലും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന റോൾ ഒരിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ള ഒരാളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യേണ്ട. നമ്മുടെ ഇന്നത്തെ റെക്കോർഡ് നമ്മൾ ഇന്ന് ബ്രേക്ക് ചെയ്യും, ഇന്നത്തെ റെക്കോർഡ് നാളെ ബ്രേക്ക് ചെയ്യും, അത് മതി. അല്ലാണ്ട് നമ്മൾ ഒരാളുമായിട്ടും കമ്പാരിസൺ നിൽക്കാതിരിക്കുന്നതാണ് നമ്മുടെ ബിസിനസ്സിൽ എല്ലാ കാലത്തും നല്ലത്. ഒരു ദിവസം ഞാൻ പഴയ ഒരു ഇതില് വായിച്ചൊരു കാര്യമാണ്, ഗ്രീക്ക് പട്ടാളം ഒരു പ്രത്യേക രീതിയിൽ ഒരു എന്താ പറയണ്ടേ പടയാളികളെ ക്രമീകരിച്ചിട്ട് ഗ്രീക്ക് പട്ടാളം യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചു. യുദ്ധം നല്ല കൊടുമ്പിരി കൊണ്ടുപോയി. ഈ ഒരു നമ്മൾ ചക്രവ്യൂഹം എന്നൊക്കെ പറഞ്ഞ ഒരു വ്യൂഹത്തിന്റെ 2 സൈഡിലും
നല്ല ബലമുള്ള രണ്ട് പരിചയമായിട്ട് ആളുകൾ നിൽക്കുന്നു, യോദ്ധാക്കൾ നിൽക്കുന്നു. നടുക്ക് നിരവധി പടയാളികൾ ഒരു കൈയിൽ പരിചയം ഒരു കൈ വാളുമായിട്ട് നിന്ന് ഈ വ്യൂഹം മുമ്പോട്ട് പോയി ശത്രുക്കളെ വെട്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് ഈ വെട്ടിവീഴ്ത്തിയ യോദ്ധാക്കളായ ആൾക്കാർ രണ്ട് സൈഡിൽ നിൽക്കുന്ന പടയാളികളോട് പറയാൻ തുടങ്ങി. അവരന്ന് വെട്ടിവീഴ്ത്തിയ ആൾക്കാരെ കുറിച്ചുള്ള വീരകഥകൾ ഇങ്ങനെ പറഞ്ഞു. ആ വീരകഥകൾ കേട്ട് രണ്ടറ്റത്ത് നിന്നും തടുക്കാൻ മാത്രം വിധിക്കപ്പെട്ട, തടുക്കാൻ മാത്രം നിയോഗിക്കപ്പെട്ട, തടുക്കാൻ മാത്രം എനിക്ക് കഴിയുള്ളൂ എന്ന് വിശ്വസിച്ച്, അല്ലെ തടുക്കാൻ മാത്രമുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രണ്ട് കയ്യിലും പരിചയമായിട്ട് നിൽക്കുന്ന, വാള് കയ്യിലെടുക്കാൻ അവസരമില്ലാത്ത ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ അദമ്യമായ ആഗ്രഹം ഉണ്ടായി. എനിക്കും ഇവരെ പോലെ ആളുകളെ വെട്ടിവീഴ്ത്തണം, ഞാൻ ഒരു യോദ്ധാവാണെന്ന് അവർ തീരുമാനിക്കുകയും ഒരു സുപ്രഭാതത്തിൽ ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന ആളുകൾ എന്താ പറയുക തടുക്കാൻ വിധിക്കപ്പെട്ട ആൾക്കാർ കൂട്ടത്തോടെ തീരുമാനം എടുക്കുകയും അവർ ഒരു കൈയിലെ പരിചയം ഉപേക്ഷിച്ചു. ആ കയ്യിൽ വാളുകൾ എടുത്ത് വർദ്ധിത വീര്യത്തോടെ നൂറുകണക്കിന് പടയാളികളെ വെട്ടിവീഴ്ത്തി മുമ്പോട്ട് പോയി. പക്ഷെ അധികം പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ തന്നെ ഈ വ്യൂഹത്തിന്റെ രണ്ട് സൈഡും വീക്കാണ് എന്ന് മനസ്സിലാക്കിയ ശത്രു സൈന്യം ഈ വ്യൂഹം ആക്രമിക്കുകയും കീഴടക്കുകയും ഈ പടയാളികളെ മുഴുവൻ അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തെ തന്നെ അവർ തോൽപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇവിടെ എന്താണ് ആ ഒരു വലിയ ശക്തരായിരുന്ന ആ ടീമിനെ തകർത്തതെന്ന് ചോദിച്ചാൽ, റോള് മറന്നുപോയ എണ്ണത്തിൽ കുറവുള്ള എതിരാളികളെ തടുത്തു നിർത്തേണ്ട പണി ചെയ്യേണ്ടതിന് പകരം മറ്റുള്ള ആൾക്കാരുമായി കമ്പയർ ചെയ്ത് അവരുടെ ജോലിയും കൂടെ ചെയ്യാൻ വേണ്ടി, അവരെ പോലാവാൻ വേണ്ടി, അവരെക്കാൾ നന്നാവാൻ വേണ്ടി അനാവശ്യമായ ആരോഗ്യകരമല്ലാത്ത, തങ്ങൾക്ക് ഉറപ്പില്ലാത്ത മത്സരത്തിൽ ഇറങ്ങി തിരിച്ചു എന്നുള്ള വീഴ്ചയാണ് അവരെ നശിപ്പിച്ചത്. എനിക്ക് നിങ്ങൾക്കും സ്ട്രെങ്ത് ഉണ്ട്, വീക്ക്നെസ് ഉണ്ട്. ആ സ്ട്രെങ്തുകൾ നന്നായി മുമ്പോട്ട് കൊണ്ടുപോകണം. വീക്ക്നെസ് പതുക്കെ ശരിയാക്കി എടുക്കണം. അതിനു പകരം അനാവശ്യമായ തെറ്റായ കമ്പാരിസൺ നമ്മൾ ഇറങ്ങി തിരിക്കരുത്. അത് നമ്മളെ നശിപ്പിക്കൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ എത്ര പതുക്കെ ഓടുന്നെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾക്ക് വേഗത്തിൽ ഓടാനുള്ള അവസരം വരും. നിങ്ങൾ എത്ര വേഗത്തിൽ ഓടിയാലും നിങ്ങൾ അതിനകത്ത് അമിതമായി ആഹ്ലാദിക്കുകയും വേണ്ട. നാളെ ഒരു പക്ഷേ നമ്മുടെ വേഗത കുറഞ്ഞേക്കാം. ഞാൻ നെഗറ്റീവായിട്ടല്ല പറയുന്നത്, പോസിറ്റീവ് സെൻസിൽ എടുക്കാവുള്ളൂ. ഇത് രണ്ടും ഒരു മത്സരത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യയുടെ അഭിമാനമായി നൂറുകണക്കിന് കളികളിൽ ഇന്ത്യയെ നയിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. എന്നാൽ എത്രയോ കളികളിൽ അദ്ദേഹം ഡെക്കിന് പോയിട്ടുണ്ട്, എത്രയോ കളികളിൽ അദ്ദേഹം ഫോം ഔട്ട് ആയിട്ടുണ്ട്, എത്രയോ കളികളിൽ അദ്ദേഹം വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം ഇന്ന് ലോകത്തിലെ നമ്പർ 1 കളിക്കാരനായി തുടരുന്നതിന്റെ കാര്യം തന്റെ മോശം സമയങ്ങളിൽ കമ്പാരിസൺ നടത്തി ആരിലും തെറ്റ് ആരോപിച്ച് ഒഴിഞ്ഞു മാറാതെ സ്വന്തം കഴിവുകൾ മെച്ചപ്പെടുത്താനുള്ള ഒരു കഴിവാണ് ഇന്ന് അദ്ദേഹത്തെ ഏറ്റവും വിജയിച്ച ഒരു ക്രിക്കറ്ററായിട്ട് റിട്ടയർമെന്റിന് ശേഷവും ലോകം ഓർത്തിരിക്കുന്നത്. അപ്പൊ കമ്പാരിസൺ കഴിഞ്ഞു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷമാണ് ഇറസ്പോൺസിബിലിറ്റി. ഇറസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ഒരു സെക്കൻഡ് ഒന്ന് മൂന്നാമത്തെ വിഷം, ത്രിദോഷത്തിൽ മൂന്നാമത്തെ വിഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇറസ്പോൺസിബിലിറ്റി. അതായത് ഇറസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മളുടെ കഴിവുകളും നമ്മൾ അതിൽ പുറത്തോട്ട് കൊടുക്കുന്നതും തമ്മിലുള്ള അന്തരം, അതാണ് ആകെ തുകയായിട്ട് മാറുന്നത്. നമ്മുടെ കഴിവുകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് ചെയ്യാൻ കഴിയുമായിരിക്കുന്ന അല്ലെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പുറത്ത് നമ്മളങ്ങ് ഒഴിവാക്കി വിടും. ഉദാഹരണം, നമ്മുടെ ഓർഗനൈസേഷൻ. ഇതിപ്പം ഈ കാണുന്ന ഓർഗനൈസേഷൻ, ഒരു സെക്കൻഡ്, അതായത് നമ്മുടെ ഓർഗനൈസേഷന്റെ രണ്ട് ഓർഗനൈസേഷനിലും വരുന്ന ആളുകളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുകയും നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടടുത്തുനിന്ന് നമ്മൾ പതുക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അറിയാണ്ട് പോകുമ്പോൾ, എന്ന് വെച്ചാൽ എളുപ്പത്തിൽ ഉദാഹരണം ഞാൻ പറയാം, നമ്മളോട് നീതി പുലർത്താത്ത ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. നമ്മളോട് നീതി പുലർത്തുന്ന ഒരു സാഹചര്യത്തിൽ പോകേണ്ട ആൾക്കാരാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യവും നമ്മളായിട്ട് തന്നെ ഏറ്റെടുത്ത് ചെയ്യുക എന്ന ഒരു രീതിയിലേക്ക് പോവുക. ഒരു ഉത്തരവാദിത്വം നമ്മൾ ഒളിച്ചോടാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെന്താ പറയാ, സ്വയം കൈക്കൂലി വാങ്ങിക്കുക എന്ന് പറയും. എളുപ്പത്തിൽ ഒരു കഥ പറഞ്ഞാൽ,
ചെറുപ്പക്കാരൻ, നന്നായി പഠിക്കുന്ന ഒരു അച്ഛന്റെ, നന്നായി പഠിച്ച് പാസ്സായ ഒരു അച്ഛന്റെ മകനെ അയാൾ ഡോക്ടർ ആക്കാനായിട്ട് കൊണ്ട് ചേർക്കുകയും, ഈ മകൻ ഡോക്ടറിന് പഠിച്ചു, പക്ഷെ ഇവൻ ഇത്തിരി ഉഴപ്പനായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല പണം ഉണ്ടായിരുന്ന ഈ അച്ഛൻ എങ്ങനെയും ഇവനെ ഡോക്ടറാക്കാൻ തീരുമാനിച്ചു. അതിനുശേഷം അയാൾ എടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം, ഈ മകൻ പരീക്ഷയ്ക്കൊക്കെ അമ്പയെ പരാജയപ്പെടുകയും അവസാനം ഈ അച്ഛനൊരു തീരുമാനം എടുത്ത് എങ്ങനെയും ഇവനെ ജയിപ്പിക്കണം, ഇവന്റെ മാനം കെടുത്തു, എങ്ങനെയും ഇവനെ ജയിപ്പിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് ഫാദർ മാറി. അദ്ദേഹം ഇയാളുടെ എക്സാം നടത്തുന്ന, അല്ലെങ്കിൽ ഇയാളുടെ എക്സാം നടക്കുന്ന സ്കൂളില് എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ? യെസ്, സൗണ്ട് കേൾക്കാലോ അല്ലേ മിഥുൻ? കേൾക്കാം. ഓക്കെ. അദ്ദേഹം ഇയാളുടെ എക്സാമിന്റെ സമയമായപ്പോഴേക്കും ഈ ചെറുപ്പക്കാരൻ കോപ്പി അടിക്കാൻ തീരുമാനിച്ചു. എങ്ങനെയും ജയിക്കണം, കോപ്പി അടിക്കാൻ ഈ ചെറുപ്പക്കാരൻ തീരുമാനിക്കുകയും ഇയാൾ പതുക്കെ കോപ്പി അടിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇത് കണ്ടെത്തിയ അധ്യാപകൻ ആദ്യ ദിവസം തന്നെ ഇയാളെ വിലക്കുകയും, പക്ഷെ അന്ന് വൈകുന്നേരം അച്ഛന്റെ പണത്തിന്റെ ബലത്തിൽ അയാള് വലിയ തുക ഈ അധ്യാപകനും, ഈ അധ്യാപകന്റെ ക്ലാസ്സിലെ പരീക്ഷ നിയന്ത്രിക്കാൻ വരുന്ന ആൾക്കാർക്കെല്ലാം ഒരു പണം വാരി എറിഞ്ഞു. അങ്ങനെ ഈ പയ്യൻ കോപ്പി അടിച്ച് പരീക്ഷ പാസ്സായി. വർഷങ്ങൾ കടന്നുപോയി. ഈ അധ്യാപകൻ അസുഖം ബാധിച്ച് പെട്ടെന്നൊരു പക്ഷാഘാതം പോലെ, ഒരു സ്ട്രോക്ക് പോലെ വന്ന് ഇയാൾ ഹോസ്പിറ്റലൈസ്ഡായി. ഒരുമാതിരിപ്പെട്ട ഡോക്ടേഴ്സ് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ അവസാനം ആ ഹോസ്പിറ്റലിൽ പുതുതായി ചാർജ് എടുത്ത ഏറ്റവും മിടുക്കനായ ചെറുപ്പക്കാരനായ പുതിയ ഡോക്ടർ സർജറിയുടെ സമയത്ത് ആ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ വന്ന ജൂനിയർ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു, നല്ല മിടുക്കനായ ചെറുപ്പക്കാരനാണ്, സാറിനെ ഇനി നിങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ അനസ്തേഷ്യയുടെ കെട്ടുവിട്ട് പാതി ബോധത്തിൽ തന്റെ രക്ഷകനെ കാത്ത് കിടക്കുകയാണ് അധ്യാപകൻ. അധ്യാപകൻ നോക്കുമ്പോൾ കാണുന്നത് രക്ഷകനായിട്ട് വരുന്നത് ആരാണ്? ഇയാളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി ജയിപ്പിച്ചു വിട്ട ആ ഡോക്ടറാണ് സ്റ്റെസ്കോപ്പും കത്തിയും മുള്ളും ഒക്കെ ആയിട്ട് ഈ അധ്യാപകനെ കീറാനായിട്ട് വന്നേക്കുന്നത്. അന്നത്തോടുകൂടി ഈ ലോകത്ത് നിന്ന് അധ്യാപകൻ വിട പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും നല്ലൊരു പ്രൊഫഷനാണ് അധ്യാപനം. അവിടെ തന്റെ ഉത്തരവാദിത്വത്തിൽ, തന്റെ റെസ്പോൺസിബിലിറ്റിക്ക് മുമ്പിൽ ആ റെസ്പോൺസിബിലിറ്റി പണം വാങ്ങിച്ചുകൊണ്ട് ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറായി. ഒരുപക്ഷെ പണമായിക്കോട്ടെ, ഒരുപക്ഷെ പദവി ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ കിട്ടാത്ത എന്തിൻ്റെയെങ്കിലും മുമ്പിൽ കണ്ണു മഞ്ഞളിച്ചുകൊണ്ട് നമ്മളുടെ ഉത്തരവാദിത്വം നമ്മൾ മറന്നാൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള, അല്ലെ ഉണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു നഷ്ടത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഒരു സംഭവം. എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളെ കൊണ്ട് കഴിയുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്താൻ കഴിയുന്ന ഒരു കാര്യവും ഒരു കാരണവശാലും നമ്മൾ റെസ്പോൺസിബിൾ ആകാൻ പാടില്ല. നമ്മളെ കൊണ്ട് തീരെ പറ്റില്ല എങ്കിൽ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിട്ടുപിടിച്ചേക്കുക, അല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആവർത്തിക്കാൻ പാടില്ല. മീൻസ് നമ്മൾ ഒരാൾക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, നിങ്ങളുടെ അപ്ലൈനുമായിട്ട് കൺസൾട്ട് ചെയ്യുക, അതുമായി മുമ്പോട്ട് പോകുക. ആ രീതിയിലോട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. അടുത്ത ആ ഒരു 3 ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതാണ്, നമുക്കൊരു ഫൈൻ ട്യൂണിങ് ആവശ്യമാണ്. മീൻസ് ഉദാഹരണം പറഞ്ഞാൽ, ഈ ലോക്ക്ഡൌണിന് ശേഷം, ഞാൻ അവസാനത്തെ ഒരു 10 മിനിറ്റിലേക്ക് കടക്കുകയാണ്. ഈ ലോക്ക്ഡൌണിന് ശേഷം നമ്മുടെ ബിസിനസ് എങ്ങനെ മുമ്പോട്ട് പോകണം? ഇന്നലെ വരെ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 2020 മാർച്ച് മാസം വരെ മൈലേജ് സെയിൽ ചെയ്തതും തികച്ചും വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് ഇപ്പൊ ബിസിനസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഞാനൊന്ന് വളരെ വേഗത്തിൽ 1-2 പോയിന്റുകൾ ഒന്ന് ഓടിച്ചു പറയാം. നമുക്കൊരു ഒരു ഫൈൻ ട്യൂണിങ് നമുക്ക് ആവശ്യമാണെന്നുള്ളതാണ്. അത് എവിടൊക്കെയാണ് നമുക്കൊരു ഫൈൻ ട്യൂണിങ് വേണ്ടത്? അതിൽ ഒന്നാമത്, വ്യക്തിപരമായി ഇന്നത്തെ മീറ്റിംഗിൽ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നത്, ഒരു മാറ്റം നമുക്ക് വേണ്ടത്, ചാർജ് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. നിങ്ങൾ സ്വയം ചാർജ് ചെയ്യാൻ തയ്യാറാകുക. സ്വയം ചാർജ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി, ഇപ്പൊ എല്ലാ ഓർഗനൈസേഷനിലും എല്ലാ ടീമിലും നമ്മുടെ നടക്കുന്നുണ്ട്, രാവിലെ മോർണിംഗ് മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ആ മോർണിംഗ് മീറ്റിങ്ങിൽ അത് രാവിലെ തന്നെ കയറി നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുക. സ്വയം ചാർജ് ചെയ്യണം. വെറുതെ അപ്ലൈനെ കൊണ്ട് വിളിച്ച് ബുദ്ധിമുട്ടിച്ച് മെനക്കെടാൻ നിൽക്കരുത്. ഇനിയുള്ള മൈലേജ് സ്റ്റൈല് എത്ര വർഷം നിങ്ങൾ ഈ ബിസിനസ് ചെയ്ത് എത്ര വലിയ അച്ചീവർ ആയാലും, നിങ്ങളുടെ ടീമിലും നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, നാളെ മുതൽ ഹിസ്റ്ററി പ്രോഗ്രാം കൺക്ലൂഷൻ
ലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട പുതിയ ശീലം ഒന്നാമത്തെ ശീലം ഇതാണ്, മോർണിംഗ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ശീലിക്കുക. ഇനി നിങ്ങളോടൊപ്പം ആരെങ്കിലും ഒക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് ചെറിയ മടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കുക, തുടർച്ചയായിട്ട് ഒരു 7 ദിവസം നിർബന്ധിച്ച് അവരെ കയറ്റുക മോർണിംഗ് മീറ്റിംഗിൽ. 8ാമത്തെ ദിവസം തൊട്ട് അവർക്ക് ഒരു നല്ല ശീലം ഉണ്ടാവും. അതായത് സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ തയ്യാറാകുക, സ്വയം ചാർജ് ചെയ്യാൻ നമ്മൾ തയ്യാറാകുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഈ സ്വയം ചാർജ് ചെയ്യുന്നതിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ ഞാനൊന്ന് കാണിക്കാം. മീൻസ് ഈ രാവിലത്തെ നന്മയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഈ സീൻ നമ്മൾ ശ്രദ്ധിച്ചില്ലേ, കറക്റ്റ് നമ്മുടെ ബിസിനസ്സിന് വേണ്ട കാര്യം തന്നെ അവർ പറയുന്നത്. അതായത് ഫുൾ കോൺഫിഡൻസ് പോയിരിക്കുന്ന വലിയ വീഴ്ചകൾക്കിടയ്ക്കും പ്രതീക്ഷയിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു സ്ട്രോങ് ഡിസിഷൻ, ആ ഡിസിഷനാണ് പല ആൾക്കാരെ അച്ചീവേഴ്സ് ആക്കിയിട്ടുള്ളത്. പലരെയും നമുക്കറിയാം, അമിതാഭ് ബച്ചന്റെ കഥയൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പോയിട്ട് ശക്തമായി തിരിച്ചു വന്ന എത്രയോ ആൾക്കാർ. അപ്പോൾ ഒരു 5 റൂൾസ് പറഞ്ഞ, 5 റൂള് പറഞ്ഞ, ഒന്നാമത്തെ റൂള് ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ചാർജ് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. നിങ്ങൾ സ്വയം ചാർജ് ചെയ്യാൻ തയ്യാറാകുക. 2, ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ പറയും, നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു പേന എടുത്ത് തന്ന ഒരാൾ, നമ്മുടെ അപ്ലൈ ലീഡർ ഒരാളാണ്. പിന്നെ അയാൾ നമുക്കൊരു സപ്പോർട്ട് തന്നില്ലെന്ന് വിചാരിച്ചു, ആ ആളോട് പോലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ക്ലിയർ? അതായത് ഇപ്പൊ എനിക്കും എന്റെ അപ്ലൈ ലീഡറായ മുബീൻ സാറിനും അല്ലെ എനിക്കും ഈ കമ്പനിക്കും ഇടയ്ക്ക് 100 കണക്കിന് ആൾക്കാർ വേറെ കാണും. എനിക്കറിയില്ല ആരെ. ഞാൻ അവരോടൊക്കെ കടപ്പെട്ടവരെ. നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ ബിസിനസ്സിൽ തന്ന ചെറിയ 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 സപ്പോർട്ടുകൾക്കും സർവീസുകൾക്കും ഒക്കെ നമ്മൾ നന്ദിയുള്ളവരാകുക. ഞാൻ ഇന്ന് ഈ കമ്പനിയിൽ ഒരു ITC ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലാ സമയത്ത്, എനിക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാ സമയത്ത്, എനിക്ക് 500, 200, 100 ഒക്കെ അവരുടെ ശമ്പളത്തിൽ നിന്നും അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും കടം തന്ന് സഹായിച്ച ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അങ്ങനെ തന്ന സഹായിച്ച ആൾക്കാരോടൊക്കെ ഞാൻ കടപ്പെട്ടവരാണ്. അവർ അന്ന് തന്ന 100 രൂപയ്ക്ക് ഇന്ന് 1 ലക്ഷം കൊടുത്താലും തികയില്ല എന്നുള്ള വ്യക്തമായ ധാരണ എനിക്കുണ്ട്, ബോധ്യം എനിക്കുണ്ട്. നിങ്ങളും അതുപോലെ നമ്മളുടെ അപ്ലൈൻ ലീഡേഴ്സ്, നമ്മളെ നയിക്കുന്ന ആൾക്കാര്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര്, അവരുടെ യോഗ്യതകൾക്കോ അവരുടെ പെരുമാറ്റങ്ങൾക്കോ അവരുടെ ശീലങ്ങൾക്കോ അവരുടെ രീതികൾക്കോ അപ്പുറത്തേക്ക് നമുക്ക് അവരോട് തോന്നേണ്ട ഒരേ ഒരു വികാരമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് അവർ ഇങ്ങോട്ട് എന്ത് വന്നു എന്ന് ചോദിച്ചിട്ടല്ല, നമ്മളുടെ ലീഡേഴ്സിന് നമ്മൾ കൊടുക്കുക. അതിന് ഗുരുത്വം എന്ന് പറയും. ആ ഗുരുത്വം ഈ ബിസിനസ് വേണം. എന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞാൻ ഇച്ചിരി ഗുരുത്വം കുറവുള്ള ആളായിരുന്നു. അതിന്റെ ബുദ്ധിമുട്ട് ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. എന്താന്ന് ഞാനിപ്പോ പറയുന്നില്ല. അപ്പൊ ഗുരുത്വം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ബിസിനസ്സിൽ അത് വേണം. അല്ലാണ്ട് സാറേ എന്നെ നോക്കാത്ത, എന്നെ വിളിക്കുന്നില്ല അയാള്, ഞാൻ എന്തിനാ അയാളെ മൈൻഡ് ചെയ്യണം, അങ്ങനെ വേണ്ട. നമ്മുടെ ലീഡർ ആണോ, എന്നേലും നമ്മളെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയാൻ അയാൾക്ക് തോന്നിയാൽ അത് തന്നെ വലുതാന്ന് വിചാരിക്കുക. നിങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഒരു ബേക്കറി നടത്തുന്ന ഒരു ബേക്കറിക്കാരൻ നിങ്ങളെ കുറിച്ച് നല്ലത് പറയണം നിങ്ങൾ വാശി പിടിക്കാറില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ലീഡറും നമ്മളും ഇൻഡിവിജ്വൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവും നമ്മളെ കുറിച്ച് നല്ലത് പറയണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ നന്ദിയുള്ളവരാകുക. നമുക്ക് കിട്ടിയ തുടക്ക സമയത്തെ ബാക്കപ്പുകൾക്ക് പ്രത്യേകം നമ്മൾ ഓർത്ത് നന്ദി പറയാൻ ശീലിക്കുക. അതായത് ഈ ഒരു മമ്മൂട്ടി തകർത്ത് അഭിനയിച്ചൊരു സിനിമയാണ്. ഈ ഒരു സീൻ മതി. അതായത് നമ്മുടെ അസ്തിത്വം ഒരിക്കലും ഒന്നിനും പണയം വെക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഈ ബിസിനസ്. കാര്യം ഇത് ഒത്തിരി ആൾക്കാരുമായി ബന്ധപ്പെടുന്ന ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരോടും പറയുന്ന ചെറിയ 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 കാര്യങ്ങൾ വരെ നമ്മൾ ഓർത്തിരിക്കുക, അത് പാലിക്കാൻ നമ്മൾ തയ്യാറാകുക. പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും കൊടുക്കാതിരിക്കുക. കമ്മിറ്റ്മെന്റ് ഒരാൾക്ക് ഒരൈറ്റം പഠിപ്പിച്ചു, ആ ഒരൊറ്റ ഐറ്റം പഠിപ്പിച്ചു കൊടുത്തുള്ളൂ. ആ ഐറ്റം റിപ്പീറ്റ് ചെയ്ത് അവൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇവൻ അതിന്റെ പരീക്ഷയെല്ലാം പാസ്സായി ഇറങ്ങി. ഇവനെ ബീറ്റ് ചെയ്യാൻ, ഇവനെ ഇടിക്കാൻ, ഇവനെ പരാജയപ്പെടുത്താൻ അവിടെ നടക്കുന്ന മത്സരത്തിൽ ഇഷ്ടംപോലെ ആളുകൾ നോക്കി. പക്ഷെ ആളുകൾ ഇങ്ങോട്ട് വരുന്ന മുമ്പ് ഇവരെ അടിച്ച് താഴെ ഇടുക. ഒരു കൈയുള്ള ഇവന്റെ അത്ഭുതകരമായ പ്രകടനം കണ്ട് എല്ലാവരും അന്തിച്ചു. അവസാനം ആ നാട്ടിലെ നിന്നല്ല, ആ ഒരു പ്രദേശത്ത് തന്നെ ഏറ്റവും വലിയ വില്ലാളി വീരനായ കുംഫുക്കാരൻ വന്ന് ഇവനോട് മത്സരിക്കുകയും അത്ഭുതകരമെന്നോണം ആ വന്ന ആളെയും ഇവൻ അടിച്ച് താഴെ ഇട്ടു. കഴിഞ്ഞ 10 വർഷമായിട്ട് ചാമ്പ്യനായി നിൽക്കുന്ന ആളാണ്. ആ ആളെയും ഇയാള് ഒറ്റ കൈ വെച്ചിട്ട് അടിച്ച് താഴെ ഇട്ടു. അവസാനം എല്ലാ ആൾക്കാരും ഇവനോട് ചോദിക്കുന്നതിന് പകരം ഇവന്റെ ഗുരുവിനോട് വന്ന് ചോദിച്ചു, നിങ്ങൾ എന്ത് വിദ്യയാണ് ഇവനെ പഠിപ്പിച്ചു കൊടുത്തത്, എങ്ങനെ ഇവനെ തോപ്പിക്കാൻ പറ്റും? അപ്പൊ ഗുരു പറഞ്ഞൊരു വാക്കാണ്, അവനെ തോപ്പിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ, അവന്റെ ഇടത്ത് കൈ പിടിച്ച് അവനെ ബ്ലോക്ക് ചെയ്ത് തോപ്പിക്കാൻ പറ്റും. പക്ഷെ നിർഭാഗ്യവശാൽ അവന് ഇടത്ത് കൈ ഇല്ല. ആ ഇടത്ത് കൈ ആണ് അവന്റെ ഏറ്റവും വലിയ ദൗർബല്യം. അതാണ് അവൻ പ്രാക്ടീസ് കൊണ്ട് ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റിയത്. എനിക്ക് നിങ്ങളോടും പറയാനുള്ള ഇതേ ഉള്ളൂ, നമ്മുടെ ദൗർബല്യത്തെ ശക്തിയാക്കി മാറ്റാനുള്ള ദിശാബോധവും ആത്മവിശ്വാസവും നമ്മൾ കാണിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് അതിൽ സാറ്റിസ്ഫൈഡ് ആയി മുമ്പോട്ട് പോകാൻ കഴിയുക. 4, ഡിസൈഡ് ടു ഹെൽപ്പ് സംവൺ.
നമ്മളോടൊപ്പം ഉള്ള മിക്കവാറും നമുക്കറിയാവുന്ന നമ്മളോടൊപ്പം ഈ ബിസിനസ്സിലേക്ക് വരുന്ന ആളുകളെയൊക്കെ ബിസിനസ്സിന് അപ്പുറത്ത് സഹായിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലോട്ട് മാറുക. എന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ ആവശ്യമുള്ള കാശ് കൊണ്ട് കൊടുക്കുക, അവർക്ക് അരി വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. ഈ ബിസിനസ്സിൽ അവർക്ക് വിജയിക്കാനുള്ള സപ്പോർട്ട് കൊടുക്കുക. അതിനൊരു പരിധിയും വെക്കണം. അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തു പോവുക. 5ാമത്തെ പോയിന്റ് ആണ് വർക്ക് വിത്ത് പാഷൻ. വളരെ പാഷനേറ്റീവ് ആയിട്ട്, വളരെ എന്താ പറയണ്ടേ, പാഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മലയാളം എന്ന് പറഞ്ഞാൽ നമ്മൾ അർപ്പിച്ചങ്ങ് ചെയ്യുക. അഭിനിവേശത്തോടുകൂടിയുള്ള പ്രവർത്തനം, അതാണ് പാഷൻ. ആ അഭിനിവേശം പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. ഒരു കോൺട്രാക്ടർക്ക് നല്ല ഒരു കാർപ്പൻ്റർ ഉണ്ടായിരുന്നു. ആ കോൺട്രാക്ടർ ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള കോൺട്രാക്ടർ ആയാലും അയാളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത, തടിപ്പണികൾ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന, മനോഹരമായി പ്രവർത്തിച്ചിരുന്ന ഒരു കാർപ്പൻ്റർ. പക്ഷെ കുറെ വർഷം, 10-30 വർഷത്തോളം അയാളുടെ കൂടെ ജോലി ചെയ്തു. പതുക്കെ ഓരോ വർക്കിലുമുള്ള അയാളുടെ ഒരു പാഷൻ കുറഞ്ഞു വന്ന് അയാളുടെ ആത്മാർത്ഥത പതുക്കെ നഷ്ടപ്പെട്ടു. കാർപ്പൻ്റർ ആയിട്ടുള്ള ആള്, അയാൾക്ക് ഈ കോൺട്രാക്ടറോടുള്ള ആത്മാർത്ഥത നഷ്ടപ്പെട്ടു. അയാളുടെ ജോലിയോട് തന്നെ വിരസത തോന്നി തുടങ്ങി. മനസ്സ് കൊടുത്ത് ചെയ്യാണ്ടായി. അങ്ങനെ ഇരിക്കെ അയാള് മനസ്സുമെടുത്ത് ഈ കോൺട്രാക്ടറോട് പറഞ്ഞു, ഞാൻ നിർത്തുവാ സാറേ, ഞാൻ നിർത്തുവാ, ഈ വീടോട് ഞാൻ നിർത്തി എന്ന് പറഞ്ഞു. അങ്ങനെ നിർത്തി പോകാൻ പോയ അയാളെ ഈ കോൺട്രാക്ടർ എന്ന് പറഞ്ഞു, ഞാൻ ഏറ്റുപോയ ഒരു വർക്ക് കൂടെ ഉണ്ട്, നിങ്ങൾ എന്നോട് ഇത്രയും വർഷം ജോലി ചെയ്തില്ലേ, ആ ഒരു വർക്ക് കൂടെ തീർക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ ഒരു വർക്കിന് അയാൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്തു. നിങ്ങൾക്ക് എന്തൊക്കെ തടി വേണോ, എന്തൊക്കെ മെറ്റീരിയൽസ് വേണോ, ഈ വീടൂടെ തീർക്കണം, നിങ്ങളൊന്ന് മേൽനോട്ട് വെച്ച് എല്ലാം നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാള് ഒരു താല്പര്യം ഇല്ലാതെ, ചത്ത മനസ്സുമായി, ഒരു ആവേശം ഇല്ലാതെ, ഫുൾ എനർജി ലോസ് ആയിട്ട് അയാൾ ഒരു വീടുണ്ടാക്കി. വളരെ മോശം ക്വാളിറ്റിയുള്ള സിമെന്റും കല്ലും, അതുപോലെ തന്നെ ഇയാൾക്കാണ് അതിന്റെ ഫുൾ ചുമതല ഉണ്ടായിരുന്നത്. ഫുൾ ഇയാളുടെ സെലക്ഷനാണ്. ഏറ്റവും മോശം തടിയൊക്കെ ഇട്ട് ഒപ്പിച്ചൊപ്പിച്ച് അയാള് വീട് പണി തീർത്തിട്ട് അതിന്റെ താക്കോല് കൊണ്ട് കോൺട്രാക്ടർക്ക് കൊണ്ട് കൊടുത്തു. സാറേ, നമ്മൾ നമ്മളുടെ ഇടപാടെല്ലാം തീർന്നു, ഞാൻ പോവാന്ന് പറഞ്ഞു. തിരിച്ചു പോകാൻ പോയ ആളെ കൈകൊട്ടി വിളിച്ചിട്ട് കോൺട്രാക്ടർ പറഞ്ഞു, അങ്ങനെ അങ്ങ് പോരുത്. 30 വർഷം കൊണ്ട് നിങ്ങൾ എനിക്ക് എന്റെ ജീവിതത്തിൽ ഇത്രയും സൗഭാഗ്യം തന്നു, എന്നിട്ട് നിങ്ങൾ ഒരു ചെറിയ വീട്ടിലോട്ട് താമസം മാറാൻ പാടില്ല. ഈ വീട്, ഇത്രയും വലിയ വീട് ഞാൻ പണി കഴിപ്പിച്ചത് നിങ്ങൾക്കുള്ള സമ്മാനമായിട്ടാണ്. ഈ താക്കോല് നിങ്ങൾ പിടിക്കാൻ പറഞ്ഞു. ശരിക്കും ആ താക്കോല് കൈ വാങ്ങിച്ച് വിറയ്ക്കുന്ന കൈയാൽ കരഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ തിരിച്ചു പോയത്. കാര്യം തന്റെ വീട്, തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന വീട് ഉണ്ടാക്കാൻ കഴിയുന്ന അവസരം, ആ അവസരം പാഷൻ നഷ്ടപ്പെട്ട ഒരാളായി മാറി, ആത്മാർത്ഥത ഇല്ലാത്ത ഒരാളായി മാറി, ഫോക്കസ് തെറ്റിപ്പോയതിന്റെ പേരിൽ തനിക്ക് കിട്ടിയ വീട് ഏറ്റവും ലോ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കിയാണെന്നുള്ളത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിഴല് പോലെ, അല്ലെങ്കിൽ ഒരു നഷ്ടബോധം ഉണ്ടാക്കി. എനിക്ക് നിങ്ങളോട് ഈ സ്റ്റോറി പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന അവസാനത്തെ വർക്കും ആദ്യത്തെ വർക്ക് പോലെ ആത്മാർത്ഥമായി ചെയ്യാൻ കഴിയുന്ന ഒരു വിൽ പവറിലേക്ക് നമ്മൾ മാറണം. വർക്ക് വിത്ത് പാഷൻ, ഇതാണ് 5ാമതുള്ളത്. ഇനി വരാൻ നിൽക്കുന്ന കോഡിന് ശേഷമുള്ള പ്രധാനപ്പെട്ട 5 ആക്ടിവിറ്റികളും കൂടെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇച്ചിരി സമയം അധികമായി, എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതിൽ 1ാമത്തെ റൂളാണ്, ഇനി മുതൽ കാര്യങ്ങളെ ഡിജിറ്റലി ചിന്തിക്കാൻ തുടങ്ങുക. നമ്മളോടൊപ്പം വരുന്ന ഓരോ ഡിസ്ട്രിബ്യൂട്ടർ, ഒരു വീട്ടിൽ നിങ്ങൾ 10,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി പേയ്മെന്റ് വാങ്ങിച്ചാൽ അയാളുടെ മൊബൈൽ ഫോൺ വാങ്ങിച്ച് സൂം ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിട്ടേ പോരാ ഉള്ളൂ. നിങ്ങളുടെ സൂമിൽ നിന്ന് അപ്പം തന്നെ സ്പോട്ടിൽ ഒരു മീറ്റിംഗ് വെച്ച് എങ്ങനെ സൂം മീറ്റിംഗ് കയറാം എന്ന് അയാളെ പഠിപ്പിച്ചിട്ടേ പോരാ ഉള്ളൂ. ഈ ഭാഷ അയാൾക്ക് മനസ്സിലായില്ല എങ്കിൽ അയാൾക്ക് ഇനി ഈ കാലഘട്ടത്തിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പം അയാൾ എത്ര സാധാരണക്കാരായാലും ഈ ഭാഷ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം ഡിജിറ്റൽ തിങ്കിങ്ങും വരണം, ഡിജിറ്റൽ അവയർനെസ് നിങ്ങളോടൊപ്പം ഉള്ള ഓരോ ആൾക്കാർക്കും വരണം. 2, ഡിജിറ്റൽ പാർട്ടിസിപ്പേഷൻ. മോർണിംഗ് മീറ്റിംഗ് അടക്കമുള്ള മീറ്റിങ്ങുകളിലും എല്ലാ ട്രെയിനിങ്ങുകളിലും പ്രോഗ്രാമുകളിലും എല്ലാം എന്ത് ചെയ്യണം, അവരുടെ പങ്കാളിത്തം ഉറപ്പിക്കാൻ റിപ്പീറ്റ് ചെയ്ത് മടി കൂടാതെ. അവർ ചിലപ്പോൾ പ്രായിക്കൊണ്ടായിരിക്കും ഫോൺ എടുക്കുന്നത്, എന്നാലും കണക്കാക്കണ്ട, നിങ്ങൾ വിളിച്ചോണം. സത്യം മനസ്സിലാക്കുന്നത് വരെ അവനെതിരെ വെറുക്കും, സത്യം മനസ്സിലാക്കിയാൽ അവനെതിരെ വാരിപ്പൊളിക്കും. ആ സത്യം മനസ്സിലാക്കുന്നവരെ അവരെ മീറ്റിംഗ് കയറ്റാനായിട്ട് നിങ്ങൾ ബാധ്യസ്ഥരെ. 3ാമത്തെ പോയിന്റ്, റെഡി ടു പ്ലേ ലോങ് ഇന്നിങ്സ്. ഓൺലൈൻ സൂമിൽ മാത്രം കളി നടക്കില്ല. സൂമിൽ ഇരുന്നാൽ വിദ്യാഭ്യാസം കിട്ടുള്ളൂ, ദീർഘ ഇന്നിങ്സ് കളിക്കാൻ കഴിയണം. രാഹുൽ ദ്രാവിഡെ ഞാൻ കണ്ടിട്ടില്ല, ഇംഗ്ലണ്ടിലൊക്കെ പോയിട്ട് രാവിലെ 9 മണിക്ക് ക്രീസിൽ കയറി വൈകുന്നേരം 6 മണിക്ക് അവിടെ നിൽക്കും, പോകത്തില്ല. കളി തീരുന്നവരെ അവിടെ നിൽക്കും, പിറ്റേ ദിവസവും നിൽക്കും. എന്ന് വെച്ചാൽ മൈ ലൈഫ് സ്റ്റൈൽ ഫീൽഡിൽ നിൽക്കുന്നവർ അങ്ങനെ ഒരു നിപ്പങ്ങ് നിൽക്കണം. ഞാൻ ഇങ്ങനെ 2 ദിവസത്തെ ഡ്രസ്സും ഒക്കെ ആയിട്ട് തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട്. ഒരു ദിവസത്തെ ഡ്രസ്സുമായിട്ട് ചിലപ്പം കോഴിക്കോട് പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ബെല്ലി സാർ പറയാം, സാറേ ഒരു ദിവസം കൂടെ നിന്നാൽ നാളെ നമുക്ക് അങ്ങനെ ഒരു ടീം മീറ്റിംഗ് നടത്താം. ഒരു ദിവസം കൂടെ നിൽക്കും. 2ാം ദിവസം വൈകിട്ട് പറയാം, സാറേ ഇന്നും കൂടെ നിന്നാൽ അങ്ങനെ ചെയ്യാം. അന്ന് നിൽക്കും. ഞാൻ നിൽക്കുന്ന പോലെ തന്നെ രാവിലെ 9 മണിക്ക് വന്ന് രാത്രി 12 മണി 1 മണി വരെ ലോങ് ഇന്നിങ്സ്. അത് ബെല്ലി സാർ ആയാലും അത് ശൈലേഷ് സാർ ആയാലും അത് ഏത് ലീഡേഴ്സ് ആയാലും ആ ഒരു ആത്മാർത്ഥത കാണിച്ചുകൊണ്ടാണ് ഇവരൊക്കെ NTC CTC ഒക്കെ ആയിട്ട് നിൽക്കുന്നത്, അല്ലെ ITC ആയിട്ട് മാറിയിട്ടുള്ളത്.
അപ്പൊ ലോങ് ഇന്നിങ്സ് കളിക്കാൻ കഴിയണം. രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 2 പേർക്ക് വണ്ടുവും കൊടുത്തിട്ട് ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ വീട്ടിൽ പോയി പിന്നെ ഊണ് കഴിച്ച് പിന്നെ ഒരു വണ്ടുവും കഴിഞ്ഞിട്ട് 4 മണിക്ക് വന്ന് ചായ കുടിച്ച് പിന്നെയും പോയിട്ട് ഇങ്ങനെ തൊടിയിച്ച് അശുദ്ധമാക്കുന്ന പണിക്ക് നിൽക്കരുത്. ഇറങ്ങി കഴിഞ്ഞ ഒരൊറ്റ പ്ലേ. ഒരു രാവിലെ ഇറങ്ങിയ വൈകുന്നേരം വരെ. സ്ത്രീകളോട് ഉദ്ദേശിച്ചാൽ പറയുന്നില്ല, സ്ത്രീകൾ അങ്ങനെ ഫുൾ നിൽക്കണമെന്നില്ല. നിങ്ങളുടെ കുടുംബത്തിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക, സെക്കൻഡ് മൈലേജ് സ്റ്റൈലിന് കൊടുക്കുക. കാര്യം സീലിംഗ് അച്ചീവർ ആയിട്ട് ചെല്ലുമ്പോൾ പിള്ളേരും വാർത്താവൊക്കെ വെള്ളം വെച്ച കുഴപ്പമാവും. അതുകൊണ്ട് അത് നിങ്ങൾ രണ്ടും മാനേജ് ചെയ്യുക. പുരുഷന്മാർ ഫുൾ ടൈം നിൽക്കുന്ന ആൾക്കാർ ലോങ് ഇന്നിങ്സ് കളിക്കാൻ തയ്യാറാവണം. അതനുസരിച്ചുള്ള 1-to-1കളും ഹോം മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം വെച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം. അടുത്ത പോയിന്റ്, പുതിയ ആൾക്കാർക്ക് അത്ര ശ്രദ്ധിക്കേണ്ടതല്ല. പല സ്വഭാവത്തിൽപ്പെട്ടവരും, ചിരിക്കുന്നത് വരും, കരയുന്നത് വരും, ദേഷ്യപ്പെടുന്നത് വരും, ഈഗോ ഉള്ളത് വരും, പല സാധനങ്ങൾ നമ്മുടെ കൂടെ കിട്ടും. ഇതൊരു ആവാസ വ്യവസ്ഥയാണ്. ഇതിനകത്ത് ആനയുണ്ട്, പുലിയുണ്ട്, ഒട്ടകമുണ്ട്, മാനുണ്ട്, വണ്ടുണ്ട്, പൂച്ചയുണ്ട്, ഇതെല്ലാം കാണും. ഇതിനെ എല്ലാത്തും നമ്മുടെ കൂടെ വരും. ഇതിനെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിട്ട് പതിയെ ഒറ്റടിക്കൊന്നും വേണ്ട, പയ്യെ നിങ്ങൾ വളർന്നു മാറുക. ലീഡേഴ്സ് ക്രിയേഷൻ. ടീമിൽ വരുന്നവൻ നാളെ ലീഡർഷിപ്പിലേക്ക് വരും, നാളെ അച്ചീവർ ആവും. നാളെ ഞാനോ നിങ്ങളോ ഇല്ലാണ്ട് പോയാലും ഈ ബിസിനസിനെ കൊണ്ടുപോകുന്നവരായിട്ട് അവർ മാറുമെന്ന് മനസ്സിലാക്കുക. ലാസ്റ്റ് പോയിന്റ് ആണ് കണ്ടിന്യൂറ്റി. തുടർച്ചയായി സിസ്റ്റമാറ്റിക്കായി ചെയ്യണം. തെറ്റ് പറ്റിയാൽ പിന്നെ ആവർത്തിക്കരുത്. ഒരു തെറ്റ് പറ്റിയാൽ അത് അടിസ്ഥാന സ്വഭാവമാണെങ്കിലും മാറ്റിപ്പിടിക്കാൻ തയ്യാറാണ്. ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ തയ്യാറാവണം. പിന്നെ അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മാറാൻ തയ്യാറാകാത്ത ആൾക്കാരായിട്ട് നമ്മൾ ഒരു കാരണവശാലും നിൽക്കാൻ പാടില്ല. എന്റെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അവസാനത്തെ ഒരു വീഡിയോ ഉണ്ട്, അതുകൂടെ കണ്ടിട്ട്. കുട്ടേട്ടന്റെ ശരിക്കുള്ള സ്വഭാവം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇങ്ങനത്തെ കുട്ടേട്ടന്മാരാകാൻ ഒരു കാരണവശാലും പാടില്ല. അതായത് നമുക്കൊക്കെ അടിസ്ഥാനപരമായ സ്വഭാവം ഉണ്ടാവും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചൂടാവുകയോ ഇതുപോലത്തെ കുഴപ്പമുണ്ടാകുന്നല്ല ഞാൻ പറഞ്ഞു. പെട്ടെന്ന് ദേഷ്യപ്പെടുവോ, പെട്ടെന്ന് അങ്ങനെ ചെയ്യുവോ, ഇങ്ങനെ ചെയ്യുവോ, മദ്യപിക്കുകയോ, എന്തെങ്കിലുമൊക്കെ സ്വഭാവം ആൾക്കാർക്ക് കാണൂല്ലോ. എനിക്കുണ്ടാവും, നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ഇത് മാറ്റാൻ തീരുമാനിച്ചാൽ മാറ്റണം. അടിസ്ഥാന സ്വഭാവം പുറത്തു വരാൻ പാടില്ല. ക്ലിയർ? അതായത് ദൈവം നമുക്ക് ഇന്ന് വരെ തരാത്ത നേട്ടങ്ങൾ തരണമെങ്കിൽ ഇന്ന് വരെ എടുക്കാത്ത സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റിയെങ്കിലേ കിട്ടുള്ളൂ. അല്ലാണ്ടൊന്നും ഒരിക്കലും കിട്ടില്ല. അങ്ങനെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ കഴിയണം. ഞാൻ തമാശയായിട്ട് ഈ ഒരു വീഡിയോ കാണിച്ചതാണ്. ആ കുട്ടേട്ടൻ എത്ര സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, ഇന്ന് മുതൽ ഞാൻ പുതിയൊരു മനുഷ്യനാന്ന് പറഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞില്ല, അതിന് മുമ്പ് കുട്ടേട്ടൻ യഥാർത്ഥ സ്വഭാവം പുറത്തുനിന്നുണ്ടോ? ഇങ്ങനെ ഇഷ്ടംപോലെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, പറയാറുണ്ട്, പക്ഷെ ചെയ്തു വരുമ്പോൾ പഴയ പോലെ തന്നെ. ശങ്കരൻ അഗൈൻ ദ കോക്കനട്ട് ട്രീ എന്ന് പറയും. അപ്പം മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ്സിൽ കോവിഡിന് ശേഷം പോസ്റ്റ് കോവിഡിൽ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ വളരെ വേഗത്തിലാണ് ഓർമ്മിപ്പിച്ചത്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഈ ഹിസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം കഴിഞ്ഞ് ഇതൊരു അവസാനമല്ല. അടുത്ത സീരീസ് നമ്മൾ ഉടനെ തന്നെ, മീൻസ് അടുത്ത മാസം, ഇപ്പൊ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം തന്നെ നമ്മൾ അടുത്ത സീരീസ് തുടങ്ങും. ആ സീരീസിന്റെ പ്രത്യേകത, അതിൻ്റെ അകത്ത് ഞങ്ങൾ ആരും ഉണ്ടാകത്തില്ല. അതിൻ്റെ അകത്തുള്ളത് കുറച്ചും കൂടെ ഫീൽഡിന്റെ പൾസ് ഞങ്ങളെക്കാൾ നന്നായി അറിയാവുന്ന NTC CTC ലെവലിലുള്ള ഒരു 12ഓളം ലീഡേഴ്സ് നമ്മുടെ ഓർഗനൈസേഷനിലുണ്ട്. ആ ലീഡേഴ്സിന്റെ സെഷൻ ശ്രീധരൻ സാറിന്റെയും നമ്മുടെ പ്രജീഷ് സാറിന്റെയും അതുപോലെ തന്നെ സുബീഷ് സാറിന്റെയും ധനീഷ് മാധവൻ സാറിന്റെയും മിഥുൻ സാറിന്റെയും നിതിൻ സാറിന്റെയും സുമി മാഡത്തിന്റെയും ഗ്രേറ്റ് CTCമാരായ ശരൺ സാറ്, അതുപോലെ തന്നെ നിതിൻ ബാബു സാറ്, ശൈലേഷ് ബാലൻ സാറ്, ഇങ്ങനെ ഇഷ്ടം പോലെ ലീഡർമാര്, വലിയ എക്സ്പീരിയൻസ് ഉള്ള, നമ്മൾ പറയുന്ന പോലെ മംഗലം കുന്ന് അയ്യപ്പൻ, തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞ വലിയ ആനകള് നിങ്ങളോട് ഇതുവരെ സംസാരിക്കാത്തവരുണ്ട്. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഈ ബിസിനസ്സിൽ ഉയരത്തിലേക്ക് നയിക്കാൻ ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കി ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ. അവരിൽ നിന്നാണ് നിങ്ങൾ കൂടുതലും കേൾക്കേണ്ടത്. അവരുടെ മനോഹരമായ തകർപ്പൻ സെഷൻ മിനിമം ഒരു 12 ആഴ്ചയെങ്കിലും ഉള്ള ഒരു സെഷൻ വരും. ഒരാഴ്ച 2 മണിക്കൂർ നമ്മുടെ ബ്രെയിൻ അവർക്ക് കൊടുത്താൽ ഒരായുസ് മുഴുവൻ നമുക്ക് ജീവിക്കാനുള്ള, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാനുള്ള ഇൻഫർമേഷൻ തരും. അതിന് തയ്യാറായി നിങ്ങൾ ഓരോ ആൾക്കാർക്ക് ഇരിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഹിസ്റ്ററി അവസാനിക്കുകയല്ല, ഹിസ്റ്ററി തുടങ്ങുകയാണ്. നിങ്ങളുടേതായ ഹിസ്റ്ററി റൈറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യാനുള്ള, തിരുത്തി എഴുതാനുള്ള തൂലിക നിങ്ങളുടെ കയ്യിൽ വെക്കുന്ന ഒരു പ്രോഗ്രാമായി വരുന്ന പ്രോഗ്രാം മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നോട് സഹകരിച്ചിരുന്ന് ഇത് ഇത്തിരി സമയം ഞാൻ അധികം എടുത്തിട്ടുണ്ട്. അതിന് ഒരിക്കൽ കൂടി ക്ഷമ ചോദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അനീഷ് സർ. ശരിക്കും വാക്കുകളില്ല ഒരു നന്ദി പറയാൻ വേണ്ടി. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും എന്നുള്ളത്. കാരണം എൻ്റെ 4.5 വർഷത്തെ ബിസിനസ് കരിയറിൽ അനീഷ് സാറിന്റെ വാക്കുകൾ, അനീഷ് സാറിന്റെ ട്രെയിനിങ്ങുകൾ എൻ്റെ ബിസിനസിന്റെ, എൻ്റെ വളർച്ചയിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്കതിപ്പോൾ മനസ്സിലായി കാണും. ഇദ്ദേഹം വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറയുള്ളൂ, പറയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും.
അതുപോലെ ഒരു സാധാരണക്കാരന് ഈ ബിസിനസ് എങ്ങനെ ചെയ്ത് വിജയിപ്പിക്കാം, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങളാണ് മാറി ചിന്തിക്കേണ്ടത്, മാറി പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തി ഈ ബിസിനസ്സിൽ തുടങ്ങി ആ വ്യക്തിയുടെ ലൈഫ് സെറ്റിൽ ആക്കേണ്ടത് എന്നൊക്കെ ഒരു 2 മണിക്കൂർ കൊണ്ട് ഒരു സിനിമ പോലെ ഒട്ടും ബോറടിക്കാത്ത രീതിക്ക് നമുക്ക് അദ്ദേഹം പറഞ്ഞു തന്നു. സോ വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് അനീഷ് സർ. മൈലേസ്റ്റന്റെ പേരിലും ഗ്രീൻ ചേംബർ ഇന്റർനാഷണലിന്റെ പേരിലും ഞാൻ സാറിന് നന്ദി പറയാണ്. സോ നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന്. എന്തായാലും ഞാനും തുടങ്ങിയ സമയത്ത് പറഞ്ഞു, അനീഷ് സാറും തുടങ്ങിയ സമയത്ത് പറഞ്ഞു, ഇത് ഒരു അവസാനമല്ല, ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്, ഇതൊരു തുടക്കം മാത്രം. ഷാരൂഖ് ഖാന്റെ ഒരു പടത്തിൽ പറയുന്നുണ്ട്, ഫിലിം അബി ബാക്കി ഹേ മേരെ ദോസ്, പടം ഇനിയും തീർന്നിട്ടില്ല, ജസ്റ്റ് ആൻ ഇന്റർവെൽ. ഇതൊരു ഇന്റർവെൽ മാത്രം. ഈ പ്രോഗ്രാമിൽ പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ലൈഫിലേക്ക് ഇതിന്റെ ക്ലൈമാക്സ് വന്നു വീരും. ആ ക്ലൈമാക്സ് നന്നായി മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു പ്രോഗ്രാമിനെ പഠിച്ച കാര്യങ്ങൾ ഈ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. സോ എന്തായാലും കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ നമുക്ക് ഈ ഒരു ട്രെയിനിങ് സെഷൻ എടുത്തു തന്നു. ആദ്യമായി തുടങ്ങിയത് മനോജ് സാർ, ITC ലീഡർ മനോജ് സാർ, താങ്ക് യു. അതുപോലെ തന്നെ സോമകുമാർ സാർ, ITC ലീഡർ സോമകുമാർ സാർ, അതുപോലെ തന്നെ ബെൻലി സാർ, താങ്ക് യു വെരി മച്ച്. അതുപോലെ നമ്മുടെ COO കമ്പനിയുടെ ഭാഗത്തു നിന്നും വളരെ നല്ല സെക്ഷനും അവസാനം ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ഒക്കെ വെച്ച നമ്മുടെ COO സലിൽ മാത്യു സാർ, അത് കഴിഞ്ഞ് നമ്മുടെ ITC ജെയ്റോ കെ ജെയിംസ് സാർ, അത് കഴിഞ്ഞ് ഇന്ന് സൗത്ത് ഇന്ത്യയിൽ അല്ലെ ഇന്ത്യയിൽ തന്നെ ലേഡി ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആയ യമുന മേഡം, അതുപോലെ തന്നെ മുബീൻ മുഹമ്മദ് സാർ, മോഹനൻ സാർ, എക്സ്പെഷ്യലി താങ്ക്സ് പറയാനുള്ളത് അനൂപ് സാർ. ശരിക്കും ഈ ഒരു പ്രോഗ്രാമിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. GCAയുടെ പ്രസിഡന്റ് അനൂപ് സാർ, താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ കൺക്ലൂഷൻ ഫൈനൽ, ശരിക്കും അത്ര എക്സൈറ്റ്മെന്റിലാണ് ഈ ഒരു പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നിർത്തിയിരിക്കുന്നത് അനീഷ് സർ. ആ എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും നിലനിർത്താൻ കഴിയണം. അതുപോലെ അദ്ദേഹം എന്താ പറയാ 2-3 പോയിന്റുകൾ സൂചിപ്പിച്ചു. ത്രിരത്ന, അതായത് നമ്മുടെ ഈ ബിസിനസ്സിൽ 3 കാര്യങ്ങൾ, റിക്രൂട്ട്മെന്റ്, റീറ്റെയിൽ, റിട്ടൻഷൻ, വളരെ 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 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ ത്രിദോഷ, ലെസ് ഈഗോ ഒക്കെ വലിയ പ്രശ്നമാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഈഗോയും പണവും ഒരു പോക്കറ്റിൽ കിടക്കില്ല. ശരി തന്നെയാണ്, ഈ ബിസിനസ്സിൽ ഈഗോയും പൈസയും ഒരു പോക്കറ്റിൽ കിടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹം റൂൾസ് 3-4 റൂൾസുകൾ നമുക്ക് പറഞ്ഞു തന്നു. അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക, ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. സോ മാറേണ്ട ആൾക്കാർ മാറുക, കാരണം കുട്ടേട്ടന്മാർ ആകാതിരിക്കുക. സോ എല്ലാവർക്കും ഈ ഒരു ബിസിനസ്സിലൂടെ വലിയൊരു കരിയർ, വലിയൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ ഇതുവരെ പങ്കെടുത്ത ഓൾ TC ലീഡേഴ്സ്, ATC, ZTC, DTC, STC, RTC, especially RTC, NTC, CTC leaders, thank you very much. All Star Ruby distributors, എക്സ്പെഷ്യലി സർവോപരി ഒരു ചൈതന്യം, ദൈവത്തിന് നന്ദി പറയണം. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി തന്ന ജഗദീശ്വരനും കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ഹിസ് സ്റ്റോറി എന്ന് പറഞ്ഞ പ്രോഗ്രാം വലിയൊരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. This is Nitin Babuti, Continental Team Coordinator. Thank you.